Fine. Let's start. Okay. So, നമ്മുടെ ഇന്നത്തെ അജണ്ട എന്താണ്? State legislature ആണ്. Okay. So, this has to be in continuation with the Parliament of India. Okay. പാർലമെന്റിൽ പഠിച്ച ഒരുപാട് അധികം പ്രൊവിഷൻസും എന്താണ് ഇവിടെ എന്താണ് സെയിം ആണ്. സോ വാട്ട് ഐ ഇന്റെൻഡ് ടു ഡു, നമ്മൾ ആദ്യമേ എല്ലാ ക്ലാസ്സിലും റിവൈസ് ചെയ്യുന്ന പോലെ പോവാതെ ഓരോ ആർട്ടിക്കിൾസ് എടുക്കുമ്പം വാട്ട് ഈസ് ദ പാരലൽ ഇൻ പാർലമെന്റ് എന്നുള്ളത് ഡിസ്കസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്ത് പോവാം, ജോയിൻ ചെയ്ത് പോവാം. ഫൈൻ. ഓക്കെ. അപ്പോൾ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എടുക്കുന്നു, അതിന്റെ പ്രൊവിഷൻസ് കൃത്യമായി നോക്കുന്നു, പഠിക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, അതിനെ പാർലമെന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കമ്പയർ ചെയ്ത് റിവൈസ് ചെയ്ത് പോകുന്നു. അങ്ങനെ ഒരു കമ്പാരിസന്റെ പ്രിറ്റി മച്ച് ആവശ്യമില്ല, ബട്ട് എന്നിരുന്നാലും നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, നോക്കി പോവാം. ഓക്കെ. ഒരുപാടധികം പ്രൊവിഷൻസും എന്താണ് സെയിം ആണ്. ഓക്കെ. സോ സ്റ്റാർട്ടിങ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ നോക്ക്. വെൻ ഇറ്റ് കംസ് ടു ദി പ്രിലിം സിലബസ് സെയിം തന്നെയാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ, പൊളിറ്റിക്കൽ സിസ്റ്റം. മെയിൻ സിലബസിൽ എക്സ്പ്ലിസിറ്റ് ആയിട്ട് എന്ത് എടുത്ത് പറയുന്നുണ്ട്, പാർലമെന്റ് ആൻഡ് ദി സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, സ്ട്രക്ചർ, ഫംഗ്ഷനിങ്, conduct of business, powers and privileges and issues arising of them. The same aspects, whatever aspects we have dealt in parliament regarding the structure, functioning, issues, everything will remain the same as for state legislature also. Okay. In the article, first article edu varum, article 168. Okay. Now evada pole compare with the article of the parliament, edayirikum, which is the article, starting article edana, article 79. Okay. Now see the text. Constitution of state legislature. There shall be a legislature for every state, which shall consist of the governor and two houses, not necessarily in all the states, to be respectively known as legislative council and legislative assembly. Very simple. What is the state legislature according to article 168? It consists of the governor, legislative council and the legislative assembly. Fine. What will be the legislative assembly? എന്തായിരിക്കും legislative assembly ആയിട്ട് ആക്ട് ചെയ്യുക? People അല്ല, പാർലമെന്റ് കമ്പയർ ചെയ്യുന്ന മുമ്പായിട്ട് MLAs elected by people. Fine. MLC അല്ലെങ്കിൽ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് പറയുന്നത് ആരായിരിക്കും? ഇൻഡയറക്ട്ലി അല്ലെങ്കിൽ സ്പെസിഫിക്കലി എലക്ടഡ് ആയിട്ടുള്ള കുറച്ച് മെമ്പേഴ്സ് അവിടുത്തെ എന്താണ് അപ്പർ ഹൗസ്, ദേ വിൽ ഫോം ദി അപ്പർ ഹൗസ്. ബട്ട് ദി പോയിന്റ് ഹിയർ ഇസ് there Lok Sabha and Rajya Sabha were bodies that would be there continuously. Okay. But here in the case of legislative council, this is not necessarily in every state. ഇന്ത്യയിൽ 6 സംസ്ഥാനങ്ങളിൽ മാത്രമേ എന്തുള്ളൂ, ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് ഉള്ളൂ. ആൻഡ് സീ ദ സ്റ്റേറ്റ്സ്, ബീഹാർ, ഉത്തർപ്രദേശ്. ഇത് പഠിക്കേണ്ട രൂപം എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് സ്റ്റേറ്റ്സ് തന്നെയാണ്. ബീഹാർ, ഉത്തർപ്രദേശ് അടുത്തല്ലേ? ഫൈൻ. സെക്കൻഡ് മഹാരാഷ്ട്ര, കർണാടക. മഹാരാഷ്ട്ര നോർത്തില്, കർണാടക സൗത്തില്. ആൻഡ് ദെൻ ആന്ധ്രാപ്രദേശ് ആൻഡ് തെലുങ്കാന. ആന്ധ്രാപ്രദേശ് ആൻഡ് തെലുങ്കാന. ഇപ്പൊ ഏതൊക്കെ 6 സ്റ്റേറ്റ്സ് ആണ് ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് ഹോസ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ എന്താണ്? ബീഹാർ, UP, മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ് ആൻഡ് തെലുങ്കാന. ഫൈൻ. നൗ on what system does the legislative assembly works? Legislative assembly അല്ല, സ്റ്റേറ്റ് സിസ്റ്റം works. ബ്രിട്ടീഷ് പാർലമെന്ററി സിസ്റ്റം. Okay. What was parliamentary system? എന്തായിരുന്നു സിംപ്ലി പാർലമെന്ററി സിസ്റ്റം? Exactly. Executive becomes responsible to the legislature. Simply, അതായത് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരിൽ നിന്ന് ആരുണ്ടാവുന്നു? മിനിസ്റ്റേഴ്സ് ഉണ്ടാവുന്നു, മന്ത്രിമാരുണ്ടായിരുന്നു. ആ മന്ത്രിമാർ ആരോടാണ് ആൻസറബിൾ ആവുക? ലെജിസ്ലേച്ചറിനോട്. ദാറ്റ് ആസ് സിമ്പിൾ. ദ സെയിം ബ്രിട്ടീഷ് പാർലമെന്ററി സിസ്റ്റം തന്നെയാണ് എവിടെയും വർക്ക് ചെയ്യുക, ഇവിടെയും വർക്ക് ചെയ്യുക. വിച്ച് വാസ് ദ സിസ്റ്റം ഓപ്പോസിറ്റ് ടു ബ്രിട്ടീഷ് പാർലമെന്ററി സിസ്റ്റം? പ്രസിഡൻഷ്യൽ സിസ്റ്റം. എന്തായിരുന്നു പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്? സ്ട്രിക്റ്റ് സെപ്പറേഷൻ ഓഫ് പവർ. ലെജിസ്ലേച്ചർ വേറെ, എക്സിക്യൂട്ടീവ് വേറെ, ജുഡീഷ്യറി വേറെ. വിസാവിസ് നമ്മൾ ബ്രിട്ടീഷ് പാർലമെന്ററി സിസ്റ്റത്തിൽ എന്താ പറഞ്ഞു? എക്സിക്യൂട്ടീവ് എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? ലെജിസ്ലേച്ചർ എന്നാണ് ഉണ്ടാവുന്നത്. ഫൈൻ. ദി സെയിം സിസ്റ്റം വിൽ കണ്ടിന്യൂ ഇൻ സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ് ഓൾസോ. ഫൈൻ. ബട്ട് വിത്ത് ഓൺലി ഡിഫറൻസ്. നമ്മൾ എന്താണ് ഡിഫറൻസ് കമ്പയർ ചെയ്യുന്നത്?
പാർലമെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ എന്തൊക്കെയാണ് ഉദ്ദേശിച്ചത്? What does the parliament consist of? President, Lok Sabha and Rajya Sabha. Here it is state legislature എന്ന് പറഞ്ഞാൽ governor, state legislative council and state assembly. But the point here is state legislative council need not be there in all the states. Okay, it is only there in 6 states in India. ഏതൊക്കെയാണ് 6 states? Bihar, UP, Maharashtra, Karnataka, Andhra Pradesh, Telangana. Good enough. Okay, so article 169 അതോടെ conclude ആവുന്നു. നോക്ക്, next, abolition or creation of legislative council. How do I create a legislative council? How do I abolish a legislative council? Okay, ചില സമയത്ത് സംസ്ഥാനങ്ങൾ അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ചില സമയത്ത് അത് എന്ത് ചെയ്തിട്ടുണ്ട്? അബോളിഷ് ചെയ്തിട്ടുണ്ട്. Okay, so നമ്മൾ ആ പ്രൊസീജിയറൽ ആസ്പെക്ട് ആണ് നോക്കുന്നത്. Now, first and the foremost, who is creating? Second, upon the request of whom? ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടതുള്ളൂ. Okay, now abolition or creation is done by parliament. So parliament may by law provide for abolition of legislative council or creation of legislative council. But parliament അങ്ങനെ randomly എന്ത് ചെയ്യാൻ പറ്റില്ല? അബോളിഷ് ചെയ്യാനോ ക്രിയേറ്റ് ചെയ്യാനോ പറ്റില്ല. അതിനു വേണ്ടിയിട്ട് ആരാവശ്യപ്പെടണം? If the legislative assembly of the state, അത് definitely ഉണ്ടല്ലോ, legislative assembly of the state passes a resolution by majority of the total membership of the house and majority of not less than 2/3 of the members of the assembly present and voting. Simplify ചെയ്ത എന്താ അത്? ഈ പറയുന്ന മെജോറിറ്റി സിംപ്ലിഫൈ ചെയ്ത് എന്തായിട്ട് മാറുന്നു? എഫക്റ്റീവോ ആണോ? സ്പെഷ്യൽ മെജോറിറ്റി. എന്തായിരുന്നു സ്പെഷ്യൽ മെജോറിറ്റി? ജസ്റ്റ് ടു റിവൈസ്, എന്തായിരുന്നു സ്പെഷ്യൽ മെജോറിറ്റി? 2/3 ഓഫ് ദി പ്രസന്റ് ആൻഡ് വോട്ടിംഗ് ആൻഡ് ദെൻ എന്തുകൂടെ വേണം? ടോട്ടൽ മെമ്പർഷിപ്പിന്റെ ഹാഫ് വേണം. ഓക്കെ, അപ്പൊ ഇത് മൊത്തം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് എന്ത് എഴുതാം? സ്പെഷ്യൽ മെജോറിറ്റി. ഞാൻ ഒന്നുകൂടെ പ്രൊസീജിയർ പറയാം. നോക്ക്, to create or abolition, for the creation or abolition of legislative council, who will create or abolish? Parliament. But parliament does not do it automatically. It is upon the request of the state legislative assembly, and state legislative assembly passes a resolution in special majority. Okay, so process എവിടുന്നാ സ്റ്റാർട്ട് ആവുന്നത്? legislative assembly എന്നാണ്. legislative assembly will pass a resolution in special majority. Now pass it over to the parliament. Now parliament will have to pass a law in only simple majority. ഇതാണ് ക്വസ്റ്റ്യൻ വരുമ്പോൾ തെറ്റിപ്പോവാൻ സാധ്യത. ഒന്നുകൂടെ പറയാം, നോക്ക്, the process for creation of a legislative council will start in state legislative assembly, where a resolution is passed in special majority. Okay, and then it is passed over to the parliament, where it is passed in simple majority. അതായത് പാർലമെന്റിൽ ഇത് എന്താണ്? അത് ഓർഡിനറി ആയിട്ടുള്ള ഒരു പ്രോസസ്സ് മാത്രമാണ്. Okay, it is a process of importance only where in the legislative assembly. So parliament randomly എന്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല? ഒരു legislative council ഉണ്ടാക്കുകയോ എന്ത് ചെയ്യാനും പറ്റില്ല? അബോളിഷ് ചെയ്യാനോ പറ്റില്ല. It needs the permission of the, or it needs the resolution of the state. Now one more, just to revise, എന്തായിരുന്നു resolution? എന്തായിരുന്നു resolution? Resolution was a kind of motion. നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ടോ? All resolutions are motions, but all motions are not resolutions. It is a kind of opinion. It is a kind of resolve of the house. ഇതൊരു ഗവൺമെന്റ് റെസൊല്യൂഷൻ പാസ് ചെയ്യുന്നു, അതിനുശേഷം എന്ത് ചെയ്യുന്നു? ആ റെസൊല്യൂഷൻ എങ്ങോട്ട് വിടുന്നു? പാർലമെന്റിലേക്ക് വിടുന്നു. പാർലമെന്റ് അത് എന്തിൽ പാസ് ചെയ്യുന്നു? സിമ്പിൾ മെജോറിറ്റിയിൽ പാസ് ചെയ്യുന്നു. ഫൈൻ. ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ നമുക്ക് താഴെ ഉണ്ടായിരുന്നോ? പാർലമെന്റ് മുകളിൽ പാർലമെന്റിൽ ഉണ്ടായിരുന്നോ? ബിക്കോസ് there എന്താണ്? ആസ് ഇറ്റ് ഇസ് രാജ്യസഭ എന്താണ്? ഒരു പെർമനന്റ് കണ്ടിന്യൂസ് ബോഡിയാണ്. ഫൈൻ, ലെറ്റ്സ് സം ഇറ്റ് അപ്പ്. നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങിയത്? ആർട്ടിക്കിൾ 168. നമ്മൾ എന്ത് പറഞ്ഞു?
What is the state legislature? What does the state legislature consist of? Governor, legislative assembly, legislative council and legislative assembly. Fine. Okay. Now, does all the states have legislative council? No. Pedaka states nanalada. UP, Bihar, Maharashtra, Karnataka, Andhra Pradesh, Telangana. Fine. Now, the second article, 169. This article orma venam. Okay. Article 1. Abolition and creation of legislative council. Okay. Who will ever process start here? From where does the process start? State legislature. State legislature has to pass a resolution in special majority. Okay. And then pass it over to parliament, and parliament will pass the law in simple majority. Hence, we will create a legislative council. Create. Fine. Both articles are fine. Okay. Now, composition of the legislative assembly. Okay. Simpler. A maximum strength of only 500. That is, be it UP, be it Kerala, be it Bihar, be it Jammu Kashmir, any samsthanam, the maximum strength can be 500. Okay. And the minimum strength can be 60. Not always 60, because there are certain exceptions. But this constitution prescribes that all the states will have minimum 16 varna seriyano statement. Alla, karanam there are exceptions. Okay, but the constitution also prescribes the maximum number of seats, that is 500. Constitution flexible ana. They are telling the upper limit and the lower limit. Now raises a question. Then how do I understand Kerala has 140 seats? UP has 400 seats. Tamil Nadu has 200 and something seats. It is carried out by the delimitation process. Here is where we revise that is parliament provisions revise. What was the basic principles on which delimitation was carried out? And the basic principles. I am talking about the parliament. Perfect. Seats by population ratio endayirikkum. Constant ആയിരിക്കും. Fine. രണ്ടാമത്തെ criteria എന്തായിരുന്നു? ഓരോ constituencies എന്തായിരിക്കും? Equal number of എന്തായിരിക്കും? Population ആയിരിക്കും ഉണ്ടാവുക. People ആയിരിക്കും ഉണ്ടാവുക. Okay. Now, who carried out this delimitation? Delimitation Commission. What kind of body was Delimitation Commission? Statutory body. What was the composition of it? State Election Commission, Chief Election Commission and retired Supreme Court judge. Okay. Now, last one. Are the orders of Delimitation Commission challengeable or not? In the recent circumstances, according to recent verdicts, yes. But according to Constitution, no. Why orders should not be challenged? No. If it is so the condition, reward petitions and go to Pum, because Elarkum grievance and down, grievance and down. Okay, and it has to be, and it will be subjected to some other cases also. So adin tadaya endana 327 article pragaram endana delimitation orders endalla challengeable alla final aanu. Can it be voted in the parliament? Can it be discussed in the parliament? Yes, it can be very well discussed in the parliament, but cannot be voted upon. Okay, exactly the same provisions are evada nadakka, state il nadakka. Okay, but ശ്രദ്ധിക്കേണ്ടത് എന്താണ്? സ്റ്റേറ്റിന് സെപ്പറേറ്റ് ആയിട്ടൊരു എന്തില്ല, commission. The Central Delimitation Commission itself is carrying out the delimitation for states. So there is nothing extra to be learned in this context. Okay, but to add a context, ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാ അത് വർക്ക് ചെയ്യണേ എന്നുള്ളത്. Fine. For so is Kerala. Okay, delimitation pragaram nammal endu cheyidu? Keralathine 20 എന്തായിട്ട് തിരിച്ചു? 20 എന്തായിട്ട് തിരിച്ചു? ലോക്സഭ മണ്ഡലങ്ങളായിട്ട് തിരിച്ചു. Okay, so this.
Fine. Now, what is the delimitation commission doing? Further E20, ഇത് തിരുവനന്തപുരം മണ്ഡലമാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും ആസ് എന്തായിട്ട്? സ്റ്റേറ്റ് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസീസ് ആയിട്ട്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും എന്ത് പറയാറ്? അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസികൾ ചേർന്നിട്ടാണ് എന്തുണ്ടാവുക? പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസീസ് ഉണ്ടാവുക. കിട്ടുന്നുണ്ടോ പോയിന്റ്? ഫോർ എക്സാമ്പിൾ, കേരള, നമ്മുടെ തിരുവനന്തപുരം മണ്ഡലത്തിന്റെ അകത്ത് ഏതൊക്കെയാണ് അസംബ്ലി മണ്ഡലങ്ങളായിട്ടുള്ളത്? തിരുവനന്തപുരം സെൻട്രൽ ഉണ്ട്, ഓക്കെ, പിന്നെ നമുക്ക് നെയ്യാറ്റിൻകര ഉണ്ട്, ഓക്കെ, പിന്നെ വിഴിഞ്ഞുണ്ട്, കാട്ടാക്കടയുണ്ട്, ഓക്കെ. സോ ആ കൺസോർട്ടിയം ഓഫ് 7-8 മണ്ഡലങ്ങളായിരിക്കും എന്ത്? നമ്മുടെ പാർലമെന്ററി മണ്ഡലം. ആ പാർലമെന്ററി മണ്ഡലത്തിനെ ഫർദർ ഡിവൈഡ് ചെയ്ത് എന്താക്കിയേക്കുവാണ്? അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസീസ് ആക്കിയേക്കാണ്. കൺസെപ്റ്റ് ക്ലിയർ ആവുന്നുണ്ടോ? Okay, so what are they doing? They're delimiting the Lok Sabha constituencies and further dividing it into assembly constituencies. Fine ആണോ? Okay, rest details നമുക്ക് വരുമ്പോ അതിന്റെ ആർട്ടിക്കിൾ വരുമ്പോ നോക്കാം. So maximum strength of 500, minimum strength of 60, but not necessary in all the states it's 60. Okay, it can be minimum also. Okay, and then delimitation is carried out for എന്ത് നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട്? Number of seats allocated to each state. Fine. Now, how is the election carried out? First past the post system. Okay, election, people are directly electing their MLAs to the legislative assembly by the first past the post system. ഒരു ക്വസ്റ്റ്യൻ ഓർമ്മയുണ്ടോ നമ്മൾ ഡീൽ ചെയ്ത്? യു റിക്വയർ 50% വോട്ട് ടു വിൻ ആൻ ഇലക്ഷൻ ഇൻ ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റം. ശരിയാണോ? എന്ത് മാത്രം മതി? ജസ്റ്റ് റിക്വയർ മെജോറിറ്റി. ഇഫ് ദർ ആർ 5 കാൻഡിഡേറ്റ്സ്, ഈവൻ ഇഫ് യു ഗെറ്റ് 21% ആൻഡ് റെസ്റ്റ് ഓഫ് ദം ഗെറ്റ് 19 അല്ലെങ്കിൽ 19, 20 കിട്ടിയാലും യു ആർ എ വിന്നർ. Fine. So elected by the people from territorial constituencies in first past the post system and based on universal adult franchise. Now let's just rewind. അവിടെ എങ്ങനെയായിരുന്നു ലോക്സഭയിലേക്ക് എങ്ങനെയായിരുന്നു? സെയിം സിസ്റ്റം. ഓക്കെ, MP മണ്ഡലങ്ങളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? MP നെ എലക്ട് ചെയ്യുന്നു. ഓക്കെ, who is electing? People directly electing. Okay, now again the next question is, ഏത് people ആണ്? What is the voting criteria in India? 18 years. Was it earlier also 18? അല്ല, എത്രയായിരുന്നു? 21. Just acknowledge. ഏതാണ് amendment? ഏതാണ്? 61st Constitutional Amendment Act. Fine ആണോ? So same provisions also apply here. So Article 170, composition of Legislative Assembly. Just ഒന്ന് റിവൈൻഡ് ചെയ്യാം. നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്? 168. എന്താണ് നമ്മൾ 168 പറഞ്ഞത്? What is composition of the legislature of state? എന്താണ് composition of legislature of state? Governor, legislative assembly and legislative council. Fine അല്ലേ? Okay, does all the states have a legislative council? No. Bihar, UP, Maharashtra, Karnataka, Andhra and Telangana. Fine. Okay, the next article നമ്മൾ എന്തിലേക്ക് വന്നു? Abolition and creation of legislative councils. Okay, who has the power to abolish or create? Parliament has the power to create or abolish, but upon the request of state legislature, and state legislature has to pass a resolution in special majority, and then Parliament will pass a law in simple majority. Now Article 170 talks about the composition of legislative assembly. What is the upper limit? What is the lower limit? Does that apply for all states? No. Okay, then how is seat allocated to each states? Based on delimitation. And what is the election mechanism? First past the post system. Fine. Now delimitation. Fine. Okay, നോക്ക്, delimitation അവിടെ ഉപയോഗിച്ച അതേ പ്രിൻസിപ്പിൾ ആയിരിക്കില്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്? What would be the principle used to designate each assembly constituency? എന്തായിരിക്കും? ഒന്ന് ഗസ് ചെയ്ത് നോക്ക്. ഞാൻ എങ്ങനെയാണ് ഒരു
അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുക? എന്ത് ക്രൈറ്റീരിയ ഉപയോഗിച്ചിട്ടായിരിക്കും? സീറ്റ് ബൈ പോപ്പുലേഷൻ നോക്കണോ? കാരണം അത് സ്റ്റേറ്റിന്റെ അകത്തല്ലേ. അപ്പൊ ഞാൻ എന്ത് മാത്രം നോക്കിയാൽ മതി? ഓരോ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിനകത്തും ഓൾമോസ്റ്റ് എന്തായിരിക്കും? സെയിം പോപ്പുലേഷൻ ആയിരിക്കും. ലോജിക്കലി ആലോചിച്ച് നോക്ക്. സീറ്റ് ബൈ പോപ്പുലേഷൻ റേഷ്യോ നമ്മൾ എന്തിനാ ചെയ്തത്? പാർലമെന്റിന്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ സീറ്റ് ബൈ റേഷ്യോ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഓരോ സ്റ്റേറ്റ്സിനും. ഫോർ എക്സാമ്പിൾ കേരള, യു വിൽ ഗെറ്റ് 20 ലോക്സഭ സീറ്റ്സ് ആൻഡ് 140 അസംബ്ലി സീറ്റ്സ്. ഓക്കെ, ഈ ഞാൻ ചോദിച്ച ചോദ്യം എന്താണ്? ഈ 140 സീറ്റ്സിനെ ഞാൻ എങ്ങനെ ഡിവൈഡ് ചെയ്യും? എന്ത് ക്രൈറ്റീരിയ ഉപയോഗിച്ച് ഞാൻ ഡിവൈഡ് ചെയ്യും? പോപ്പുലേഷൻ ഇൻ ദി ഈച്ച് കോൺസ്റ്റിറ്റ്യുവൻസി എന്തായിരിക്കും? ഓൾമോസ്റ്റ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. Okay, now let's go back to the history. Okay, the same history applies here also. What was the first delimitation carried out? 1952. Second delimitation, third delimitation. Okay, now in the third delimitation നമ്മൾ പിന്നെ further അത് കണ്ടിന്യൂ ചെയ്തോ? ഇല്ല. നമ്മൾ പകരം എന്ത് ചെയ്തു? By the 42nd Constitutional Amendment Act നമ്മൾ എന്ത് ചെയ്തു? അതിനെ നമ്മൾ എന്ത് ചെയ്തു? ഫ്രീസ് ചെയ്തു. Till when? എന്ന് വരെ ഫ്രീസ് ചെയ്തു? 2000 വരെ നമ്മൾ എന്ത് ചെയ്തു? ഫ്രീസ് ചെയ്തു. By which amendment? അല്ല, 42nd amendment പ്രകാരം നമ്മൾ എന്ത് ചെയ്തു? അവിടം വരെ നമ്മൾ എന്ത് ചെയ്തു? ഫ്രീസ് ചെയ്തു. ഓക്കെ, and what we do in 2000 നമ്മൾ എന്ത് ചെയ്തു? ഫോർത്ത് ഡീലിമിറ്റേഷൻ ചെയ്തു. എന്നിട്ട് നമ്മൾ വീണ്ടും എവിടം വരെ ഫ്രീസ് ചെയ്തു? എവിടം വരെ സീറ്റ് ചെയ്തു? 26 വരെ ഫ്രീസ് ചെയ്തു. Now my question is, 140 seats is allocated to states എന്നുള്ളത് ഏത് സെൻസസ് വെച്ചിട്ടാണ് നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ളത്? ഏതാ? 1971 സെൻസസ് വെച്ചാ. ദ സെയിം ക്വസ്റ്റ്യൻ ഞാൻ എന്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു? ലോക്സഭയ്ക്കും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, നൗ ബൗണ്ടറീസ് വെയർ ലാസ്റ്റ്. ബൗണ്ടറീസ് എന്ത് ചെയ്യപ്പെട്ടു? ലാസ്റ്റ് എന്ത് ചെയ്യപ്പെട്ടു? റീഓർഗനൈസ് ചെയ്യപ്പെട്ടു. അത് ഏത് സെൻസസ് വെച്ചിട്ടായിരിക്കും? ഏത് പറഞ്ഞോ? അല്ല, 1971 അല്ല, 2001. റിമെമ്പർ 87th Constitutional Amendment Act. What did we do? നമ്മൾ എന്ത് ചെയ്തു? ബൗണ്ടറീസിനെ എന്ത് ചെയ്തു? റീഓർഗനൈസ് ചെയ്തു. ഓക്കെ, ഇന്നർ ഡീറ്റെയിൽ ആണ്, പക്ഷെ ഒന്ന് ശ്രദ്ധിക്കുവാണെങ്കിൽ നല്ലതാണ്. നമ്പർ ഓഫ് സീറ്റ്സ് ഹാവ് ബീൻ അലോക്കേറ്റഡ് ബേസ്ഡ് ഓൺ 1971 സെൻസസ് ആൻഡ് reorganization last has been carried out based on 2001 census. The same story ആണ് ഇവിടെയും അപ്ലൈ ചെയ്യുന്നത്. പറഞ്ഞോ ലാസ്റ്റ് ഇത് ചെയ്തത്. ഫൈൻ. ഓക്കെ, now the same provisions നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ഡിസ്കസ് ചെയ്തു. Constitution says that after every census എന്ത് നടക്കണം? Adjustment has to be made. Second, 1952, 62, 72 and 2002. 4 times ആണ് delimitation carry out ചെയ്തത്. ഫൈൻ ആണോ? ഓക്കെ, now the same story നമ്മൾ താഴത്തേക്ക് തന്നെ സെയിം എന്തില്ല പാർലമെന്റിലുള്ള അതേ സ്റ്റോറി തന്നെയാണ് നമ്മൾ പറഞ്ഞ പോലെ കണ്ടിന്യൂ ചെയ്യുന്നത്. ഫൈൻ. ഓക്കെ, ദിസ് സ്ലൈഡ് ഹോൾഡ് ഇറ്റ് ഫോർ ദ ടൈം ബീങ്. ഓക്കെ, ഞാൻ പിന്നീട് കറണ്ട് അഫെയറിലോ ഏതെങ്കിലും എന്ത് ചെയ്തോളാം? ഇത് ഡീൽ ചെയ്തോളാം. ബിക്കോസ് ഐ ഹാവ് ടു സേ എ സ്റ്റോറി ബിഹൈൻഡ് ദിസ്. വൈ ദർ വാസ് എ ഡീലിമിറ്റേഷൻ ഇൻ JNK and Assam. Okay, അത് പിന്നീട് കറണ്ട് അഫെയർ. ലാസ്റ്റ് ഇയർ ദിസ് വാസ് പ്രിറ്റി മച്ച് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ബട്ട് ദിസ് ഇയർ അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നീട് എന്തെപ്പോഴും ഞാനത് ഇതിൻ്റെ ഒപ്പം ഡീൽ ചെയ്തോളാം. ഇലക്ഷൻ്റെ ഒപ്പം ഞാനത് ഡീൽ ചെയ്തോളാം. ഓക്കെ, now composition of legislative council. This will be something new. Okay, because രാജ്യസഭയുടെ കോമ്പോസിഷൻ എന്തായിരുന്നു? ശരി, എത്ര മെമ്പേഴ്സ് ആണ്? 12 members will be nominated. രാജ്യസഭ. Okay, nominated based on what criteria? Art, literature, science, social science. Exhaustive ആണോ ഈ ലിസ്റ്റ്? It's just indicative. As Supreme Court says, the list is only exhaustive, not exhaustive, and only indicative in nature. Fine. Okay, so there be a difference here. നമുക്ക് legislative council നമുക്ക് എന്ത് വേണം? നമുക്കൊന്ന് എന്ത് ചെയ്യണം? ഒരു ഇത് പഠിക്കണം. ഓക്കെ, ബട്ട് ബിഫോർ ദാറ്റ് നമ്മൾ ലോക്സഭയുടെ കോമ്പോസിഷൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു റിവൈസ് ചെയ്യാൻ. വാട്ട് വാസ് ദ കോമ്പോസിഷൻ ഓഫ് ലോക്സഭ?
550, 545. ഓക്കെ, ഞാൻ ചോദിക്കുന്നത് എവിടെ നിന്നാണ് അവർ വരുന്നത്? ബോത്ത് സ്റ്റേറ്റ്സ് ആൻഡ് ഫ്രം UTs. നൗ രാജ്യസഭയിൽ നിന്നും എവിടെ നിന്നാണ് വരുന്നത്? എവിടെ നിന്നൊക്കെയാണ് വരുന്നത്? സ്റ്റേറ്റ്സ് ആൻഡ് UTs ഉണ്ടോ? ഇല്ല. UTs ഉണ്ടോ? 3 UTs are there. ഏതൊക്കെയാണ് 3 UTs? ജമ്മു, പുതുച്ചേരി ആൻഡ് ഡൽഹി, which have assemblies. പുതുച്ചേരിയിലും ഡൽഹിയിലും ആൻഡ് ഇൻ ഏതാണ് ജമ്മു ആൻഡ് കാശ്മീരിൽ നമുക്ക് എന്തുണ്ട്? അസംബ്ലീസ് ഉണ്ട്. ഫോർ ദാറ്റ് അസംബ്ലീസ് നമുക്ക് എന്തുണ്ട്? എങ്ങോട്ട് വരുന്നുണ്ട്? രാജ്യസഭയിലേക്ക് മെമ്പേഴ്സ് വരുന്നുണ്ട്. ബട്ട് ഹിയർ വി ഹാവ് എ ഡിഫറൻസ്. ഫസ്റ്റ് ഓവറോൾ സൈസ് നോക്ക്. മാക്സിമം ഓഫ് 1/3 ഓഫ് ദി സൈസ് ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. മാക്സിമം ഓഫ് 1/3 ഓഫ് ദി സൈസ് ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. ഇപ്പൊ കേരളത്തിൽ എത്ര എണ്ണം ഉണ്ടാവും? എത്ര പേരുണ്ടാവും ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിൽ സ്റ്റാർട്ട് ചെയ്താ? എത്ര പേരുണ്ടാവും? 140/3 എത്രയായിരിക്കും? 150/3 എന്ന് പറഞ്ഞാൽ ഏകദേശം 50. സോ അറൌണ്ട് 45 ആൾക്കാരുണ്ടാവും. ഓക്കെ, മിനിമം എത്രയാണ്? 40. Now who will prescribe? Parliament. Fine. Okay, so legislative councilന്റെ കേസിൽ കോൺസ്റ്റിറ്റ്യൂഷൻ മുന്നോട്ട് വെക്കുന്ന ക്രൈറ്റീരിയ എന്ത് മാത്രമാണ്? It has set the upper limit. Upper limit എന്താണ്? 1/3 of the total seats of the legislative assemblies, and minimum is 40. Okay, now ഇത് ജനറലി എന്തായിട്ട് കൺഫ്യൂസ് ആയി പോവും? ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റ്. ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ അപ്പർ ലിമിറ്റ് എന്തായിരുന്നു? 500 and lower limit 60. Here 1/3 ആണ് upper limit and lower limit is 40. അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു സ്ഥലത്ത് തന്നെ എഴുതി വെക്കുക. പക്ഷെ അത് എന്താവരുത്, രണ്ടാമത് കൺഫ്യൂഷൻ ആവരുത്. വേർഡ്സിൽ വേണോ? ഓക്കെ, ദി അപ്പർ ലിമിറ്റ് ഓഫ് എഴുതിക്കോ. ദി അപ്പർ ലിമിറ്റ് ഓഫ് legislative council is set by the constitution. The upper limit of the legislative council is set by the constitution at 1/3 of the total strength of legislative assembly. Clear alle? Fine alle? Okay, and the minimum is set at 40. Vis-a-vis upper limit 1/3 of the strength of the legislative assembly. Minimum is 40. Vis-a-vis for a legislative assembly, the upper limit is 500 and generally the lower limit is 60. Fine ആണോ? Okay, but there are exceptions. അതൊന്ന് ബ്രാക്കറ്റിൽ ഇട്ടേക്കാം. അതാണ് നമ്മൾ നേരത്തെ കണ്ടത്. കൺഫ്യൂസ് ആവില്ലല്ലോ. ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ അപ്പർ ലിമിറ്റ് എത്രയാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1/3 ഓഫ് ദി സൈസ് ഓഫ് ദി ലെജിസ്ലേറ്റീവ് അസംബ്ലി. മിനിമം ലിമിറ്റ് 40. കൗൺസിലാണോ സ്റ്റേറ്റ് ആണോ അസംബ്ലി ആണോ പറഞ്ഞത്? കൗൺസിൽ തന്നെയല്ലേ. സ്റ്റേറ്റ് ആണെങ്കിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ആണെങ്കിൽ 500 ആൻഡ് ജനറലി 60. ഫൈൻ. സോ ഇഫ് കേരള ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? 140 ഡിവൈഡഡ് ബൈ 3, ഓൾമോസ്റ്റ് 45 മെമ്പേഴ്സ്. ഇൻ സം സ്റ്റേറ്റ്സ് എത്രയായിരിക്കും ഉണ്ടാവുള്ളൂ? എത്ര ഉണ്ടാവുള്ളൂ? 100ൽ താഴെ ആൾക്കാരെ ഉണ്ടാവുള്ളൂ. അപ്പൊ 1/3 എടുക്കുമ്പോൾ എത്രയായി പോകും? 40ൽ താഴെ ആയി പോകും. ഹെൻസ് മിനിമം വിൽ വർക്ക്. 40 മെമ്പേഴ്സ് മിനിമം ഉണ്ടാവും. ഫൈൻ. നൗ വി ആർ ഗെറ്റിംഗ് ഇൻ ടു ദി ഫൈനർ ഡീറ്റെയിൽസ്. ഹൂ ആർ ദിസ്? ഏതാണ് മെമ്പേഴ്സ് ഇൻ ദി ലെജിസ്ലേറ്റീവ് കൗൺസിൽ? ഓക്കെ ഓക്കെ, ഞാൻ ഈ പറയാൻ പോകുന്നത് എല്ലാം ഇലക്ടറേറ്റുകളാ. ഓക്കെ, മീൻസ് ആരാണ് തെരഞ്ഞെടുക്കാൻ പോണെന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ആരിൽ നിന്നാന്നല്ല, ആരൊക്കെയാണ് തെരഞ്ഞെടുക്കാൻ പോകുന്നതെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അവരിൽ നിന്നാവണം എന്നില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ പറയും 1/12 ഓഫ് ദി മെമ്പേഴ്സ്
is elected by the teachers എന്ന് ഞാൻ പറയും. അതിന്റെ അർത്ഥം അവിടെ നിന്ന് എന്താവണമെന്നില്ല, ടീച്ചർ ആവണമെന്നില്ല, ജനറലി എന്തായിരിക്കും ആവണം. ഞാൻ എലക്ടേഴ്സ് ആരാന്നാണ് പറയുന്നത്. ഫൈൻ. ഓക്കെ, നൗ വി ആർ സ്റ്റാർട്ടിംഗ്. ഫസ്റ്റ്, nearly as maybe 1/3 will be elected by electorate consisting of members from municipalities, district boards and such other local bodies. ലോക്കൽ ബോഡിയിലെ മെമ്പർമാരെല്ലാരും കൂടെ കൂടി ചേർന്ന് 1/3 മെമ്പേഴ്സിന് എന്ത് ചെയ്യും, എലക്ട് ചെയ്യും. ഓക്കെ ആണോ, ഫൈൻ ആണോ? ഓക്കെ, സോ ആദ്യത്തെ 1/3 നിങ്ങൾക്ക് എഴുതാം. ആദ്യത്തെ 1/3 എഴുതിയിട്ട് നിങ്ങൾക്ക് എന്താ എഴുതാം, elected by the members of the local bodies. So ഒരു 1/3 ആയേ. ഫൈൻ. ഓക്കെ, നൗ അടുത്ത 1/3 ഒരുപാട് ഡിവിഷൻസ് ഉണ്ട്. നെക്സ്റ്റ്, 1/12 is elected by persons residing in the state for and have been a graduate for any university in the territory of India. 1/12 is elected by the graduate constituency. ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യാണ്? ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് റെലവൻസ് തോന്നില്ല, നമുക്ക് അതിലേക്ക് വരാം. ഓക്കെ, നമ്മൾ എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ടത് എഴുതി വെച്ചിട്ടുള്ളതെന്ന്. ഫൈൻ. 1/12 ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യണം? ഗ്രാജുവേറ്റ്സിന്റെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി എന്താണ്, ഒരാളെ എലക്ട് ചെയ്യാണ്. ഓക്കെ, വിൽ കം ടു ദി വൈ ആസ്പെക്ട്. ഓക്കെ, ബട്ട് ഹോൾഡ് ഓൺ, നമുക്ക് അതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് പോകാം. സോ ആദ്യത്തെ 1/3 ആരാണ്? ലോക്കൽ ബോഡീസ്. അടുത്ത 1/3 ആരാണ്? ഗ്രാജുവേറ്റ്സ്. Okay, criteria and persons residing in the state, okay, and had been at least 3-year graduates in the territory of India. Okay, now next 1/12 ആരാണ്? Shall be elected by at least 3 years engaged in teaching, teachers constituency. അടുത്ത 1/12 teachers constituency. ഫൈൻ ആണോ? ഓക്കെ, സോ ആദ്യത്തെ 1/3 ആരാണ്? ലോക്കൽ ബോഡിയിലെ മെമ്പേഴ്സ് എല്ലാം കൂടെ കൂടി എന്ത് ചെയ്യും? 1/3 ആൾക്കാരെ എന്ത് ചെയ്യും? എലക്ട് ചെയ്യും. സെക്കൻഡ് 1/12 ആരാണ്? ഗ്രാജുവേറ്റ് കോൺസ്റ്റിറ്റ്യുവൻസി. ഗ്രാജുവേറ്റ്സ് എല്ലാം കൂടെ കൂടിയിട്ട് എന്ത് ചെയ്യും? എലക്ട് ചെയ്യും. അടുത്ത ടീച്ചേഴ്സ് കോൺസ്റ്റിറ്റ്യുവൻസി. ടീച്ചേഴ്സ് എല്ലാം കൂടെ കൂടിയിട്ട് എന്ത് ചെയ്യും? ഇത് ചെയ്യും, എലക്ട് ചെയ്യും. സോ എത്രയായി? 1/3, 1/12, 1/12. Now next, as nearly 1/3 may be by the legislative assembly of the states. ലെജിസ്ലേറ്റീവ് അസംബ്ലിന്ന് അവർ ആരെ കൊണ്ടുവരും? 1/3 ആൾക്കാരെ കൊണ്ടുവരും. അതായത് ലെജിസ്ലേറ്റീവ് അസംബ്ലിന്ന് വരിക എന്നല്ല, ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ മെമ്പേഴ്സ് എന്ത് ചെയ്യും? 1/3 പീപ്പിളെ എന്ത് ചെയ്യും? എലക്ട് ചെയ്യും. ഓക്കെ, കം വൺസ് അഗൈൻ. ആദ്യത്തെ 1/3 ആൾക്കാർ എവിടെ നിന്ന് വരും? ലോക്കൽ ബോഡീസ് നിന്ന് വരും. സെക്കൻഡ് 1/6 ആൾക്കാർ എവിടെ നിന്ന്? 1/12 ആൾക്കാർ എവിടെ നിന്ന് വരും? ഗ്രാജുവേറ്റ്സ്. തേർഡ് 1/12 എവിടെ നിന്ന് വരും? ടീച്ചേഴ്സ്. അടുത്ത 1/3 എവിടെ നിന്ന് വരും? ലെജിസ്ലേറ്റീവ് അസംബ്ലി. ലാസ്റ്റ്, റിമൈൻഡർ will be nominated by the governor from arts, literature, social service, science and cooperative movement. ഏത് ക്രൈറ്റീരിയ പോലെ തന്നെ രാജ്യസഭയുടെ അതേ ക്രൈറ്റീരിയ പ്ലസ് എന്തും കൂടെ? കോപ്പറേറ്റീവ് മൂവ്മെന്റും കൂടെ. ഫൈൻ, നിങ്ങൾ ഇനി ഒന്നും കൂടെ നോക്കുക. ഫസ്റ്റ് 1/3 എവിടെ നിന്നാണ്? ലോക്കൽ ബോഡീസ്. പിന്നെ ഒരു 1/3 എവിടെ നിന്നാണ് വരുന്നത്? ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നാണ് വരുന്നത്. സോ ഒരു 1/3 ലോക്കൽ ബോഡി കോൺസ്റ്റിറ്റ്യുവൻസി, ഒരു 1/3 സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവിന്റെ കോൺസ്റ്റിറ്റ്യുവൻസി. ഇപ്പൊ എത്രയായി? 2/3 ആയേ. ഓക്കെ, ഇനി 1/12 എവിടെ നിന്ന് വരും? ഗ്രാജുവേറ്റ്സ് എലക്ട് ചെയ്യും. 1/12 എവിടെ നിന്ന് വരും? ടീച്ചേഴ്സ് കോൺസ്റ്റിറ്റ്യുവൻസി വരും. ഓക്കെ, റെസ്റ്റ് ഇനി എത്ര ബാക്കിയുള്ളത്? ഇനി എത്ര ബാക്കിയുള്ളത്? കുട്ടി പറഞ്ഞ ചിലപ്പോ അങ്ങനെയും സ്റ്റേറ്റ്മെന്റ് വരാം, അതുകൊണ്ടാ. One by sixth. So the rest എന്ന് പറയുന്നത് 1/6 will be nominated by the governor. Okay, from arts, literature, social science, arts, literature, social science, cooperatives, പിന്നെ ഒരെണ്ണം ഉണ്ടല്ലോ, social service, social science അല്ല, social service, science, art, literature, science, social service and cooperative.
ഫൈൻ ആണോ? ഓക്കെ, ഞാൻ ഒന്നും കൂടെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, നൗ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഒന്ന് പറഞ്ഞു നോക്ക്. അപ്പർ ലിമിറ്റ് എത്രയാ? ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ അപ്പർ ലിമിറ്റ് എത്രയാ? 1/3 ഓഫ് ദി ലെജിസ്ലേറ്റീവ് അസംബ്ലി. ശരി, ഓക്കെ. ലോവർ ലിമിറ്റ് എത്രയാ? 40. ബേസ്ഡ് ഓൺ പാർലമെന്ററി ലോ വി ആർ ഡെസിഗ്നേറ്റിംഗ് എത്ര സീറ്റ് ആണെന്നുള്ളത്. ഓക്കെ, സേ നമ്മുടെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എത്രയുണ്ട്? 50 പേരാണ്. സോറി, നമുക്ക് 60 പേരെ എടുക്കാം. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇല്ല. ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്തുണ്ട്? 60 പീപ്പിൾ ഉണ്ടെന്ന് നോക്കുക. ഓക്കെ, നൗ ഓഫ് ദിസ് 60 പീപ്പിൾ 1/3 എവിടുന്ന് വരും? ലോക്കൽ ബോഡീസ്. അതിന്റെ അർത്ഥം അവർ ലോക്കൽ ബോഡീസ് എലക്ട് ആവുന്നതാണോ? ലോക്കൽ ബോഡീസിലെ മെമ്പേഴ്സ് എല്ലാം കൂടി എന്ത് ചെയ്യും? എലക്ട് ചെയ്യും. എന്ത്? ഒരു എക്സ്ട്രാ മെമ്പറെ. അവരാണ് എന്താവുന്നത്? എലക്ടോറേറ്റ് ആവുന്നത്. ഫൈൻ ആണോ? ഓക്കെ, സോ എന്ന് പറഞ്ഞാൽ 20 മെമ്പേഴ്സ് എവിടെ നിന്ന് വരും? ലോക്കൽ ബോഡീസ് വരും. ഫൈൻ, ഓക്കെ. നൗ another 1/3 എവിടെ നിന്ന് വരും? ലെജിസ്ലേറ്റീവ് അസംബ്ലി. അതിന്റെ അർത്ഥം വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന ഇലക്ടറേറ്റ് ഏതാണ്? ലെജിസ്ലേറ്റീവ് അസംബ്ലി ആണ്. That is also fine. So 1/3 comes from the local bodies, 1/3 comes from the legislative assembly. Fine. Now next, ഇത് അങ്ങോട്ട് എത്രയായി? 2/3. ഓക്കെ, റെസ്റ്റ് എത്ര ബാക്കിയുണ്ട്? 1/3. ഇവിടെ 20 പോയി, ഇനി 20 കൂടെ ഉണ്ട്. ഓക്കെ, now 1/12 ആര് എലക്ട് ചെയ്യും? ഗ്രാജുവേറ്റ്സ്. ബ്യൂട്ടിഫുൾ. ഓക്കെ, നെക്സ്റ്റ് 1/12 ആര് ഇത് ചെയ്യും? എലക്ട് ചെയ്യും? ടീച്ചേഴ്സ്. ഫൈൻ ആണോ? ഈ 1/12 കൂടുമ്പോ 1/6 ആയി. നൗ 1/2/3 പ്ലസ് 1/6 എത്രയായി? 5/6. ഓക്കെ, ലാസ്റ്റ് ഉള്ള ഒരു 1/6 ആര് ചെയ്യും? നോമിനേറ്റഡ് ബൈ ഗവർണർ ഫ്രം ആർട്സ്, ലിറ്ററേച്ചർ, സോഷ്യൽ സയൻസ് ആൻഡ് കോപ്പറേറ്റീവ്. ഫൈൻ. ഇസ് ദിസ് വെരി ക്ലിയർ? ഓക്കെ, ക്രിസ്റ്റൽ ക്ലിയർ ആണോ? ഒന്നാമത് ജനറലി ഉണ്ടാവുന്ന ഒരു തെറ്റിദ്ധാരണ എന്താണ്? ഇവരിൽ നിന്നാണ് എലക്ട് ആവുന്നത്. അല്ല, ഇവരാണ് എന്ത് ഫോം ചെയ്യുന്നുള്ളൂ? എലക്ടറേറ്റ്സ് ഫോം ചെയ്യുന്നുള്ളൂ. എന്നിട്ട് അവരിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഒരാള് ജയിച്ചു വരുന്നു. ഫൈൻ, ക്ലിയർ അല്ലേ? ഓക്കെ, നൗ നിങ്ങളുടെ പസിലിംഗ് ക്വസ്റ്റ്യൻ ഇതെന്താ? ടീച്ചർ കോൺസ്റ്റിറ്റ്യുവൻസി, അതുപോലെ തന്നെ ഗ്രാജുവേറ്റ് കോൺസ്റ്റിറ്റ്യുവൻസി. എന്തുകൊണ്ടായിരിക്കും കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ടാവുക? കുറച്ചും കൂടെ. ഇന്ന് എല്ലാരും ബിടെക്കാ, അല്ലെ? ഇന്ന് എല്ലാരും ഡിഗ്രി ഉള്ളവരാ. പക്ഷെ അന്ത കാലത്ത് ആലോചിച്ച് നോക്ക്. തിങ്ക് അബൌട്ട് ദി ഡേയ്സ് ഓഫ് ദി ഇൻഡിപെൻഡൻസ് ഓഫ് ഇന്ത്യ. എത്ര ഗ്രാജുവേറ്റ്? ലിറ്ററസി തന്നെ എത്ര പെർസെന്റേജാ? സംവെയർ അറൗണ്ട് 10%. 10% ഭാഗ്യം. ഐ ഡോണ്ട് റിമെമ്പർ ദി എക്സാക്ട് വാല്യൂ. ഓക്കെ, അന്ന് ഗ്രാജുവേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കുറവായിരിക്കും. ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കുറവായിരിക്കും. സോ ഫോമിംഗ് എ കോൺസ്റ്റിറ്റ്യുവൻസി ഫോർ ദം വാസ് ലോജിക്കൽ. അവരിൽ നിന്ന് എന്ത് വരുന്നു? ഒരു ഇൻഫോംഡ് ഡിസിഷൻ വരുന്നുള്ള കാരണം കൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? എന്ത് കൊടുത്തിട്ടുള്ളത്? അങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ 1950s 60s ലോജിക്കിലേക്ക് എന്ത് ചെയ്യണം? ആലോചിക്കണം. ഓക്കെ, സോ ദീസ് ആർ ദി എഡ്യൂക്കേറ്റഡ് ക്ലാസ് ആൻഡ് ഫ്രം ദം വി ആർ എക്സ്പെക്ടിങ് an outcome. ഒരു എന്താണ്? ഒരു ഇൻഫോംഡ് ഡിസിഷൻ എന്ന രീതിയിൽ നമ്മൾ എന്ത് കൊടുക്കുന്നു? ഗ്രാജുവേറ്റ്സും ടീച്ചേഴ്സും കൊടുക്കുന്നു. വൺ മോർ സ്പെസിഫിക് തിങ്. എന്തുകൊണ്ട് ഈ സാധനം? what was the cooperative movements? why നമ്മൾ എന്തുകൊണ്ടാണ് നമ്മളവിടെ എക്സ്പ്ലിസിറ്റ്ലി രാജ്യസഭയിൽ അത് എഴുതാതിരിക്കുകയും ഇവിടെ നമ്മൾ എഴുതാനുള്ള കാരണം എന്താണ്? എന്തായിരുന്നു? ഈ കോപ്പറേറ്റീവ് മൂവ്മെന്റ്സ് ഒക്കെ സ്ട്രോങ് എവിടെയാണ്?
സ്റ്റേറ്റ് ലെവലിൽ ഗ്രൗണ്ട് ലെവലിലാണ്. ഓക്കെ, നിങ്ങൾ ആ ബ്യൂട്ടി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ മനസ്സിലാക്കുക. ഓക്കെ, നോക്ക്, നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു? ഇപ്പോൾ ഒരു സാധാരണ വിദ്യാഭ്യാസം കുറവുള്ള ഒരു രാഷ്ട്രീയത്തിൽ പങ്കെടുക്കണമെന്ന ആഗ്രഹമുള്ള ഒരു പൊളിറ്റിക്കൽ പ്രോസസ്സിൽ പങ്കെടുക്കുന്ന ആരെ സംബന്ധിച്ചോളം അയാൾക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം? അയാളുടെ ലൈഫ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അതുവഴി അയാളുടെ എക്സ്പെർട്ടീസ് ഉപയോഗിച്ച് അയാൾക്ക് എവിടെ എത്താം? കൗൺസിലിൽ എത്താം. കൗൺസിലിൽ നിന്ന് അയാൾക്ക് എന്ത് ചെയ്യാം? അസംബ്ലി പോലെ സ്ഥലങ്ങളിലേക്ക് വരാം. അസംബ്ലിയിൽ നിന്ന് പിന്നീട് അയാൾക്ക് എങ്ങോട്ട് എത്താം? നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്? ചാനൽസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? താഴെ തട്ടിൽ നിന്ന് മുന്നോട്ട് വരാനായിട്ടുള്ള ചാനൽസ് നമ്മൾ എന്ത് ചെയ്ത് എത്തി കൊടുക്കുകയാണ്. ഈ കോപ്പറേറ്റീവ് മൂവ്മെന്റ്സ് കൂടുതൽ പ്രിഡോമിനന്റ് എവിടെയാണ്? സ്റ്റേറ്റിലായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അത് എക്സ്പ്ലിസിറ്റ്ലി എന്ത് ചെയ്യുന്നു? കോപ്പറേറ്റീവ്സ് അവിടെ മെൻഷൻ ചെയ്യുന്നു. ഓക്കെ, ബട്ട് അപ്പാർട്ട് നമ്മളിവിടെ മെയിൻസ് ക്വസ്റ്റൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ല. വാട്ട് ആർ വി എക്സ്പെക്ടിങ്? മോർ ഓഫ് എ പ്രിലിംസ് ക്വസ്റ്റൻ. ഓക്കെ, വളരെ ഡയറക്റ്റ് ആയിട്ട് നമ്മളോട് എന്ത് ചോദിക്കും? ഇത് ചോദിക്കും. ഞാൻ ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. നോക്ക്, വാട്ട് ഇസ് ദ മാക്സിമം ലിമിറ്റ് ഓഫ് എ ലെജിസ്ലേറ്റീവ് കൗൺസിൽ? 1/3 of the legislative assembly. What is the minimum? 40. Means if we designate at least 60 people, ഇത് എന്റെ എക്സാമ്പിൾ ആണ്, വളരെ ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള എക്സാമ്പിൾ ആണ്. ഓക്കെ, 1/3 will come from local bodies, 1/3 will come from legislative assembly, 1/12 will come from graduates, 1/12 will come from teachers, and 1/6 will come by nomination. Hence we are forming a legislative council. This is very clear. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ലെജിസ്ലേറ്റീവ് കൗൺസിലുകളുള്ള സ്ഥലത്ത്. ഓക്കെ, പ്രിറ്റി മച്ച് അത് എന്തുകൊണ്ട് നമ്മൾ അത്രയും ന്യൂസിൽ വരാത്തത്, കേൾക്കാത്തത്? ആകെപ്പാടെ 6 സംസ്ഥാനങ്ങളിലേ ഉള്ളൂ. പിന്നെ ഇതിന്റെ നമ്മൾ ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദി ക്ലാസ് നമ്മൾ എന്ത് ചെയ്യും? ലെജിസ്ലേറ്റീവ് കൗൺസിൽ നമ്മൾ എങ്ങനെ രാജ്യസഭ അനലൈസ് ചെയ്തോ അതുപോലെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ വേണോ വേണ്ടയോ എന്നുള്ളൊരു ഡിസ്കഷൻ നമ്മൾ എന്ത് ചെയ്യും? ക്യാരി ഔട്ട് ചെയ്യും. ഓക്കെ, പക്ഷെ അതിന് നമ്മൾ എന്ത് മനസ്സിലാക്കണം? റോൾ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. ഓക്കെ, ബട്ട് നിങ്ങൾക്ക് ബ്യൂട്ടിഫുള്ളി ഒരു പോയിന്റ് എടുക്കാൻ പറ്റുമോ നോക്ക്. വാട്ട് ഇസ് ദ റോൾ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ? മീൻസ് യുവർ സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ള ആൾക്കാർക്ക് നിങ്ങൾ എന്ത് കൊടുക്കുകയാണ്? വോട്ട് ചെയ്യാനുള്ള റൈറ്റ്സ്, റെപ്രസെന്റേഷൻ കൊടുക്കുകയാണ്. നോക്ക്, ടീച്ചേഴ്സ്, ഗ്രാജുവേറ്റ്സ്, അസംബ്ലി, ലോക്കൽ ബോഡി, അതുപോലെ നോമിനേഷൻ വരും, ആർട്ട്, ലിറ്ററേച്ചർ, സമൂഹത്തിലെ നാനാ തുറകളിലുള്ള രാഷ്ട്രീയം എന്നുള്ള ഇത് അതിനപ്പുറം എന്താണ്? നാനാ തുറകളിലുള്ള ആൾക്കാർക്ക് എന്ത് കൊടുക്കുകയാണ്? റെപ്രസെന്റേഷൻ ഉറപ്പുവരുത്തി കൊടുക്കുകയാണ്. ഓക്കെ, അതെന്താണ് ലെജിസ്ലേറ്റീവ് കൗൺസിലിനെ സംബന്ധിച്ചുള്ള ഒരു പ്ലസ് ആണ്. ബട്ട് ദാറ്റ് വിൽ കം അഗൈൻ വെൻ യു അനലൈസ് ഇറ്റ്. ബട്ട് ആർട്ടിക്കിൾ ക്ലിയർ ആണോ? ക്രിസ്റ്റൽ ക്ലിയർ ആണോ? ഓക്കെ, so article 171 is talking about the legislative council. What will be the election mechanism? ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതേ രാജ്യസഭയുടെ പ്രൊവിഷൻ ഏതാണ്? പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ ബൈ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട്. When the Lok Sabha uses the first past the post system and the Rajya Sabha uses the proportional representation by single transferable vote, the legislative assembly is using first past the post system and legislative council is using proportional representation by single transferable vote. Is that clear? Okay, നമുക്ക് ഒന്നുകൂടെ വരാം. നമ്മൾ ഏത് ആർട്ടിക്കിൾ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? 168. 168 നമ്മൾ എന്താ പറഞ്ഞത്? കോമ്പോസിഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. കോമ്പോസിഷൻ ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തൊക്കെയാണ്? ഗവർണർ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ, state legislative assembly. Good enough. Does all the states have legislative council? ഉണ്ടോ? ഇല്ല. എല്ലാ സംസ്ഥാനങ്ങൾക്കും എന്തില്ല? legislative council ഇല്ല. ആർക്കൊക്കെ ഉള്ളൂ? UP, ബീഹാർ, മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന. ഈ 6 സംസ്ഥാനങ്ങൾക്കാണ് എന്തുള്ളൂ? legislative councils ഉള്ളൂ. That was article 168. എന്തായിരുന്നു article 169? Creation and abolition of legislative council. What was the procedure? എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം? സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന് സ്റ്റാർട്ട് ചെയ്യണം. How do I start in the state legislature? I have to pass a resolution in special majority. Point to be noted. Okay, and then state legislature വിചാരിച്ച ഒരു കൗൺസിൽ ഉണ്ടാക്കാൻ പറ്റുമോ? ആരിലേക്ക് പോകണം? പാർലമെന്റിലേക്ക് പോകണം. And parliament passes a bill in simple majority. Is that fine? Okay, so the same procedure is used for abolition and creation. Fine. Okay, now article 170.
70 എന്തിനെ പറ്റിയാ പറഞ്ഞിരുന്നത്? കോമ്പോസിഷൻ ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. ഓക്കെ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ കോമ്പോസിഷനിൽ ഏറ്റവും എത്രയാണ് ഹയർ ലിമിറ്റ് എത്രയാണ്? 500 സീറ്റ്സ്. മാക്സിമം ഏതൊരു സ്റ്റേറ്റിലാണെങ്കിലും എത്ര പോകാൻ പാടുള്ളൂ? 500. മിനിമം ഇൻ ഓൾ സ്റ്റേറ്റ്സ് അങ്ങനെ തന്നെയാണോ? Then how do I allocate the number of seats for each states? Delimitation. Okay, the same delimitation that we have dealt. Fine. എന്താണ് election mechanism? First past the post system. Now come back to legislative council. Legislative council 171 composition എന്ത് പറയുന്നു? What is the maximum limit? 1/3 of the legislative assembly. What is the minimum limit? 40. Good enough. Okay. Composition എന്താണ്? 1/3 എവിടെ നിന്ന് വരും? Local bodies 1/3 എവിടെ നിന്ന് വരും? Legislative assemblies 1/6 എവിടെ നിന്ന്? 1/12 എവിടെ നിന്ന് വരും? Teachers 1/12 എവിടെ നിന്ന് വരും? Graduates 1/6 എവിടെ നിന്ന് വരും? Nominated. Good enough. എന്താണ് election mechanism? Proportional representation by single transferable vote. Fine. ഒപ്പല്ലേ? Okay. എന്തെങ്കിലും doubts ഉണ്ടോ? Now duration of the houses. Okay, pretty much no differences. എങ്ങനെയാണോ കൗൺസിൽ വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് എന്ത് വർക്ക് ചെയ്യുക? രാജ്യസഭ വർക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് എന്ത് വർക്ക് ചെയ്യുക? കൗൺസിൽ വർക്ക് ചെയ്യുക. എങ്ങനെയാണോ അസംബ്ലി വർക്ക് ലോക്സഭ വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് എന്ത് വർക്ക് ചെയ്യുക? അസംബ്ലി വർക്ക് ചെയ്യുക. ഫൈൻ. നോക്ക്, ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇസ് എ കണ്ടിന്യൂസ് ചേംബർ ആൻഡ് നോട്ട് സബ്ജക്ട് ടു ഡിസൊല്യൂഷൻ. ഫൈൻ ആണ്. ഇറ്റ് ഇസ് എ കണ്ടിന്യൂസ് ചേംബർ ആൻഡ് നോട്ട് സബ്ജക്ട് ടു ഡിസൊല്യൂഷൻ. നോക്ക്, ടേം ഓഫ് എ ലെജിസ്ലേറ്റീവ് കൗൺസിൽ മെമ്പർ എന്താണ്? നമ്മൾ അവിടെ എന്താ പറഞ്ഞത്? രാജ്യസഭയുടെ എത്രയായിരുന്നു? അല്ല, 1/3. ഓക്കെ, ഒരാളുടെ ടേം എത്രയാണ്? 6 years. ദ സെയിം നോക്ക്, ടേം എത്രയാണ്? 6 years ആണ്. ഓക്കെ, ബട്ട് ദ പോയിന്റ് ടു ബി നോട്ടഡ് നമ്മൾ അവിടെ പറഞ്ഞ ഓർമ്മ വേണം. എന്താണ്? വേർ ഇസ് ദി ടേം മെൻഷൻഡ്? ഇസ് ഇറ്റ് മെൻഷൻഡ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ? നോ, ഇറ്റ് ഇസ് മെൻഷൻഡ് ഇൻ ദി Representation of People Act 1951. The same provision applies here also. Okay, now 1/3 of members will retire every 2 years. Okay, now retiring members can be re-elected and fine. The same provisions apply for legislative councils also. Now the next, legislative assembly. എത്രയായിരിക്കും term? 5 years. The same provisions for Lok Sabha also applies for legislative assembly. The same provisions for legislative council also applies for that. So we have done with the duration of houses also. Fine. Now qualification of members. Let's just tell. Lok Sabhയിലേക്കുള്ള ഒരു മെമ്പറിന്റെ ക്വാളിഫിക്കേഷൻ എന്തായിരുന്നു? സിറ്റിസൺ ഓഫ് ഇന്ത്യ പ്രൈമറിലി ആവണം. 2, 25 years of age വേണം. 3, എന്തായിരുന്നു? അതവിടെ നിൽക്കട്ടെ. ഇലക്ടറൽ റോളിൽ പേര് വേണം. ഓക്കെ, ബട്ട് അത് ആ പോയിന്റ് അവിടെ നിൽക്കട്ടെ. ഇനി അതർ ക്വാളിഫിക്കേഷൻ, ഓത്ത് ആൻഡ് അഫർമേഷൻ എന്ത് ചെയ്തിട്ടുണ്ടാവണം? എടുത്തിട്ടുണ്ടാവണം. ഹിയർ ഇസ് വേർ ദി ഗെയിം കംസ്. ഒരു ചേഞ്ച് വരാം. ഒരു സംസ്ഥാനത്തിലെ അസംബ്ലിയിലേക്ക് എലക്ട് ചെയ്യപ്പെടുമ്പോൾ ഒരു മിനിമം ക്രൈറ്റീരിയ എന്തായിരിക്കും? ഹി ഹാസ് ടു ബിലോങ് ടു ദാറ്റ് സ്റ്റേറ്റ്. നമുക്ക് കേരളത്തില് ഒരു അസംബ്ലി മണ്ഡലത്തില് ഒരു പുറത്തുള്ള സംസ്ഥാനത്ത് വന്ന ഒരാള് എന്ത് ചെയ്യാൻ പാടില്ല, കാരണം അത് സ്റ്റേറ്റ് അഫയേഴ്സ് ആണ്. സോ ഹിയർ കംസ് he has to be a voter, as elected as a vote, he is to be a voter in the state itself. That's the only change. പാർലമെന്റ് മത്സരിക്കാൻ, ഫോർ എക്സാമ്പിൾ നമുക്ക് എന്ത് പറഞ്ഞിരുന്നു? നമ്മൾ വയനാടിന്റെ കോൺസ്റ്റിറ്റ്യുവൻസിന്റെ എക്സാമ്പിൾ പറഞ്ഞിരുന്നു. There is no such restriction. A person voter anywhere in India can ഒരു പാർലമെന്ററി മണ്ഡലത്തിൽ മത്സരിക്കാം. But in the case of legislative assembly, you have to be a voter in the state itself. Am I clear with that point? ആ ഡിഫറൻസ് കിട്ടിയോ? Okay, this state assembly ആണല്ലോ, ആ സ്റ്റേറ്റിന്റെ അഫയേഴ്സ് ആണല്ലോ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഹി ഹാസ് ടു ബി എ വോട്ടർ ഇൻ ദ സ്റ്റേറ്റ് ഇറ്റ്സെൽഫ്. സ്റ്റേറ്റിന്റെ അകത്ത് മൊബിലിറ്റി ഉണ്ടോ? ഫോർ എക്സാമ്പിൾ കാസർഗോഡുള്ള ഒരാൾക്ക് തിരുവനന്തപുരത്ത് വന്ന് മത്സരിക്കാൻ പറ്റുമോ? എന്താ സംശയം? എന്താ? സ്റ്റേറ്റിന്റെ അകത്തല്ലേ? ഓക്കെ, ഇത് സ്റ്റേറ്റിന്റെ അകത്ത് എന്തുണ്ട്? അൾട്ടിമേറ്റ്ലി മൊബിലിറ്റി ഉണ്ട്. പക്ഷെ സ്റ്റേറ്റിന്റെ പുറത്തുനിന്നുള്ള ആളായിരിക്കരുത് എന്ത് ചെയ്യുന്നത്? മത്സരിക്കുന്നത്. അപ്പൊ ക്രൈറ്റീരിയ നോക്ക്, സിറ്റിസൺ ഓഫ് ഇന്ത്യ ആവണം, ഓത്ത് ആൻഡ് അഫർമേഷൻ എടുത്തിട്ടുണ്ടാവണം. ഓക്കെ, ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആണ് പറയുന്നത്. Less than 30 years of age and elector for any assembly constituency of the state. Nominated member ആയിരുന്നെങ്കിൽ അയാൾ എന്താവണം? ആ സ്റ്റേറ്റിലെ മെമ്പർ ആവണം. So what is the only addition that I am adding? Only a voter from the state. Okay,
Rest all the criteria remain the same. Legislative Assembly നോക്ക്, citizen of India, oath and affirmation, 25 years of age, എന്താണ് qualification, അതുപോലെ elector from any assembly of the state. പാർലമെന്റ് ആവുമ്പോൾ നമുക്ക് എന്തില്ല, അങ്ങനെ റെസ്ട്രിക്ഷൻ ഇല്ല. പക്ഷെ സ്റ്റേറ്റ് ആവുമ്പോൾ നമുക്ക് എന്തുണ്ട്, ആ സ്റ്റേറ്റ് എന്നുള്ള ഒരു വോട്ടർ ആവണം എന്നുള്ള റെസ്ട്രിക്ഷൻ എന്തുണ്ട്, നമുക്ക് അതിന്റെ അകത്തുണ്ട്. ഫൈൻ ആണോ? സോ ക്വാളിഫിക്കേഷൻ ഓഫ് മെമ്പേഴ്സ് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഒള്ളി ഒരു വ്യത്യാസം, ആ വ്യത്യാസം മാത്രം നിങ്ങൾ എഴുതി വെച്ചാൽ മതി. റെസ്റ്റ് എവറിത്തിങ് ഇസ് ലോക്സഭ ആൻഡ് രാജ്യസഭ except one for difference, he has to be a voter from that state. Is that okay? Okay, let's just come once again 168 168 നമ്മൾ എന്താ പറഞ്ഞത്, composition of state legislature. എന്തായിരുന്നു composition of state legislature? ഗവർണർ, കൗൺസിൽ, അസംബ്ലി. ഫൈൻ അല്ലേ? ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ എന്തുണ്ടാവും, കൗൺസിൽ ഉണ്ടാവും? എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടാവോ? ഇല്ല. ഏതൊക്കെയാണ്? 6 ഏതൊക്കെയാണ്? UP, ബീഹാർ, മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന. ഫൈൻ. സോ ഫസ്റ്റ് ആർട്ടിക്കിൾ ഇസ് ഡൺ. 169 എന്താണ് പറ്റിയാണ് പറയുന്നത്? ക്രിയേഷൻ ആൻഡ് അബോളിഷൻ. വേർ ഡസ് ഇറ്റ് സ്റ്റാർട്ട്? Legislative Council. Legislative Council has to pass a resolution in what majority? Special majority. And then it passed over to Parliament. By what majority? Parliament simple majority ഒരു law pass ചെയ്യണം. Both for abolition and creation. So article 169 okay ആണ്. 170 ഇതിനെ പറ്റിയിട്ടാ പറഞ്ഞത്? Composition of Legislative Assembly. Maximum limit എത്രയാണ്? 500 seats. Minimum limit എത്രയാണ്? 60 seats ആണ്. What is the election mechanism used? First past the post system. Okay. എങ്ങനെയാണ് seats allocate ചെയ്തിട്ടുള്ളത്? Delimitation. Now 171 talks about the composition of Legislative Council. എത്രയാണ് maximum? 1/3 of the Legislative Assembly. And minimum എത്രയാണ്? 40. Now 1/3 എവിടെ നിന്ന് വരും? Local body. അടുത്തൊരു 1/3 എവിടെ നിന്ന് വരും? സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. പിന്നെ 1/3 വരും എന്ന് നിങ്ങൾ തെറ്റിദ്ധാരണ ഇല്ലല്ലോ അതിൽ. ഇലക്ടറേറ്റ് ആണ് അവർ. ഫൈൻ. അടുത്തൊരു 1/12 ഏത് കോൺസ്റ്റിറ്റ്യുവൻസിന്ന് വരും? 1/12 and rest 1/6 അല്ലെങ്കിൽ ലെഫ്റ്റ് നോമിനേറ്റഡ്. വാട്ട് ആർ ദ നോമിനേഷൻ ക്രൈറ്റീരിയാസ്? ആർട്ട്, ലിറ്ററേച്ചർ, സോഷ്യൽ സയൻസ്, സോഷ്യൽ സർവീസ്, സയൻസ്, കോപ്പറേറ്റീവ്. ഫൈൻ ആണോ? സോ ദാറ്റ്സ് ഡൺ. പിന്നെ ആർട്ടിക്കിൾ 172 അല്ലേ? 72 നമ്മൾ എന്ത് പറഞ്ഞു? ഡ്യൂറേഷൻ ഓഫ് ഹൗസസ്. ലോക്സഭയുടെ ഡ്യൂറേഷൻ, സോറി, ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ഡ്യൂറേഷൻ എന്താണ്? 5 years. രാജ്യസഭയുടെ ഡ്യൂറേഷൻ എന്താണ്? സോറി, ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ ഡ്യൂറേഷൻ എന്താണ്? കണ്ടിന്യൂസ് ബോഡിയാണ്. 6 years എന്താണ്? മെമ്പറിന്റെ ആണ്. ആൻഡ് വേർ ഇസ് ഇറ്റ് മെൻഷൻ? റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട്. ഇസ് ദാറ്റ് ഫൈൻ? ഓക്കെ. നൗ ദ നെക്സ്റ്റ് ആർട്ടിക്കിൾ, ക്വാളിഫിക്കേഷൻ. എന്ത് മാത്രമാണ് വ്യത്യാസം? റെസിഡന്റ് അല്ല, വോട്ടർ ഓഫ് ദി, റെസിഡന്റ് മാത്രം വോട്ടർ ഓഫ് ദാറ്റ് സ്റ്റേറ്റ് ആണ്. റെസ്റ്റ് 25 years ഓഫ് ഏജ്, അതുപോലെ തന്നെ എന്താ പാർലമെന്റ് പറയുന്ന ക്വാളിഫിക്കേഷൻ, അതൊക്കെ സെയിം തന്നെയാണ്. only thing he has to be elector of that state. Good enough? Okay. Now article 174, sessions of state legislature, prorogation and dissolution. നമുക്ക് ആദ്യം എന്ത് റിവൈസ് ചെയ്തിട്ട് വരാം? പാർലമെന്റിൽ സെഷൻ സമൺ ചെയ്യുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. ഓക്കെ. നൗ അഡ്ജോൺ ചെയ്യുന്നത് ആരാണ്? സ്പീക്കർ. അഡ്ജോൺ സൈനി കൊടുക്കുന്ന ആരാണ്? ഡിസോൾവ് ചെയ്യുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. ഓക്കെ. പ്രൊറോഗ് ചെയ്യുന്ന ആരാണ്? പ്രസിഡന്റ്. എന്താ കൺഫ്യൂസ് ആയത്? ഓക്കെ. വാട്ട് ഇസ് സമൺ? സമൺ മീൻസ് കോളിംഗ്. പ്രൊറോഗ് എന്തായിരുന്നു? സസ്പെൻഡിങ് ദി സെഷൻ. ഓക്കെ. ഡിസോൾവ് എന്ന് പറഞ്ഞാൽ ഹൗസിനെ എന്ത് ചെയ്യാണ്? ഡിസോൾവ് ചെയ്യാണ്. വാട്ട് വാസ് റിസസ്? ടൈം പീരിയഡ് ബിറ്റ്വീൻ a prorogue and the next summon. Fine. Okay. അപ്പൊ നിങ്ങൾക്ക് ഭയങ്കര ക്ലിയർ ആണ്. പ്രസിഡന്റ് ഉണ്ട്, ഗവർണർ ഉണ്ട്, അതൊക്കെ ക്ലിയർ ആണ്. പ്രസിഡന്റ് ഉണ്ട്, സ്പീക്കർ ഉണ്ട്. അപ്പൊ ഇവിടെ ആരായിരിക്കും സമൺ ചെയ്യുക? ഗവർണർ. ഓക്കെ. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ആര് ചെയ്യുന്നു? ഗവർണർ ഇത് ചെയ്യുന്നു. ആരായിരിക്കും ഇത് ചെയ്യുക? അഡ്ജോൺ ചെയ്യുക? ആ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ സ്പീക്കർ. ഫൈൻ ആണോ? ഓക്കെ. നൗ ആരായിരിക്കും പ്രൊറോഗ് ചെയ്യുക? ഗവർണർ. ആരായിരിക്കും ഡിസോൾവ് ചെയ്യുക? ഗവർണർ. അവിടെ എന്തൊക്കെ പ്രസിഡന്റ് ചെയ്യുന്നു, ഇവിടെ ആര് ചെയ്യുന്നു? ഗവർണർ ചെയ്യുന്നു. അവിടുത്തെ സ്പീക്കർ, ലോകസഭയിലെ സ്പീക്കർ എന്തൊക്കെ ചെയ്യുന്നു, അതൊക്കെ ആര് ചെയ്യുന്നു? ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ സ്പീക്കർ ചെയ്യുന്നു. നോക്ക്. ഗവർണർ ഷാൽ ഫ്രം ടൈം ടു ടൈം summon each
House of the legislature of state to meet at such time he thinks fit. Okay, രണ്ട് ഇതിന്റെ ഇടയ്ക്ക് രണ്ട് സെഷൻസിന്റെ ഇടയ്ക്ക് എത്ര ഗ്യാപ്പ് വരാം? കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിസ്ക്രൈബ് ചെയ്യണ്ടോ നമ്മൾ 3 സെഷൻസ് ഒരു വർഷം ഇരിക്കണം എന്ന്? ഇല്ല. പകരം എന്തേ പറയുന്നുള്ളൂ, there has to be a maximum of 6 months gap എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇവിടെയും സെയിം ക്രൈറ്റീരിയ പറയുന്നുള്ളൂ. ഫൈൻ. ഓക്കെ, ഇവിടെയും എങ്ങനെ തന്നെയാണ്? ജനറലി കൺവെൻഷനലി എന്ത് ചെയ്തു പോകുന്നു? ഒരു 3 സെഷൻ ആയിട്ട് ബഡ്ജറ്റ് സെഷൻ ഉണ്ടാവും. പിന്നെ നെക്സ്റ്റ് സെഷൻ ഏതാണ്? ബഡ്ജറ്റ് സെഷൻ കഴിഞ്ഞ. ബഡ്ജറ്റ് സെഷൻ എപ്പോഴാണ്? ഫെബ്രുവരി മാർച്ച്. പിന്നെ മൺസൂൺ സെഷൻ. മൺസൂൺ സെഷൻ എപ്പോഴാണ്? മൺസൂൺ സെഷനോ? ജൂലൈ. നമ്മുടെ മൺസൂണിന്റെ സമയത്തെങ്കിലും ആവണ്ടേ? ഓക്കെ, ജൂലൈ. മൺസൂണിന്റെ സെഷൻ പറയാൻ പറ്റില്ല, കാരണം മഴയൊക്കെ. ഓക്കെ, ജൂലൈ ടു ഓഗസ്റ്റ്. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. വിന്റർ സെഷൻ എപ്പോഴാണ്? നവംബർ, ഡിസംബർ. സെയിം ഫോർമാറ്റിലാണ് ഏകദേശവും ബാക്കിയെല്ലാം എന്ത് ചെയ്തിട്ടുള്ളത്? വർക്ക് ചെയ്യുന്നത്. ബട്ട് അതെല്ലാം എന്താണ്? കൺവെൻഷൻസും അവരുടെ റൂൾസ് പ്രകാരമാണ് വർക്ക് ചെയ്യുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ ബേസിക് ആയിട്ടുള്ള പ്രിമൈസ് മാത്രമേ സെറ്റ് ചെയ്യുന്നുള്ളൂ. എന്താണ് പ്രിമൈസ്? 6 months ഗ്യാപ്പ് വരാൻ പാടില്ല 2 സെഷൻസ് തമ്മിൽ. Is that okay? Fine. Okay. Now governor prorogues the house and dissolves the legislative assembly. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. Summon, prorogue, dissolve. State legislative assembly ആരായിരിക്കും? Fine. Adjourn ആരായിരിക്കും? Speaker. Fine. പണ്ടൊരു ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്യുന്ന അഡ്ജോൺമെന്റ് ഈ സൈന് നിർബന്ധമുണ്ടോ പ്രൊറോഗ് ചെയ്യാൻ? ഇല്ല. എന്തുകൊണ്ടാ? ലാസ്റ്റ് ഡേ ഓൾസോ ഐ ഗോട്ട് എ ഡൗട്ട്. അതുകൊണ്ടാണ് ഒരാൾ ഇങ്ങനെ വിളിച്ച് ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ്. എന്തുകൊണ്ടാ? Why is it like that? That is a separate process. ഇത് സഭയുടെ അകത്തുള്ള പ്രോസസ്സാ, അത് സഭയുടെ പുറത്തുള്ള പ്രോസസ്സാ. അതിന് പ്രസിഡന്റിന് ആരുടെ എന്ത് വേണ്ട? അനുവാദം ആരുടെ വേണ്ട? സഭയുടെ അനുവാദം വേണമെന്നില്ല. അവിടെ ആരുടെ അനുവാദം മതി? പ്രസിഡന്റ് ആരുടെ അനുവാദം മതി? അനുവാദം അല്ല, ആരുടെ അഡ്വൈസ് മതി? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ അഡ്വൈസ് മതി. സോ there is nothing like adjournment day sign എന്താണ് നിർബന്ധം ഉണ്ടെന്ന്. ഫൈൻ ആണ്. ഓക്കെ. Now article 175. Same. Right of the governor to address and send messages to houses. പ്രസിഡന്റിന് എങ്ങനെ സഭകൾക്ക് മെസ്സേജ് അയക്കാൻ പറ്റുമോ അതുപോലെ തന്നെ ആർക്കും അയക്കാം? ഗവർണറിനും അയക്കാം. Now conventionally ഗവർണർമാര് 2 തവണ എന്ത് ചെയ്യും? കൺവെൻഷൻ അല്ല, ബൈ ആർട്ടിക്കിൾ 176 സ്പെഷ്യൽ അഡ്രസ്സുകൾ എന്ത് ചെയ്യും? കൊടുക്കും. സോറി, കൺവെൻഷൻ അല്ല, 176 വെച്ചിട്ട് എന്ത് ചെയ്യും? കൊടുക്കും. എപ്പോഴൊക്കെയാണ് ആയിരിക്കും 2 സെഷൻസ്, 2 സ്പീച്ചസ് എപ്പോഴായിരിക്കും? പ്രസിഡന്റ് എപ്പോഴൊക്കെയാ കൊടുക്കുക? ആഫ്റ്റർ ദി ന്യൂ elected ഗവൺമെന്റിന്റെ ഫസ്റ്റ് സെഷനിൽ. പിന്നെ ഫസ്റ്റ് സെഷൻ ഓഫ് ദി calendar year. The same applies to governor also. First session after the assembly election and first session of the year. Fine ആണ്. Okay, the same applies to here also. Now let's article 177. Right of the ministers and advocate general. എന്ത് റൈറ്റ് ആയിരുന്നു നമ്മൾ മിനിസ്റ്റേഴ്സിന് കൊടുത്തിട്ടുണ്ടായിരുന്നു? If a minister is from the legislative assembly, അവർക്ക് എവിടെ പോയി ഇരിക്കാൻ പറ്റുമായിരിക്കും? ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ പോയി ഇരിക്കാം. ബട്ട് റെസ്ട്രിക്ഷൻ എന്താ? വോട്ട് ചെയ്യാൻ പറ്റൂല. ഓക്കെ. അഡ്വക്കേറ്റ് ജനറൽ എന്ത് ചെയ്യാം? ഏത് അസംബ്ലിയിലും വേണമെങ്കിൽ പോയി എന്ത് ചെയ്യാം? ഇരിക്കാം. ഓക്കെ. ബട്ട് എന്തില്ല? വോട്ടിംഗ് പവേഴ്സ് ഇല്ല. ആ പോയിന്റ് കിട്ടിയോ? ഓക്കെ. നോർമലി എന്തൊക്കെ അവിടെ ഉണ്ടോ അതുപോലെ തന്നെയാണ് ഇവിടെ ഉണ്ടാവും. ഫൈൻ. പ്രിറ്റി മച്ച് ഓർഡർ എങ്കിലും അവർ തെറ്റിച്ചിട്ടുണ്ടോ? ഓർഡർ തെറ്റിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ല അറിയില്ല. ഒരു ഓർഡർ തെറ്റിച്ചിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ പോയപ്പം. അവിടെ ആദ്യം രാജ്യസഭ പറഞ്ഞിട്ടാണ് ലോക്സഭ പറയുന്നത്, ഇവിടെ ആദ്യം ലോക്സഭ അസംബ്ലി പറഞ്ഞിട്ടാണ് കൗൺസിൽ പറയുന്നത്. ആ ഒരു ഓർഡർ മാറ്റിയിട്ടുണ്ടെങ്കിൽ സെയിം കോണ്ടന്റ് ആണ് ഇതുവരെ എന്ത് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഇനി അങ്ങോട്ട് ഫൈൻ. നമുക്ക് ഒന്നുകൂടെ നോക്കാം. ആർട്ടിക്കിൾ 168 ഇതിനെ പറ്റി പറയുന്നു. കോമ്പോസിഷൻ ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. എന്താണ് കോമ്പോസിഷൻ? ഗവർണർ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, പിന്നെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ. എല്ലാ സംസ്ഥാനത്തും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ടോ? ഇല്ല. ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണുള്ളത്? UP, ബീഹാർ, മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ് ആൻഡ് തെലങ്കാന. ഗുഡ് ഇനഫ്. ആർട്ടിക്കിൾ 169. How would I create or abolish a legislative council? എവിടെ നിന്നാണ് ആ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുക? സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നാണ്. In the state legislative assembly I have to pass a resolution in
special majority. Okay, എന്താണ് special majority? 2/3 of the present and voting and absolute majority. Good enough. Okay, അത് കഴിഞ്ഞ് നമ്മൾ എങ്ങോട്ട് പോകുന്നു? പാർലമെന്റിൽ പോകുന്നു. In the parliament I have to pass the bill in simple majority. Fair enough. അങ്ങനെ ഞാൻ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നു? ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ക്രിയേറ്റ് ചെയ്യുന്നു. ഗുഡ്. ഓക്കെ, ഓർ അബോളിഷ് ചെയ്യുന്നു. ഓക്കെ, ആർട്ടിക്കിൾ 170. ആർട്ടിക്കിൾ 170 എന്തിനെ പറ്റി പറയുന്നു? കോമ്പോസിഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. മാക്സിമം ലിമിറ്റ് എത്രയാണ്? മിനിമം ലിമിറ്റ് എത്രയാണ്? 60. എലക്ഷൻ മെക്കാനിസം എന്താണ്? ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റം. ഹൗ ഡു അലോക്കേറ്റ് നമ്പർ ഓഫ് സീറ്റ്സ് ടു ഈച്ച് സ്റ്റേറ്റ്സ്? ഡീലിമിറ്റേഷൻ കമ്മീഷൻ. ഗുഡ്. എന്തായിരുന്നു പ്രിൻസിപ്പിൾ ഉപയോഗിക്കുക? സീറ്റ്സ് ബൈ പോപ്പുലേഷൻ റേഷ്യോ. പിന്നെ കോൺസ്റ്റിറ്റ്യുവൻസീസിലുള്ള പോപ്പുലേഷൻ എന്തായിരിക്കും? ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. ഫൈൻ. ആർട്ടിക്കിൾ 171 എന്തിനെ പറ്റിയാ പറഞ്ഞത്? ലെജിസ്ലേറ്റീവ് കൗൺസിൽസിന്റെ കോമ്പോസിഷൻ. ഓക്കെ, ടോട്ടൽ മെമ്പേഴ്സ് എത്രയാണ്? മാക്സ് 1/3 ഓഫ് ദി സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. മിനിമം എത്രയാണ്? 40 വരുന്നു. ഓക്കെ, ഇനി കോമ്പോസിഷൻ എങ്ങനെയാണ്? 1/12 എവിടെ നിന്ന് വരുന്നു? ഗ്രാജുവേറ്റ്സ്. 1/12 വേറെ എവിടെ നിന്ന് വരുന്നു? 1/3 എവിടെ നിന്ന് വരുന്നു? ലോക്കൽ ബോഡീസ് ആൻഡ് അസംബ്ലീസ്. റെസ്റ്റ് എവിടെ നിന്ന് വരുന്നു? നോമിനേഷൻ ബൈ ഗവർണർ. ഓക്കെ, ഒരു ചോദ്യം ചോദിക്കട്ടെ. ഗവർണർ ഇവിടെ നോമിനേറ്റ് ചെയ്യണ ആരുടെ ബേസിസിലാ? ഇവിടെയും. ഓക്കെ, ദാറ്റ് വി വിൽ എൻഹാൻസ്ലി ഡീറ്റെയിലിൽ നമ്മൾ ഗവർണർ പഠിക്കും. ഓക്കെ ഓക്കെ, ജസ്റ്റ് ചെയ്ത് ഇവിടെയും ആരുടെ എയ്ഡ് ആൻഡ് അഡ്വൈസ് തന്നെയാണ്? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിലാണ്. ഓക്കെ, ബട്ട് ദർ ആർ മോർ പവേഴ്സ് ഫോർ ഗവർണർ. നമ്മളിപ്പോൾ ഡീൽ ചെയ്യും. ഫൈൻ. ഓക്കെ, 172 അല്ലേ? 71 ആണോ 72 ആണോ? 72 എന്തിനെ പറ്റിയിട്ടാ പറഞ്ഞത്? എന്തിനെ പറ്റിയിട്ടാ? ഡ്യൂറേഷൻ ഓഫ് ഹൗസസ്. എന്താണ് ലോക്സഭയുടെ ഡ്യൂറേഷൻ? സോറി, ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ഡ്യൂറേഷൻ 5 years. കൗൺസിലിന്റെ കണ്ടിന്യൂസ് ആണ്. മെമ്പേഴ്സിന്റെ ഡ്യൂറേഷൻ ആണ് എന്ത്? 6 years. അത് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? സെപ്പറേറ്റ് ആണ്. ഗുഡ് ഇനഫ്. അടുത്ത 173 എന്തായിരുന്നു? ക്വാളിഫിക്കേഷൻസ്. എന്തായിരുന്നു ബേസിക് ക്വാളിഫിക്കേഷൻസ്? സിറ്റിസൺഷിപ്പ്, അതിലേക്ക് അത് ലാസ്റ്റ് പറയാം. പിന്നെ ലോകസഭയാണെങ്കിൽ അസംബ്ലി ആണെങ്കിൽ 25 years ഓഫ് ഏജ്, കൗൺസിൽ ആണെങ്കിൽ 30 years ഓഫ് ഏജ്. ഓക്കെ, പിന്നെ എന്ത് മാത്രം മതി? സ്റ്റേറ്റിലെ ഒരു വോട്ടർ ആവാം. പിന്നെ ബാക്കിയുള്ള ക്വാളിഫിക്കേഷൻസ്. ആ പോയിന്റ് മാത്രം ആലോചിച്ച് നോക്കുക. ഹി മസ്റ്റ് ബി എ വോട്ടർ ഫ്രം ദി സ്റ്റേറ്റ്. ഫെയർ ഇനഫ്. ഓക്കെ, 173 അല്ലേ കഴിഞ്ഞ നമ്മള്? 174 എന്തിനെ പറ്റിയിട്ടാണ്? സെഷൻ സമൺ ചെയ്യുക, പ്രൊറോഗ് ചെയ്യുക. ആരാണ് സമൺ ചെയ്യുക? ഗവർണർ. പ്രൊറോഗ് ചെയ്യുന്നത്, ഡിസോൾവ് ചെയ്യുന്നത്, അഡ്ജോൺമെന്റോ? സ്പീക്കർ. റിസസ് എന്താണെന്ന് നമുക്കറിയാം. ഓക്കെ, ആർട്ടിക്കിൾ 175 എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്? ഗവർണറിന്റെ മെസ്സേജ് അയക്കാന്ന് പറയുന്നത്. ഓക്കെ, 176 സ്പെഷ്യൽ അഡ്രസ്. എപ്പോഴൊക്കെയാണ് സ്പെഷ്യൽ അഡ്രസ് കൊടുക്കുക? ഫസ്റ്റ് സെഷൻ ഓഫ് ദി ഇയർ, പിന്നെ ആഫ്റ്റർ ദി എലക്ഷൻ. 177 എന്ത് പറയുന്നു? റൈറ്റ്സ് ഓഫ് മിനിസ്റ്റേഴ്സ്. ഒരാള് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ മെമ്പർ ആണെങ്കിൽ മിനിസ്റ്റർ ആകുമ്പോഴത്തേക്ക് അയാൾക്ക് എവിടെയും പോകേണ്ടി വരും? കൗൺസിലും പോകേണ്ടി വരും. അപ്പൊ അവിടെ പോയി എന്ത് ചെയ്യാം? പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ബട്ട് റെസ്ട്രിക്ഷൻ എന്താണ്? വോട്ടിംഗിൽ. സെയിം അപ്ലൈസ് ഫോർ അഡ്വക്കേറ്റ് ജനറൽ. അവിടെ ആരായിരുന്നു? അറ്റോർണി ജനറൽ ആയിരുന്നു. പതിയെ നമ്മൾ ആ ടെർമിനോളജി മാറ്റിയിട്ട് എന്താക്കിയിട്ടുണ്ട്? അഡ്വക്കേറ്റ് ജനറൽ ആക്കി. സോളിസിറ്റർ ജനറൽ എന്ന് പറയുമ്പോഴത്തേക്കും അറ്റോർണിയുടെ താഴെയുള്ള പോസ്റ്റാണ്. അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ് അല്ല, ഒരു സ്റ്റാറ്റ്യൂട്ടറി പോസ്റ്റാ. ഓക്കെ, അതായത് അറ്റോർണി ജനറലിനെ സഹായിക്കാൻ താഴെ ഒരുപാട് എന്തുണ്ട്? സോളിസിറ്റർമാരുണ്ട്. ഒരുപാടല്ല, കുറച്ച് സോളിസിറ്റർമാരുണ്ട്. പിന്നെ അഡീഷണൽ അഡ്വക്കേറ്റ്സ് ഉണ്ട്. അതാണ് സോളിസിറ്റർ ജനറൽ. ഫൈൻ ആണോ? ഓക്കെ, സോ ഫാർ ഓക്കെ. ഓക്കെ, നൗ ആർട്ടിക്കിൾ 178. നൗ നോക്ക്, അതിലും ഈസി ആയിട്ട് പോവാം. നോക്ക്, സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ. എവിടെ നിന്നായിരിക്കും സ്പീക്കർ വരിക? ആണോ? റൂളിംഗ് ഓക്കെ, ബട്ട് റൂളിംഗ് എന്നല്ലല്ലോ നമ്മൾ പറയാ. എലക്ടഡ് ഫ്രം ഹൂം? മെമ്പേഴ്സ്. എവിടെ നിന്നായിരിക്കും ഡെപ്യൂട്ടി സ്പീക്കർ വരിക? എലക്ടഡ് ഫ്രം മെമ്പേഴ്സ്. ഓക്കെ, ഇവിടെ നമ്മൾ കൺവെൻഷൻസിനെ പറ്റിയിട്ടൊന്നും പേടിക്കണ്ട. കാരണം എന്താ? അതുകൊണ്ടല്ല, പല സംസ്ഥാനങ്ങളിലും പല കൺവെൻഷൻ ആയിരിക്കും. ഓക്കെ, കേരളത്തിലെ ഡെപ്യൂട്ടി സ്പീക്കറിന്റെ കൺവെൻഷൻ ആയിരിക്കൂല എവിടെ ഉണ്ടാവുക? തമിഴ്നാട്ടിൽ ഉണ്ടാവുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണ്ട? അവരൊരു സ്റ്റേറ്റ് എടുത്ത് ചോദിക്കൂല. അതുകൊണ്ട് നമുക്ക് എന്താ? അവിടെ നമുക്ക് ഫ്രീ ആണ്. Okay, so just have to know they are elected from their own members.
Speaker is elected from amongst its members and deputy speaker is elected from amongst its members. Article 179. Vacation, resignation and removal of speaker and deputy speaker. Same provisions. നമ്മൾ എന്താ പറഞ്ഞ സ്പീക്കറിന്റെ സീറ്റ് വേക്കന്റ് ആണെങ്കിൽ ആര് വരും? ഡെപ്യൂട്ടി സ്പീക്കർ. ഡെപ്യൂട്ടി സ്പീക്കറിന്റെ സീറ്റും വേക്കന്റ് ആണെങ്കിൽ ആര് വരും? പ്രസിഡന്റ്. അപ്പൊ ഇവിടെ ആര് വരണം? ഇവിടെ ആര്? ഗവർണർ. അത്ര മാത്രമേ വ്യത്യാസമുള്ളൂ. ഗവർണർ എന്ത് ചെയ്യുന്നു? സോറി, ഇത് ആർട്ടിക്കിൾ 1. ഇറ്റ്സ് അബൌട്ട് വെക്കേഷൻ ആൻഡ് റെസിഗ്നേഷൻ, റിമൂവൽ ഓഫ് സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ. ഐ എം സോറി, ആ ആർട്ടിക്കിൾ അല്ല. ഓക്കെ, നൗ ഇഫ് ഹി വെക്കേറ്റ്സ്, വെൻ വിൽ ഹാവ് ടു വെക്കേറ്റ്? എപ്പോഴാണ് സ്പീക്കറിന് വെക്കേറ്റ് ചെയ്യേണ്ടി വരിക? ഇഫ് ഹി ലോസസ് ഹിസ് സീറ്റ്സ് ഇൻ ദി ലെജിസ്ലേറ്റീവ് അസംബ്ലി. ഒരാൾ സ്പീക്കർ ആവുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ഹി ഈസ് എലക്ടഡ് ഫ്രം ദി അസംബ്ലി. ഇഫ് ഹി ഈസ് നോ മോർ എ മെമ്പർ ഓഫ് ദി അസംബ്ലി, then he cannot become a speaker. So if he ceases to be a speaker of the council, he has to vacate. Okay, now resignation. Speaker ആർക്ക് resignation നടത്തും? Deputy speaker. Deputy speaker ആർക്ക് resignation നടത്തും? Speaker. Same provisions. Now last, removal. Removal എങ്ങനെയാണ്? അവിടെ നമ്മൾ എങ്ങനെയാ പറഞ്ഞത്? ലോക്സഭയുടെ സ്പീക്കർ എങ്ങനെയാ പറഞ്ഞത്? ലോക്സഭയുടെ സ്പീക്കർ എങ്ങനെയാ പറഞ്ഞത്? എഫക്റ്റീവ് മെജോറിറ്റി. സെയിം പ്രൊവിഷൻ ആണ് എന്ത് വരുന്നത്? എഫക്റ്റീവ് മെജോറിറ്റി. ബട്ട് നമ്മൾ ഒരു അഡീഷണൽ പോയിന്റ് കൂടെ ലോക്സഭയുടെ സ്പീക്കറിന്റെ കേസിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ? വിൽ സ്പീക്കർ വെക്കേറ്റ് ഹിസ് ഓഫീസ് ആസ് സൂൺ ആസ് ദി ബോഡി ഈസ് ഡിസോൾവ്ഡ്. അയാൾ എപ്പോൾ വരെ വെയിറ്റ് ചെയ്യും? അൺടിൽ ദ ന്യൂ ഇത് വരുന്നവരെ വെയിറ്റ് ചെയ്യും. എക്സാക്ട്ലി ദ സെയിം പ്രൊവിഷൻ ഹാപ്പൻസ് ഹിയർ ഓൾസോ. നോക്ക്, സ്പീക്കർ ഷാൽ നോട്ട് വെക്കേറ്റ് ഓഫീസ് until immediately before the first meeting of the next legislative assembly. എന്തെങ്കിലും മാറ്റം ഉണ്ടോ? അസംബ്ലിയും ലോക്സഭയുടെ സ്പീക്കറിന്റെ ഇതും തമ്മിൽ എന്തില്ല? ഒരു മാറ്റവും ഇല്ല. വെക്കേറ്റ് ചെയ്യേണ്ടി വരും എപ്പോ? he loses his seat. റിസൈൻ ചെയ്യേണ്ടി വരും എപ്പോ? സോറി, എപ്പോഴല്ല, റിസൈൻ ചെയ്യുകയാണെങ്കിൽ ആർക്ക് റിസൈൻ ചെയ്യണം? ഡെപ്യൂട്ടി സ്പീക്കർ. ഡെപ്യൂട്ടി സ്പീക്കർ റിസൈൻ ചെയ്യണമെങ്കിൽ ആർക്ക് റിസൈൻ ചെയ്യണം? സ്പീക്കർ. നൗ ലാസ്റ്റ് വൺ, റിമൂവൽ. എങ്ങനെയാണ് ഞാൻ റിമൂവ് ചെയ്യുക? എഫക്റ്റീവ് മെജോറിറ്റിയിലാണ് ഞാൻ എന്ത് ചെയ്യുക? റിമൂവ് ചെയ്യും. And he will continue his office till the next speaker comes in. Good enough? Okay, so vacation, resignation, removal. Okay, now adana ഞാൻ പറഞ്ഞത് power of deputy speaker to perform the duties of speaker. Same, office of speaker is vacant, ആര് വരും? Deputy speaker. If deputy speaker is also vacant, but president അല്ല, governor may appoint for the purpose. If speaker is absent, ആര് വരും? If deputy speaker is absent, who will come? Depends upon the rules of the house. അവിടെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താണ്? പല ഹൗസുകൾക്കും എന്തായിരിക്കും? പല റൂൾസ് ആയിരിക്കും. ബട്ട് ജനറലി നീ പറഞ്ഞ കറക്റ്റ് ആണ്. എന്താണ്? അതാ പാനൽ ഓഫ് സ്പീക്കേഴ്സ് എന്നാണ് വരിക. ഫൈൻ, ഒന്നുകൂടെ പറയാം. നോക്ക്, വേക്കൻറ്റും ആബ്സെന്റും തമ്മിൽ ഡിസിഷൻ. ആ വേക്കന്റ് എന്ന് പറഞ്ഞാൽ പോസ്റ്റേ വേക്കന്റ് ആണ്. അപ്പൊ സ്പീക്കർ വേക്കന്റ് ആണെങ്കിൽ ആ സ്ഥാനം ആരെടുക്കും? ഡെപ്യൂട്ടി സ്പീക്കർ എടുക്കും. ഡെപ്യൂട്ടി സ്പീക്കറിന്റെ പോസ്റ്റും വേക്കന്റ് ആണെങ്കിൽ അവിടെ ആര് വരും? someone who governor appoints for. If speaker is absent, then who comes? Deputy speaker chairs. If deputy speaker is also absent, who comes in? Rules of the house. എന്തെങ്കിലും മാറ്റം ഉണ്ടോ? The same thing. Okay, ഞാൻ ഒന്നുകൂടെ പറയാം, മാറിപ്പോയുണ്ട്. ഒന്ന്, വെക്കേറ്റ് ചെയ്യേണ്ടി വരുന്നത് എപ്പോഴാണ്? When does the speaker vacate his seat? When? If he loses his seat. Second, when does speaker when does speaker alla resign to whom? Speaker resigns to whom? Deputy speaker. Deputy speaker resigns to speaker. And the third condition endana? Removal enganeyana? Effective majority. Okay, now if the speaker's seat is vacant, are varum? Deputy. If deputy speaker is also vacant, okay, and if the speaker is absent, deputy speaker comes in. If deputy speaker is also absent, as per the rules of the house. Fine ano? Good enough? Okay, kittunnilla? Okay, now speaker and deputy speaker not to preside while a removal of his resolution is considered. എന്താ സംശയം ഉണ്ടോ? സ്പീക്കറിന്റെയോ ഡെപ്യൂട്ടി സ്പീക്കറിന്റെയോ റിമൂവൽ നടക്കുമ്പോൾ ആര് ചെയർ ചെയ്യാൻ പാടില്ല? ആര് ചെയർ ചെയ്യാൻ പാടില്ല? സ്പീക്കർ ചെയർ ചെയ്യാൻ പാടില്ല. എന്ന് ചെയർ ചെയ്യാൻ പാടില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. എവിടെ ഇരിക്കാം? മെമ്പർ ആയിട്ട് ഇരിക്കാം. Can he vote? He can vote. Can he participate in the discussion? He can participate in the discussion, but the only restriction is that he cannot part in the head the removal of resolution. എന്തുകൊണ്ടാ? നമ്മളൊരു ടെർമിനോളജി അന്ന് ഉപയോഗിച്ചിരുന്നു. അല്ല,
Natural justice. Principle of natural justice. One person cannot be judged on his own case. ഇപ്പം ഞാൻ തന്നെ എൻ്റെ കേസ് വിധിച്ചാലുള്ള കുഴപ്പം എന്താണ്? ഞാൻ എനിക്ക് ഫേവർ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ എടുക്കാതിരിക്കും. ഇവിടെ ചാൻസസ് കുറവാണെങ്കിലും ബട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് സേയിങ് ദാറ്റ് ഹി ഷുഡ് നോട്ട് ഷെയർ ദി റിമൂവൽ പ്രോസസ്. ഫൈൻ. നമ്മൾ ഇവിടെ എത്തി ആർട്ടിക്കിൾ 181. ഓക്കെ, ജസ്റ്റ് ടു റിവൈൻഡ് നോക്ക്. 168 നമ്മൾ എങ്ങനെയാണ് തുടങ്ങിയത്? കോമ്പോസിഷൻ ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എന്തൊക്കെയായിരുന്നു? ഗവർണർ, ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആൻഡ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. ഡസ് ഓൾ ദി സ്റ്റേറ്റ്സ് ഹാവ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ? ഇല്ല. ഏതൊക്കെ സ്റ്റേറ്റ്സിനാണ്? ബീഹാർ, യു പി, പിന്നെ മഹാരാഷ്ട്ര, കർണാടക, പിന്നെ ആന്ധ്ര. നൗ ആർട്ടിക്കിൾ 169 അബോളിഷൻ ഓർ ക്രിയേഷൻ. പ്രോസസ് എവിടുന്ന സ്റ്റാർട്ട് ചെയ്യുക? അസംബ്ലി നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. അസംബ്ലിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഏത് റെസൊല്യൂഷനിൽ പാസ് ചെയ്യണം? എന്ത് മെജോറിറ്റിയിൽ പാസ് ചെയ്യണം? സ്പെഷ്യൽ മെജോറിറ്റിയിൽ ഞാൻ എന്ത് ചെയ്യണം? പാസ് ചെയ്യണം. ആൻഡ് ദെൻ ഇറ്റ് ഗോസ് ടു ദി പാർലമെന്റ്. ഇൻ ദി പാർലമെന്റ് ഐ ജസ്റ്റ് ഹാവ് ടു പാസ് ഇൻ സിംഗിൾ മെജോറിറ്റി. ഗുഡ് ഇനഫ്. ഞാൻ അബോളിഷോ ക്രിയേറ്റോ ചെയ്തു. ആർട്ടിക്കിൾ 170 എന്തിനെ പറ്റി പറയുന്നു? കോമ്പോസിഷൻ ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. മാക്സിമം ലിമിറ്റ് എത്രയാണ്? മിനിമം ലിമിറ്റ് എത്രയാണ്? ഓൾ ദ കണ്ടീഷൻസിൽ അങ്ങനെയാണോ? അല്ല. ഞാൻ എങ്ങനെയാണ് ഒരാളെ എലക്ട് ചെയ്യുക? ഫസ്റ്റ് പാസ് ദി പോസ്റ്റ് സിസ്റ്റം. ഓക്കെ. നൗ 171 ആണോ? 171 എന്തിനെ പറ്റി പറയുന്നു? കോമ്പോസിഷൻ ഓഫ് ദി ലെജിസ്ലേറ്റീവ് കൗൺസിൽ. ടോട്ടൽ എത്രയാണ്? മാക്സ് എത്രയാണ്? 1/3 ഓഫ് ദി ലെജിസ്ലേറ്റീവ് അസംബ്ലി. മിനിമം എത്രയാണ്? 40 ആണ് മിനിമം വരിക. എങ്ങനെയൊക്കെയാണ് ഞാൻ ആൾക്കാരെ കൊണ്ടുവരിക? ശരി, 1/3 എവിടെ നിന്നാ വരിക? 1/3 ലോക്കൽ ബോഡീസ്, 1/3 സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, 1/12 പിന്നെ 1/6 ലാസ്റ്റ് നോമിനേറ്റഡ് മെമ്പേഴ്സ്. നോമിനേഷന്റെ ക്രൈറ്റീരിയാസ് ആർട്ട്, ലിറ്ററേച്ചർ, സയൻസ്, സോഷ്യൽ സർവീസ്, കോപ്പറേറ്റീവ്സ്. ഫെയർ എനഫ്. ഓക്കെ. നൗ എവിടെ നിർത്തിയത്? 171 നിർത്തിയ. 172 എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്? ഡ്യൂറേഷൻ ഓഫ് ദി ഹൗസസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? 6 years is the duration of legislative council. സമ്മതിക്കോ? ഇല്ല. legislative council എന്താണ്? പെർമനന്റ് ബോഡിയാണ്. A member in the legislative council sits for 6 years. And is it said in RPA? Legislative assemblyയുടെ ഡ്യൂറേഷനോ 5 years. Fair enough. Okay. Now 173 എന്ത് പറയുന്നു? ക്വാളിഫിക്കേഷനെ പറ്റി പറയുന്നു. എന്താണ് ക്വാളിഫിക്കേഷനിലെ ബേസിക് വ്യത്യാസം? പാർലമെന്റിനെ വെച്ച് നോക്കുമ്പോൾ വ്യത്യാസം എന്താണ്? He must be a voter of the state. Okay. Now അടുത്ത 174 എന്തിനെ പറ്റി പറയുന്നു? സെഷൻ സമ്മണീനെ പറ്റി പറയുന്നു. ആരാണ് സമൺ ചെയ്യുന്നത്? പ്രൊറോഗ് ചെയ്യുന്നത്. ഓക്കെ. നൗ ഡിസോൾവ് ചെയ്യുന്നത്. ഇതിനിടയ്ക്കുള്ള അഡ്ജോൺമെന്റ് ആര് ചെയ്യുന്നു? സ്പീക്കർ ചെയ്യുന്നു. ഗുഡ് ഇനഫ്. ഓക്കെ. നൗ ആർട്ടിക്കിൾ 175 റൈറ്റ്സ് ഓഫ് ദി ഗവർണർ ടു അഡ്രസ് അല്ലെങ്കിൽ പാസ് മെസ്സേജസ്. പിന്നെ 176 എന്തിനെ പറ്റി പറയുന്നു? അഡ്രസ്സുകളെ പറ്റി പറയുന്നു. എപ്പോഴാണ് അഡ്രസ് ചെയ്യുക? ആഫ്റ്റർ ദി ഫസ്റ്റ് സെഷൻ ഓഫ് ദി ഇയർ, പിന്നെ ന്യൂ എലക്ഷൻ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള എലക്ഷൻ കഴിഞ്ഞ് വന്നുള്ള ഫസ്റ്റ് സെഷൻ. ഓക്കെ. നൗ ആർട്ടിക്കിൾ 103 ഐ ലോസ്റ്റ് ട്രാക്ക്. 177 എന്തിനെ പറ്റി പറയുന്നു? റൈറ്റ്സ് ഓഫ് ദി മിനിസ്റ്റേഴ്സ് ആൻഡ് അഡ്വക്കേറ്റ് ജനറൽ. എന്താണ് അവരുടെ റൈറ്റ്? അവർക്ക് ഏത് സെഷനിലും എന്ത് ചെയ്യാം? അറ്റൻഡ് ചെയ്യാം. പക്ഷേ ഇഫ് ഈസ് നോട്ട് എ മെമ്പർ എന്തില്ല? വോട്ടിംഗ് റൈറ്റ്സ് ഇല്ല. ഓക്കെ. നൗ വി ഹാവ് കംപ്ലീറ്റഡ് 177. 178 എന്തിനെ പറ്റി പറയുന്നു? സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ. ഫ്രം വേർ ആർ ദി എലക്ടഡ്? ഫ്രം അമംഗ്സ്റ്റ് ദി മെമ്പേഴ്സ് ഇറ്റ്സെൽഫ്. Speaker is elected from the members. Similarly, deputy speaker is also elected from the members. Okay. നമ്മൾ ഇവിടെ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ച കൺവെൻഷൻ എന്തായിരുന്നു? ലോക്സഭയിൽ പറഞ്ഞപ്പം ഡെപ്യൂട്ടി സ്പീക്കർ is elected from the opposition. Convention from when? 11th ലോക്സഭ. ബ്യൂട്ടിഫുൾ. 11th ലോക്സഭ തൊട്ടാണ് നമുക്ക് അങ്ങനെ ഒരു കൺവെൻഷൻ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഫൈൻ. ഗുഡ് ഇനഫ്. ആരാണ് ഇന്ത്യയുടെ ഫസ്റ്റ് സ്പീക്കർ എന്നൊക്കെ ഓർമ്മയുണ്ടോ? മവ്ലങ്കർ. ഓക്കെ. ഫൈൻ. പിന്നെ ഏത് ആർട്ടിക്കിളായി? 178 ആണ് പറഞ്ഞത്. ഇപ്പം 179 എന്തിനെ പറ്റി പറയുന്നു?
വെക്കേഷനെ പറ്റി പറയുന്നു. If when does he vacate? If he loses his seat, when does he resign? അല്ല, when does he resign? അല്ല, to whom does he resign? To a speaker. Speaker ആണെങ്കിൽ deputy speaker. Deputy speaker ആണെങ്കിൽ speaker. Okay? And then removal procedure എങ്ങനെയാണ്? Effective majority. And what is effective majority? Just to rewind. Come back to basic. എന്താണ് effective majority? Total seats minus vacant by 2 plus 1. Fine, മറക്കരുത്. Total minus vacant by 2 plus 1. Fair enough. Okay? Now, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തിലേക്ക് വന്നു? പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? Absent ആണെങ്കിൽ, അതായത് if speaker seat is vacant, who will take it? Deputy speaker. If deputy speaker is vacant, rules of, if it is vacant, ആരാണ്? Governor will designate. So, if the speaker is absent, if deputy speaker is absent, rules of the house says. Good enough? Fair enough? ഇനി നമ്മൾ ലാസ്റ്റ് ആർട്ടിക്കിൾ 181 വന്നു. 181 എന്ത് പറയുന്നു? സ്പീക്കറിന്റെ റിമൂവൽ പ്രൊസീജിയറിന്റെ സമയത്ത് ആര് ചെയർ ചെയ്യാൻ പാടില്ല? സ്പീക്കർ ചെയർ ചെയ്യാൻ പാടില്ല. Fair enough? Any doubts? Okay. Now, chairman and deputy chairman of the legislative council. ഇവിടെ ഒരു ചെറിയ വ്യത്യാസം വരും. എന്തുകൊണ്ടാ? അവിടെ എങ്ങനെയായിരുന്നു? The chairman would be the ex officio post. ആര് ex officio കാരണം വരും? Vice president as an ex officio post helps the chairmanship of legislative council, Rajya Sabha. But here simple ആണ്. ആ വരുന്ന അത്രയും ആൾക്കാരിൽ നിന്ന് is elected amongst the members. Deputy chairman is also elected from the members. So ഒരു സ്റ്റേറ്റ്മെന്റ് വന്നാൽ തെറ്റിക്കാൻ പാടില്ല. എന്താണ്? ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ ചെയർമാൻ ഒരു എക്സ് ഒഫീഷ്യോ പോസ്റ്റ് അല്ല. കാരണം ഗവർണറിന്റെ താഴെ നമുക്ക് വൈസ് ഗവർണർ എന്നുള്ള പോസ്റ്റ് ഇല്ല. ഗവർണർ മാത്രമേ ഉള്ളൂ. പ്രസിഡന്റ് താഴെ നമുക്ക് എന്ത് പോസ്റ്റ് ഉണ്ടായിരുന്നു? വൈസ് പ്രസിഡന്റ് ഉണ്ടായിരുന്നു. സോ വി ഗേവ് ആൻ എക്സ് ഒഫീഷ്യോ പോസ്റ്റ് ടു ചെയർമാൻ. ബട്ട് ഇവിടെ എന്തില്ല? നമുക്കൊരു വൈസ് ഗവർണർ പോസ്റ്റ് ഇല്ല. സോ നാച്ചുറലി ചെയർമാൻ വുഡ് ബി എലക്ടഡ് ഫ്രം ദി മെമ്പേഴ്സ് ലൈക്ക് സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ. Fine. Deputy chairman will be elected from the members. Article 182. Fair enough. Okay. Now, Article 183. Again the same. നോക്ക്, ചെയർമാൻ വെക്കേറ്റ് ചെയ്തു. സോറി, ചെയർമാന്റെ സീറ്റ് വേക്കന്റ് ആണോ? അല്ല. എപ്പോഴാണ് ചെയർമാൻ വെക്കേഷൻ ചെയ്യേണ്ടി വരിക? മെമ്പർ അല്ലാത്തപ്പം. ഓക്കെ. സെക്കൻഡ്, റെസിഗ്നേഷൻ എപ്പോഴാണ് ചെയ്യേണ്ടി വരിക? എപ്പോഴാണ് ചെയ്യേണ്ടി വരിക? ആർക്കാണ് റെസിഗ്നേഷൻ നടത്തേണ്ടി വരിക? സ്പീക്കർ വിൽ, ചെയർമാൻ വിൽ റെസിഗ്നേറ്റ് ടു vice chairman. Vice chairman will resignate to chairman. And the last one, removal. Removal ഏതാണ്? Effective majority. Okay. Same provisions ആണ് അവിടെയും ഇവിടെയും പോകുന്നത്. പറഞ്ഞോ. Okay. Fine. Same provisions ആണ് എന്ത് പോകുന്നത്? അവിടെയും ഇവിടെയും ഇതായിട്ട് പോകുന്നത്. Okay. Now, Article 184. Chairman vacant ആണെങ്കിൽ naturally എന്താണ്? Deputy chairman. Deputy chairman vacant ആണെങ്കിൽ governor will designate. So if chairman is absent, ആര് വരും? Deputy chairman. If deputy chairman absent, as per the absent ആവുമ്പം as per the rules of the house. Fair ആണോ? Did you understand? Any doubts till now? Okay. Now again 185. ഇവിടെ ഒരു ചേഞ്ച് ഉണ്ട്. രാജ്യസഭയുടെ ചെയർമാന് വോട്ട് ചെയ്യാനുള്ള പവർ ഉണ്ടായിരുന്നോ? When his removal is in place, he cannot chair. He cannot vote also. Because why? He is not a member. But here chairman is a member. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? എന്ത് മാത്രം ലിമിറ്റേഷൻ ഉള്ളൂ? He cannot chair his removal procedures. But എന്തുണ്ടാവും? He can vote and sit for the proceedings. So same as the parliament, but only one difference. ആ ഡിഫറൻസ് മാത്രം നോട്ട് ചെയ്യുക. ഇവിടെ വോട്ട് ചെയ്യാനുള്ള പവർ ഉണ്ട്. സോ ആർട്ടിക്കിൾ 185. എഴുതണോ? വായിക്കാൻ പറ്റുന്നുണ്ടോ? Is it clear? Fine. Just try the question.
ഇനി അതർ അഭിപ്രായം ഉണ്ടോ? വായിച്ചോ എല്ലാവരും? മറുത്തൊരു അഭിപ്രായം ഉണ്ടോ ഇതിൽ? ഓക്കെ, ഇനി അതർ നമുക്ക് വന്നാലും നോക്കാം. The legislative council of a state can be larger in size than half of the legislative assembly of that particular state. Maximum limit എത്രയാ? 1/3. ഓക്കെ, സോ ഹാഫ് ആൻഡ് മോർ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, മാത്രമല്ല ഈ നമുക്ക് കൺഫ്യൂഷൻ ആയാലും ഈ സ്റ്റേറ്റ്മെന്റ് കണ്ടില്ലേ, കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ലാംഗ്വേജ് വെച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ എപ്പോഴും എന്തായിരിക്കും, ഭയങ്കര പ്രിസൈസ് ആയിട്ടായിരിക്കും പറയുന്ന കാര്യങ്ങൾ ഭയങ്കര പ്രിസൈസ് ആയിട്ടാണ് പറയാം. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ സ്റ്റേറ്റ്മെന്റ് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്ക്, പകുതി കൂടുതൽ ഏതെങ്കിലും ഒരു കണക്കാവാന്ന്, അങ്ങനെയല്ലേ പറയുന്നത്? ക്യാൻ ബി ലാർജർ ഇൻ സൈസ് ദാൻ ഹാഫ് ഓഫ് ദി ലെജിസ്ലേറ്റീവ് ഓഫ് ദ പർട്ടിക്കുലർ സ്റ്റേറ്റ്. അതിന്റെ അർത്ഥം എന്താണ്? ഒരു അപ്പർ ലിമിറ്റ് പറയുന്നില്ല. കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ലാംഗ്വേജ് എപ്പോഴും നിങ്ങൾ ഇതുവരെ 3 മാസം പഠിച്ചതിൽ നിന്ന് നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ലാംഗ്വേജ് എങ്ങനെയാണ്? എപ്പോഴും ഭയങ്കര പ്രിസൈസ് ആയിരിക്കും. ഓക്കെ, ഇവിടെ അവരെന്താ പറയുന്നത്? വളരെ വേഗമായിട്ട് പറയാണ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ സൈസിന്റെ മുകളിലായിരിക്കും എന്നുള്ളത്. അപ്പൊ ലാംഗ്വേജ് തെറ്റാണ്. എന്താണ്? 2, the governor of the state nominates the chairman of the legislative council of the particular state. ശരിയാണോ? How is the chairman elected? Elected from members, elected from the amongst the members. So 1 തെറ്റാ, 2 തെറ്റാ, answer becomes D. Fair enough. Okay, try. വായിക്കാൻ പറ്റുന്നുണ്ടോ ഇപ്പോഴോ? Neither 1 and 2 ആ? കേട്ടില്ല? ഇതായിരുന്നു അന്ന് വേഗമായിട്ട് വന്നൊരു സ്റ്റേറ്റ്മെന്റ്. പക്ഷെ നിങ്ങളുടെ ജഡ്ജ്മെന്റ് എന്തായിരിക്കും എനിക്ക് അറിയേണ്ടത്. ഇതിൽ നിങ്ങൾ ശരിയായിട്ട് എടുക്കോ തെറ്റായിട്ട് എടുക്കോ എന്നുള്ളത്. നിങ്ങൾ ശരിയായിട്ടാണ് എടുക്കണമെങ്കിൽ അതിനുള്ള ആർഗ്യുമെന്റ് വേണം, തെറ്റായിട്ട് എടുക്കുകയാണെങ്കിൽ അതിനുള്ള ആർഗ്യുമെന്റും വേണം. ആവാലോ, കുഴപ്പമില്ലല്ലോ. ഓക്കെ, കറക്റ്റ് ആണ്. ഓക്കെ, ഞാൻ ഇതിലേക്ക് വരാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓക്കെ ആണോ? The government makes a customary address to the members of the house at the commencement of the first session of the year. First session of the year എന്ത് ചെയ്യുന്ന? അഡ്രസ് ചെയ്യുന്നുണ്ട്. വേറെ എപ്പോഴും അഡ്രസ് ചെയ്യാം? ആഫ്റ്റർ ദി എലക്ഷൻസ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് സിറ്റിംഗിൽ എന്ത് ചെയ്യും? ഒരു എന്തുണ്ട്? സിറ്റിംഗ് ഉണ്ട്. സോ ദാറ്റ് ഈസ് ഓക്കെ. ഓക്കെ, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് അത് വേഗമായിരുന്നു. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇത് ചെയ്യാൻ പറ്റില്ല. നമ്മൾ അവിടെ വെച്ചിട്ട് നമ്മൾ കോൾ എടുക്കണം. ഓക്കെ, when a state legislature does not have a rule on a particular matter, it follows Lok Sabha on that matter. See, matter follow ചെയ്താ എന്താ കുഴപ്പം? ലോക്സഭ is a more കാര്യങ്ങൾ കണ്ട് ഒരു റെപ്പോസിറ്ററി ഓഫ് എന്തായിരിക്കും? ഡീറ്റെയിലിംഗ് ആയിരിക്കും. ഓക്കെ, അപ്പൊ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഉള്ളതിനേക്കാളും കൂടുതൽ റൂൾസും എക്സ്പീരിയൻസും ആർക്ക് ഉണ്ടാവും? ലോക്സഭയ്ക്ക് ഉണ്ടാവും. നമുക്ക് ഇതിൽ എക്സ്ട്രീം ആയിട്ട് നമുക്കൊന്നും കാണാനും പറ്റുന്നില്ല. ഒരു റൂൾ ഇല്ലെങ്കിൽ ആരെ റൂൾ എടുക്കുന്നു? ലോകസഭ മാത്രമേ എടുക്കുന്നു എന്നും പറയുന്നുണ്ടോ? ഡസ് നോട്ട് ഹാവ് എ റൂൾ, ഇറ്റ് ഫോളോസ് ലോക്സഭ ഓൺലി എന്ന് പറയായിരുന്നു. നമുക്ക് എന്ത് ചെയ്യായിരുന്നു? എലിമിനേറ്റ് ചെയ്യായിരുന്നു. ബട്ട് ഇവിടെ എന്തേ പറയുന്നുള്ളൂ? ലോക്സഭ കൺസിഡർ ചെയ്യുന്നേ പറയുന്നുള്ളൂ. സോ നാച്ചുറലി ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയായിട്ടാണ് എടുക്കേണ്ടത്. ഫൈൻ. ഓക്കെ, ഞാൻ പറയുന്നത് സാർ, നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റിൽ എവിടെയും തെറ്റ് പറയാൻ പറ്റുന്നില്ല. ശരി പറയാൻ പറ്റുന്നില്ലെങ്കിലും നമുക്ക് എന്ത് പറയാൻ പറ്റുന്നില്ല? തെറ്റ് പറയാൻ പറ്റില്ല. പലപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു സ്ട്രാറ്റജി എന്താണ്? റിലേറ്റീവ്ലി ആണ് നമ്മൾ നോക്കുക. ഈ സ്റ്റേറ്റ്മെന്റിൽ എവിടെയെങ്കിലും നമുക്ക് തെറ്റ് പറയാൻ നോക്കാം. ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് ഒരു നിയമം ഇല്ലെങ്കിൽ, ഒരു റൂൾ ഇല്ലെങ്കിൽ അവർ എവിടത്തേക്കായിരിക്കും നോക്കുക? ചിലപ്പോൾ ബാക്കിയുള്ള അസംബ്ലികളിലേക്ക് നോക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അവർ എങ്ങോട്ട് നോക്കുന്നുണ്ടാവാം? ലോക്സഭയിലേക്ക് നോക്കുന്നുണ്ടാവാം. ആൻഡ് ദേ യൂസ് ദ ലോക്സഭ on that matter. Pretty much logical. If the statement was it follows only the Lok Sabha on that matter, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യായിരുന്നു? എലിമിനേറ്റ് ചെയ്യായിരുന്നു. But they are only telling that they are using Lok Sabha. That seems to be correct. And so എന്താണ്? Both 1 and 2. First statement correct ആണ്, second statement ആണ് both 1 and 2. വായിക്കാൻ പറ്റുന്നുണ്ടോ? ഫൈൻ. തിരിച്ചെന്തെങ്കിലും ആൻസർ ഉണ്ടോ?
Okay. The Speaker of the Legislative Assembly shall vacate his her office if she ceases to be a member of assembly. എപ്പോഴാണ് വെക്കേറ്റ് ചെയ്യേണ്ടി വരിക? അതിന്റെ മെമ്പർഷിപ്പ് പോയിട്ടുണ്ടെങ്കിൽ. Second one, whenever the legislative assembly is dissolved, the speaker shall vacate his office immediately. ആണോ? അല്ല. കാരണം എന്താണ്? Until the next one comes. Only the constitutional provisions direct ആയിട്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പിക്ക് ചെയ്തേക്കുക. Fine, nothing more, nothing less. Good enough. Okay. Fine. Salaries and allowances of CD ആരാണ്? ചെയർമാൻ, ഡെപ്യൂട്ടി ചെയർമാൻ, സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ. ആരായിരിക്കും നിർണ്ണയിക്കുക? സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. അവിടെ ആരായിരുന്നു? പാർലമെന്റ്. ഇവിടെ ആരാണ്? ഫൈൻ. അൺടിൽ ദെൻ ഇനീഷ്യലി ആ നിയമം ഉണ്ടാക്കുന്നവരെ അവിടെ മെൻഷൻഡ് ആയിരിക്കും. സെക്കൻഡ് ഷെഡ്യൂളിൽ മെൻഷൻഡ് ആയിരിക്കും. ഓക്കെ. സെക്കൻഡ് ഷെഡ്യൂൾ എന്തായിരുന്നു? സാലറീസ് ആൻഡ് എമോൾമെന്റ്സിനെ പറ്റിയിട്ട് പറഞ്ഞു. അപ്പൊ അവിടെ മെൻഷൻ ആയിരിക്കും. പിന്നെ ഇവർ ഇത് ചെയ്യുമ്പോൾ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഫിക്സ് ചെയ്യുമ്പോൾ അത് സ്റ്റേറ്റിലേക്ക് ആവും. ഇസ് ഇറ്റ് ഫൈൻ? ഓക്കെ. നൗ ആർട്ടിക്കിൾ 187, സെക്രട്ടേറിയറ്റ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേഷൻ. ഓക്കെ. എല്ലാ ഒരു അസംബ്ലിക്കും നമ്മുടെ നിയമസഭയ്ക്ക് എന്തുണ്ടാവും? സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു എന്തുണ്ടാവും? ഒരു സെക്രട്ടേറിയറ്റ് ഉണ്ടാവും. ജസ്റ്റ് ലൈക്ക് ലോക്സഭ ഹാഡ് എ സെക്രട്ടേറിയറ്റ്, രാജ്യസഭ ഹാഡ് എ സെക്രട്ടേറിയറ്റ്. സിമിലർലി ഇവിടെ എന്തുണ്ട്? ഓരോന്നും സെക്രട്ടേറിയറ്റ് ഉണ്ടാവും. ഓക്കെ. നിങ്ങൾ PSC എഴുതിയിട്ട് ഇവിടെ ജോലി കിട്ടിയവരെ എനിക്ക് അറിയായിരിക്കും. എനിക്കറിയില്ല, എനിക്ക് 2-3 പേരൊക്കെ അറിയാം. എന്താണ്? നിയമസഭയുടെ അകത്ത്. ഓക്കെ. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം എന്ന് തന്നെയാണ് അവർ കയറുന്നത്. അവർ എന്തിലേക്കാണ് പോകുന്നത്? സെക്രട്ടേറിയറ്റ് സ്റ്റാഫിലേക്കാണ് പോകുന്നത്. ഫൈൻ. ഓക്കെ. നൗ ആർട്ടിക്കിൾ 188. ഓക്കെ. അതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യാം. 20 ആർട്ടിക്കിളായി. ഓക്കെ. നോക്ക്, 168 നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. 168 എന്തായിരുന്നു പറഞ്ഞത്? എന്തായിരുന്നു? കോമ്പോസിഷൻ ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. എന്തൊക്കെയായിരുന്നു സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ? ഗവർണർ, ലെജിസ്ലേറ്റീവ് കൗൺസിൽ, ലെജിസ്ലേറ്റീവ് അസംബ്ലി. ഓക്കെ. ലെജിസ്ലേറ്റീവ് കൗൺസിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടോ? ഇല്ല. ഏതൊക്കെ സംസ്ഥാനങ്ങളിലേ ഉള്ളൂ? UP, ബീഹാർ, മഹാരാഷ്ട്ര ആൻഡ് കർണാടക ആൻഡ് ആന്ധ്രാപ്രദേശ് ആൻഡ് തെലങ്കാന. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ. പാർലമെന്ററി സിസ്റ്റം തന്നെയല്ലേ ഫോളോ ചെയ്യുന്നത്? ബ്രിട്ടീഷ് പാർലമെന്ററി സിസ്റ്റം തന്നെയാണ് ഫോളോ ചെയ്ത് വരുന്നത്. ഓക്കെ. 169 എന്താണ് പറയുന്നത്? ക്രിയേഷൻ ആൻഡ് അബോളിഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ. എങ്ങനെയാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുക? ഇറ്റ് സ്റ്റാർട്ട്സ് ഇൻ ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി. ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ആ പ്രൊസീജിയർ എങ്ങനെ പാസ്സാവണം? സ്പെഷ്യൽ മെജോറിറ്റിയിൽ പാസ് ചെയ്യണം ഒരു റെസൊല്യൂഷൻ. ആ റെസൊല്യൂഷൻ എങ്ങോട്ട് പോകണം? പാർലമെന്റിൽ അത് എന്തിൽ പാസ് ചെയ്യണം? സിമ്പിൾ മെജോറിറ്റി. സോ ദാറ്റ്സ് ഓൾസോ ഡൺ. ഓക്കെ. ആർട്ടിക്കിൾ 170 എന്തിനെ പറ്റി പറയുന്നു? കോമ്പോസിഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. ഹയർ ലിമിറ്റ് എത്രയാണ്? മിനിമം ലിമിറ്റ് എല്ലാ സ്റ്റേറ്റിലും അങ്ങനെയാണോ? അല്ല. ഹൗ ഡു ഐ അലോക്കേറ്റ് ദി നമ്പർ ഓഫ് സീറ്റ്സ്? ഡീലിമിറ്റേഷൻ വെച്ച് എങ്ങനെയാണ് ഇലക്ഷൻ നടപ്പാക്കുന്നത്? ഫസ്റ്റ് പാസ് ദി പോസ്റ്റ് സിസ്റ്റം. നൗ ആർട്ടിക്കിൾ 171 അല്ലേ? ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ എത്ര മാക്സിമം മെമ്പേഴ്സ് ആവാം? 1/3 ഓഫ് ദി ലെജിസ്ലേറ്റീവ് അസംബ്ലി ആൻഡ് മിനിമം 40. ഓക്കെ. നൗ എങ്ങനെയാണ് ഡിവിഷൻ? 1/3 എവിടെ നിന്നാണ്? ഫ്രം ദി ലോക്കൽ ബോഡീസ്. 1/3 എവിടെ നിന്നാണ്? സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ്. 1/12 എവിടെ നിന്നാണ്? 1/12 1/6 either way എന്താണ്? ഗവർണറിന്റെ നോമിനേഷൻ വരുന്ന ക്രൈറ്റീരിയസ് എന്തൊക്കെയാണ്? ആർട്ട്, ലിറ്ററേച്ചർ, സോഷ്യൽ സയൻസ്, സോഷ്യൽ സർവീസ്, സയൻസ്, പിന്നെ കോപ്പറേറ്റീവ്സ്. ഗുഡ്. ഓക്കെ. ആർട്ടിക്കിൾ 172 എന്തിനെ പറ്റി പറയുന്നു? ഡ്യൂറേഷൻ. എത്രയാണ് ഡ്യൂറേഷൻ? ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ഡ്യൂറേഷൻ എത്രയാണ്? 5 years ആണ്. രാജ്യസഭയുടെ ഡ്യൂറേഷൻ, ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ ഡ്യൂറേഷൻ കണ്ടിന്യൂസ് ആണ്. പക്ഷെ മെമ്പറിന്റെ ഡ്യൂറേഷൻ 6 years ആണ് ആസ് പെർ RP Act. ഫൈൻ. നൗ ആർട്ടിക്കിൾ 173 ക്വാളിഫിക്കേഷൻ. എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷനിലെ വ്യത്യാസം? പാർലമെന്റിന് വെച്ചുള്ള വ്യത്യാസം എന്താണ്? വോട്ടർ ആയിരിക്കണം. കൗൺസിലും അസംബ്ലിയും തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കണം? 25 years ആൻഡ് 30 years. അസംബ്ലിയിലേക്ക് 25 years മതി. കൗൺസിലിലേക്ക് എന്ത് വേണം? 30 years വേണം. ഫൈൻ. അടുത്ത 174 എന്തിനെ പറ്റി പറയുന്നു? സെഷൻസിനെ പറ്റിയിട്ട് പറയുന്നു. സെഷൻസ് ആർ സമ്മൺഡ് ബൈ
ഗവർണർ. പ്രൊറോഗ്ഡ് ആൻഡ് ഡിസോൾവ്ഡ് ബൈ ഗവർണർ. അഡ്ജോൺമെന്റ് ആര് ക്യാരി ഔട്ട് ചെയ്യുന്നു? സ്പീക്കർ ക്യാരി ഔട്ട് ചെയ്യുന്നു. ഓക്കെ, വി നോ വാട്ട് ഇസ് റിസസ് ഓൾസോ. ആർട്ടിക്കിൾ 175 ഗവർണറിന് എന്ത് ചെയ്യാം? മെസ്സേജസ് സെൻഡ് ചെയ്യാം. 176 എന്താണ്? കസ്റ്റമറി ആണോ? ഏതാ? സ്പെഷ്യൽ അഡ്രസ് ബൈ ദി ഗവർണർ അല്ലെങ്കിൽ കസ്റ്റമറി അഡ്രസ് ബൈ ദി ഗവർണർ. എപ്പോഴൊക്കെയാണ്? ഫസ്റ്റ് സെഷൻ ഓഫ് ദി ഇയർ ആൻഡ് എലക്ഷൻ കഴിഞ്ഞിട്ടുള്ള. ഓക്കെ, നൗ നെക്സ്റ്റ് 176 അല്ലേ? നോക്കി പറഞ്ഞു നിങ്ങളുടെ നോട്ടിൽ എന്തെങ്കിലും 177 എന്ത് പറയുന്നു? റൈറ്റ്സ് ഓഫ് ദി മിനിസ്റ്റേഴ്സ് ആൻഡ് അഡ്വക്കേറ്റ് ജനറൽ. എന്തിനെ പറ്റി പറയുന്നു? അതായത് they can attend the sessions but limitation എന്താണ്? cannot vote. okay, now article 178 എന്തിനെ പറ്റി പറയുന്നു? speaker and deputy speaker. speaker and deputy speaker are elected from amongst the members itself. okay, now article 179 vacation. speaker vacate ചെയ്യേണ്ടത് എപ്പോഴാണ്? if he loses his membership. ആ ഹൗസിലെ മെമ്പർഷിപ്പ് പോയാൽ അയാൾ എന്ത് ചെയ്യണം? വെക്കേറ്റ് ചെയ്യണം. ആരോടാണ് റിസൈൻ ചെയ്യേണ്ടത്? ആരില്ലേ? ഡെപ്യൂട്ടി സ്പീക്കർ. ഡെപ്യൂട്ടി സ്പീക്കർ ആർക്കാണ്? സ്പീക്കറിനാണ്. പിന്നെ റിമൂവൽ ഏത് മെജോറിറ്റി വെച്ചിട്ടാണ്? എഫക്റ്റീവ് മെജോറിറ്റി. ഗുഡ് ഇനഫ്. ഓക്കെ, അടുത്ത ആർട്ടിക്കിൾ ഏതിനെ പറ്റിയിട്ടാണ് പറയുന്നത്? സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കറിന്റെ പവേഴ്സ് വെൻ വേക്കന്റ് ആണെങ്കിൽ. സ്പീക്കർ അല്ലേ? കറക്റ്റ് ആർട്ടിക്കിൾ അല്ലേ? നോക്കി പറഞ്ഞോ, കുഴപ്പമില്ല. ഏതാ? സ്പീക്കർ വേക്കന്റ് ആണെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ. ഡെപ്യൂട്ടി സ്പീക്കറും വേക്കന്റ് ആണെങ്കിൽ ഗവർണർ ഡിസൈഡ്സ്, അപ്പോയിന്റ് ചെയ്യും. ആബ്സെന്റ് ആണെങ്കിലോ? സ്പീക്കർ ആബ്സെന്റ് ആണെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ. ഡെപ്യൂട്ടി സ്പീക്കർ ആബ്സെന്റ് ആണെങ്കിൽ ഹൗസ്, റൂൾസ് ഓഫ് ദി ഹൗസ് എന്ത് ചെയ്യും? അത് നിർണ്ണയിക്കും. ഫൈൻ. അടുത്ത ആർട്ടിക്കിൾ ആർട്ടിക്കിൾ 181 എന്തിനെ പറ്റിയിട്ടാണ്? റിമൂവൽ ഓഫ് സ്പീക്കർ കനോട്ട് ചെയർ ദി റിമൂവൽ പ്രൊസീജിയർ. ഓക്കെ, സ്പീക്കറിന് റിമൂവ് ചെയ്യുന്ന റിമൂവൽ പ്രൊസീജിയർ ആര് ചെയർ ചെയ്യാൻ പാടില്ല? സ്പീക്കർ ചെയർ ചെയ്യാൻ പറ്റില്ല. വോട്ട് ചെയ്യാൻ പറ്റുമോ? സിറ്റ് ചെയ്യാൻ പറ്റുമോ? സിറ്റിംഗും പറ്റും, വോട്ടിങ്ങും പറ്റും, അറ്റൻഡിങ്ങും പറ്റും. പക്ഷെ എന്തില്ല? സ്പീക്കറിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ചെയർ ചെയ്യാൻ പറ്റില്ല. ഫെയർ ഇനഫ്. ഓക്കെ, നൗ ആർട്ടിക്കിൾ 182 ചെയർമാൻ ആൻഡ് ഡെപ്യൂട്ടി ചെയർമാൻ എലക്ടഡ് ഫ്രം വേർ? ഫ്രം ദി മെമ്പേഴ്സ് ഇറ്റ്സെൽഫ്. ഇവിടെയാണ് നമ്മൾ ആരായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്? രാജ്യസഭയായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. രാജ്യസഭയായിട്ട് ഡിഫറൻസ് എന്താണ്? രാജ്യസഭയിൽ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആണ്. Who is the chairman? Vice President. ഇവിടെ they are elected from the members itself. Fine. Deputy chairman elected from the members itself. അടുത്ത 183 182 ആണോ? 183 എപ്പോഴാണ് ചെയർമാൻ വെക്കേറ്റ് ചെയ്യേണ്ടി വരിക? എപ്പോഴാണ്? if he loses his seat. 180 റിസൈൻ ചെയ്യണ ആരോടാണ്? ഡെപ്യൂട്ടി ചെയർമാൻ. ഡെപ്യൂട്ടി ചെയർമാൻ ആരോടാ റിസൈൻ ചെയ്യുക? ചെയർമാൻ. ഫെയർ ഇനഫ്. ഓക്കെ, അടുത്തത് പിന്നെ റിമൂവൽ എങ്ങനെയാണ്? എഫക്റ്റീവ് മെജോറിറ്റി. ഓക്കെ, അടുത്ത ആർട്ടിക്കിൾ 184 എന്തിനെ പറ്റിയിട്ടാണ്? പവർ ഓഫ് ചെയർമാൻ, ഡെപ്യൂട്ടി ചെയർമാൻ, അതായത് ആബ്സെന്റ് ആണെങ്കിൽ ചെയർമാൻ ആബ്സെന്റ് ആണെങ്കിൽ ഡെപ്യൂട്ടി ചെയർമാൻ ആബ്സെന്റ് ആണെങ്കിൽ റൂൾസ് ഓഫ് ദി ഹൗസ്. വേക്കന്റ് ആണെങ്കിൽ ഡെപ്യൂട്ടി ചെയർമാനും വേക്കന്റ് ആണെങ്കിൽ ഗവർണർ എന്ത് ചെയ്യുന്നു? നിർണ്ണയിക്കും. ഫൈൻ. അടുത്ത 185 ചെയർമാൻ ഷുഡ് നോട്ട് ചെയർ ഹിസ് റിമൂവൽ പ്രോസസ്. ഓക്കെ, ബട്ട് ജസ്റ്റ് സെയിം ആ. അപ്പുറത്ത് നമ്മുടെ രാജ്യസഭ പറയുമ്പോൾ പ്രശ്നം എന്താണ്? ഹി കനോട്ട് വോട്ട് ഓൾസോ ബിക്കോസ് ഹി ഈസ് നോട്ട് എ മെമ്പർ. ഹിയർ ഈസ് എ മെമ്പർ, കാരണം അയാൾക്ക് എന്ത് ചെയ്യാം? വോട്ട് ചെയ്യാം. ബട്ട് ഹി കനോട്ട് ചെയർ. 186 സാലറീസ് ആര് നിർണ്ണയിക്കും? സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. until then it is mentioned in the second sentence. 187 ആയിരുന്നു അത്. Secretariat. Each Lok Sabha, assembly and council has a secretariat for itself. Good enough. Okay. Now article 188 oath and affirmation. അവിടെ മെമ്പേഴ്സ് ആരുടെ മുമ്പിലാണ് ഓത്ത് എടുത്തോണ്ടിരുന്നത്? പ്രസിഡന്റിന്റെ മുമ്പിൽ. ഇവിടെ ആരുടെ മുമ്പിലായിരിക്കും ഓത്ത് എടുക്കുക? A governor or a person appointed on behalf of him. And where is the oath mentioned? Where is the oath mentioned? Oath is mentioned in the third schedule. Fine. Okay. Now article 189 voting in houses and quorum.
യൂഷ്വലി പാർലമെന്റിലുള്ള എല്ലാ പ്രൊസീജിയേഴ്സും അൺടിൽ ആൻഡ് അൺലെസ് സെഡ് സോ ഏത് മെജോറിറ്റിയിലാണ് ഡിസൈഡ് ചെയ്യപ്പെടുക? ഏത് മെജോറിറ്റിയിലാ? സിമ്പിൾ മെജോറിറ്റിയിലാണ് എന്ത് ചെയ്യപ്പെടുക? ഡിസ്കസ് ചെയ്യപ്പെടുക അല്ലെങ്കിൽ വോട്ട് ചെയ്യപ്പെടുക. ചില കേസസിൽ വി വിൽ മെൻഷൻ എന്താണ്, അങ്ങനെയല്ല. ഫോർ എക്സാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാൻ എനിക്ക് ഏത് മെജോറിറ്റി വേണം? സ്പെഷ്യൽ മെജോറിറ്റി വേണം. അണ്ടർ വിച്ച് ആർട്ടിക്കിൾ? ആർട്ടിക്കിൾ 368 അണ്ടർ സ്പെഷ്യൽ മെജോറിറ്റി വേണം. എന്താണ് സ്പെഷ്യൽ മെജോറിറ്റി? What is that special majority? 2/3 of the present and voting and absolute majority. ഇത് തന്നെയാണ് ഏത് മെജോറിറ്റി? നമ്മൾ 169 പറഞ്ഞ അതേ മെജോറിറ്റി. 169 ആർട്ടിക്കിൾ എന്തിനെ പറ്റിയിട്ടായിരുന്നു? അബോളിഷൻ ക്രിയേഷൻ പറഞ്ഞില്ലേ? അതേ മെജോറിറ്റി തന്നെയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ അൺടിൽ ആൻഡ് അൺലെസ് അതർവൈസ് സെഡ് മെജോറിറ്റി ഉപയോഗിക്കുന്നത് ഏതായിരിക്കും? മെജോറിറ്റി ഓഫ് ദി മെമ്പേഴ്സ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിൾ മെജോറിറ്റി. For all ordinary process in the parliament, we will be using simple majority. Fine, ano? Okay. Now, chairman and speaker do not vote in the first instance. They carry out casting vote. As simple as that. First neutrality യുടെ പൊസിഷൻ ഉള്ളതുകൊണ്ട് എന്തിനാ നമ്മൾ ഈ ഇത് വെച്ചിട്ടുള്ളത്, ഇങ്ങനെ ഒരു ക്ലോസ് വെച്ചിട്ടുള്ളത്? സ്പീക്കർ ആരാണ്? He is the regulator of the house. അപ്പോൾ റെഗുലേറ്റർ എന്ത് ചെയ്യാൻ പാടില്ല? ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ വോട്ട് ചെയ്യാൻ പാടില്ല. പക്ഷെ സെക്കൻഡ് ഇൻസ്റ്റൻസിൽ നമ്മൾ എന്തുകൊണ്ട് വോട്ടിംഗ് പവർ കൊടുക്കുന്നു? കാരണം ടൈ വന്നിട്ടുണ്ടെങ്കിൽ സ്പീക്കർ ഇസ് എ മെമ്പർ ഓഫ് ദി റൂളിംഗ് പാർട്ടി. അപ്പൊ അവർക്ക് എന്ത് ചെയ്യും? കാസ്റ്റിംഗ് വോട്ട് കൊടുക്കും. സോ സ്പീക്കർ ആൻഡ് ചെയർമാൻ ഡു നോട്ട് വോട്ട് ഇൻ ദി ഫസ്റ്റ് ഇൻസ്റ്റൻസ്, ദേ ക്യാരി ഔട്ട് കാസ്റ്റിംഗ് വോട്ട്സ്. ഓക്കെ. കോറം, പാർലമെന്റിലെ കോറം എത്രയായിരുന്നു? 1/10. ഇവിടെ അസംബ്ലിയിലെ കോറം എത്രയാണ്? 1/10. ഓക്കെ, ഇഫ് ദർ ഇസ് നോ കോറം എന്ത് ചെയ്യും? ചെയർമാനും സ്പീക്കറും സസ്പെൻഡ് ചെയ്യും. ഫൈൻ. ഒന്നുകൂടെ പറയാം നോക്ക്. ഓർഡിനറി മാറ്റേഴ്സ് ആർ ഡിസൈഡഡ് ബൈ സിമ്പിൾ മെജോറിറ്റി. ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ വോട്ട് ചെയ്യാവോ? വോട്ടിംഗ് ഇല്ല. എന്തേ ഉള്ളൂ? കാസ്റ്റിംഗ് വോട്ടേ ഉള്ളൂ. മൂന്നാമത്തതായിട്ട് കോറം ഇല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യണം. എത്രയാണ് ആ കോറം? 1/10 ആണ് ആ കോറം. ഫെയർ എനഫ്? ഓക്കെ. ടൈം എത്രയാന്ന് പറയാം? 11:41. 45. Okay. Now, vacation of seats. Sure. Okay. Vacation of seats. Okay. നോക്ക്, vacation of seats. Okay. Pretty much ഇതിൽ എന്തിലേക്ക് പോകണ്ട, അതിന്റെ ഡീറ്റെയിലിംഗിലേക്ക് പോകണ്ട. ഇത് എന്തുകൊണ്ടായിരുന്നു നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു ഈ പറയുന്ന ക്ലോസുകൾ എന്തുകൊണ്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്? ഇനീഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ സമയത്തുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? വെച്ചിട്ടുണ്ടായിരുന്നത്. ഫോർ എക്സാമ്പിൾ നോക്ക്, ഇഫ് എ പേഴ്സൺ ബിക്കംസ് മെമ്പർ ഓഫ് ബോത്ത് ഹൗസസ്, അതായത് എന്താണ്, ഒരേ സമയത്ത് കൗൺസിലിന്റെയും അസംബ്ലിയുടെയും മെമ്പർ ആയാൽ ആര് തീരുമാനിക്കും? സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ തീരുമാനിക്കും. അവിടെ ആര് തീരുമാനിക്കുമായിരുന്നു? അവിടെ എങ്ങനെയായിരുന്നു? If a member is of both, if a member becomes both a member, if a person becomes both a member of Lok Sabha and Rajya Sabha, എന്ത് സംഭവിക്കുമായിരുന്നു? 14 ഡേയ്സിനുള്ളിൽ എന്ത് ചെയ്തില്ല? ചൂസ് ചെയ്തില്ലെങ്കിൽ എന്ത് പോവായിരുന്നു? ലോക്സഭ പോവായിരുന്നു. ഇവിടെ എങ്ങനെയാണ്? സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ബിൽഡ്. സിമ്പിൾ ആണ്. ഓക്കെ. നൗ വാട്ട് ഇഫ് എ പേഴ്സൺ ബിക്കംസ് മെമ്പർ ഓഫ് മൾട്ടിപ്പിൾ സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ്? ഇത് ശരിക്കും പോസിബിൾ ആണോ? ഓക്കെ. അപ്പൊ എന്നാലും ഇത് എന്തുകൊണ്ടായിരിക്കും മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക? ഇങ്ങനെ ഒരു പ്രൊവിഷൻ എന്തുകൊണ്ടായിരിക്കും വന്നിട്ടുണ്ടാവുക? ഇനീഷ്യൽ ഞാൻ പറഞ്ഞില്ലേ, ആ ഇനീഷ്യൽ സമയത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യാണ്? എല്ലാ പോസിബിലിറ്റീസ് എന്ത് ചെയ്ത് വെക്കുകയാണ്? എൻലിസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ. അപ്പോ ഹാസ് ടു സ്പെസിഫൈ ദ ടീസ് ഹി ഇന്റൻസ് ടു റിട്ടൈൻ വിത്ത് സ്റ്റിപ്പുലേറ്റഡ് ടൈം ആസ് പെർ ദ റൂൾസ് റിലൈസ്ഡ് ബൈ പ്രസിഡന്റ്. അയാൾ ഒരു അപ്പോഴും എന്താണ് ഒരു ഫോർ എക്സാമ്പിൾ കേരള നിയമസഭയിലും അതുപോലെ തന്നെ തമിഴ്നാട് നിയമസഭയിലും വന്നിട്ടുണ്ടെങ്കിൽ, അന്ന കാലത്ത് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ, അപ്പം എന്ത് തന്നെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ? ഒരെണ്ണം തന്നെയാണ് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് ബൈ എന്തെങ്കിലും കാരണങ്ങൾ അങ്ങനെ വന്നാൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യാണ്? പ്രിസ്ക്രൈബ് ചെയ്യാണ്. അദ്ദേഹം പറയണത് അന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഈ കേസിലുണ്ട്. ഒരാൾക്ക് തന്നെ എന്ത് ചെയ്യാം? അന്ന് റീഓർഗനൈസേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സോ കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ ക്ലിയർ ആയിട്ട് പറയാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, അവരെന്താ പറയുന്നത്? അപ്പോഴും നിങ്ങൾ എന്തേ മെയിൻറ്റെയിൻ ചെയ്യാൻ പാടുള്ളൂ? ഒന്നേ മെയിൻറ്റെയിൻ ചെയ്യാൻ പാടുള്ളൂ. ഇല്ല, ആസ് റൂൾസ് റിലീസ് ബൈ പ്രസിഡന്റ്. പ്രസിഡന്റ് റൂൾസിൽ അത് ഉണ്ടാവും. ഫൈൻ. നൗ റെസിഗ്നേഷൻ. ആർക്കാണ് റെസിഗ്നേഷൻ നടക്കുക? മെമ്പേഴ്സ് ആർക്കാണ് റിസൈൻ ചെയ്യുക? സ്പീക്കർ. ഓക്കെ. നൗ അഡ്ജസ്റ്റന്റ് ഹൗസ് ഫോർ മോർ ദാൻ 60 days. അവിടെയും നമ്മൾ എന്തായിരുന്നു? 60 days ആണ് പറഞ്ഞത്. ഓക്കെ. അതിന്റെ നിറ്റി ഗ്രിറ്റിയിലേക്ക് എന്ത് ചെയ്യേണ്ട? പോകേണ്ട ആവശ്യമില്ല. ബട്ട് ഇഫ് യു ആർ ആബ്സെന്റ് ഇറ്റ് ക്യാൻ ബി
a case for vacation of seat for more than 60 days. Okay. And the last one, other cases. President, vice president, governor ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ obviously എന്ത് പോവും, സീറ്റ് പോവും. ഓക്കെ, ഞാനൊന്ന് സമ്മറൈസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ എന്ത് മാത്രമേ ഇതിൽ നിന്ന് ഓർത്ത് വെക്കേണ്ടതുള്ളൂ? സപ്പോസ് ഒരാള് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും കൗൺസിലിലേക്കും എലക്ട് ആയാൽ എന്തായിരിക്കും അവസ്ഥ? സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ തീരുമാനിക്കും. എഴുതണോ? ഓക്കെ, if a person is a member of both, becomes a member of both assembly and state, എന്താവും? സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എന്ത് ചെയ്യും? തീരുമാനിക്കും. What if we become multiple state legislatures? എന്ത് സംഭവിക്കും? President will release a rules for the same as per അത് നടക്കും. 3 റെസിഗ്നേഷൻ ആർക്കാണ്? സ്പീക്കറിനാണ്. 4 ആബ്സെന്റ് ഇൻ ദ ഹൗസ് ആണെങ്കിൽ അതും ഒരു എന്ത് കേസ് ആവാം? വെക്കേഷൻ ഫോർ സീറ്റ്സിന്റെ കേസ് ആവാം. ലാസ്റ്റ് അതർ കേസസ് എന്താണ്? പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ ഗവർണർ ആയിട്ടുണ്ടെങ്കിൽ എന്തായിട്ട് മാറാം? അത് വെക്കേഷൻ ഓഫ് സീറ്റ്സിന്റെ കേസായിട്ട് മാറാം. ഫൈൻ ആണോ? ഒന്നുകൂടെ പറയണോ? ഫൈൻ. ഓക്കെ, നൗ ആർട്ടിക്കിൾ 191 ഡിസ്ക്വാളിഫിക്കേഷൻസ്. ഓക്കെ, എങ്ങനെയൊക്കെ ഡിസ്ക്വാളിഫൈ ആവാം? പാർലമെന്റിൽ എങ്ങനെയൊക്കെ ഡിസ്ക്വാളിഫൈ ആവാം? ലോസ് ഓഫ് സിറ്റിസൺഷിപ്പ്. കാരണം എന്താ? ദ ഫസ്റ്റ് ആൻഡ് ദ ബേസിക് ക്രൈറ്റീരിയ why you have become the parliamentary MP is because you are a citizen of India. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ സിറ്റിസൺഷിപ്പ് പോയാൽ എന്ത് സംഭവിക്കുന്നു? നാച്ചുറൽ കേസിൽ എന്ത് സംഭവിക്കുന്നു? നിങ്ങളുടെ ഇത് പോകുന്നു. സോ ഡിസ്ക്വാളിഫിക്കേഷൻ സിറ്റിസൺഷിപ്പ്. 2 അൺസൗണ്ട് മൈൻഡ്. പിന്നെ 3 അൺഡിസ്ചാർജ് ഇൻസോൾവെന്റ്. 4 ഓഫീസ് ഓഫ് പ്രോഫിറ്റ്. 5 ആദ്യം ആന്റി ഡിഫെക്ഷൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത്. പിന്നെ 6ാമത്തായിട്ട് എന്താ വരിക? എനി അതർ ലോ ദി പാർലമെന്റ് ഹാസ് മെയ്ഡ്. പാർലമെന്റ് എന്തുണ്ടാക്കിയിട്ടുണ്ട്? RPA ഉണ്ടാക്കിയിട്ടുണ്ട്, റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട്. അതിൽ സെക്ഷൻ 8 തൊട്ട് സെക്ഷൻ 11 വരെ നമ്മൾ പാർലമെന്റിൽ പഠിച്ച അതേ പ്രോസസ്സ്. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ കൺവിക്റ്റഡ് ഫോർ എ ഒഫൻസ് ഓഫ് ഗ്രേറ്റർ ദാൻ 2 years സെന്റൻസ്, എന്ത് സംഭവിക്കും? ദെൻ ആൻഡ് ദേർ നിങ്ങളുടെ എന്ത് പോവും? സീറ്റ് പോവും. ഓക്കെ, എന്നുള്ളത് എവിടെ മെൻഷൻ ചെയ്യണം? RPയിൽ മെൻഷൻ. The same procedures are applicable here also. Okay, let me just repeat. ഞാനൊന്ന് എഴുതിയും വെക്കാം. Okay, disqualification criteria. Okay, 1 citizenship laws. ഫൈൻ അല്ലേ? സിറ്റിസൺഷിപ്പ് ആണ് ബേസിക് ക്രൈറ്റീരിയ. അത് പോയാൽ ഡിസ്ക്വാളിഫൈ ആവും. 2 ഓഫീസ് ഓഫ് പ്രോഫിറ്റ്. എന്തായിരുന്നു ഓഫീസ് ഓഫ് പ്രോഫിറ്റ്? എന്തായിരുന്നു ഓഫീസ് ഓഫ് പ്രോഫിറ്റ്? എന്തായിരുന്നു ഓഫീസ് ഓഫ് പ്രോഫിറ്റ്? സിംപ്ലി എന്തായിരുന്നു ഓഫീസ് ഓഫ് പ്രോഫിറ്റ്? ശരി, അതൊക്കെ ഓക്കെ. ഐ ജസ്റ്റ് വാണ്ട് ടു നോ ദി കോൺസെപ്റ്റ് ഓഫ് ഓഫീസ് ഓഫ് പ്രോഫിറ്റ്. റിനോമറേഷൻ ഉള്ള എവിടെ നമ്മൾ ബ്രാഞ്ച് വെച്ച് പറയാം. A legislative member is taking a post in the remunerative post in the executive, which is not exempted. Parliament by an act has exempted അല്ലാത്തൊരു പോസ്റ്റ് ആര് എടുക്കുന്നു? മെമ്പർ എടുക്കുന്നു. So it amounts to office of profit. 3 unsound mind. 4 undischarged ഇൻസോൾവെന്റ്. ഓക്കെ, 6 എന്തായിരുന്നു ഏറ്റവും ഇമ്പോർട്ടന്റ്? ആന്റി ഡിഫെക്ഷൻ, കൂറുമാറൽ. ഓക്കെ, അല്ലെങ്കിൽ ഡിഫെക്ഷൻ ആണ് എഴുതേണ്ടത്. ഓക്കെ, 7 പാർലമെന്ററി ലോസ്. ഫോർ എക്സാമ്പിൾ എന്താണ്? ഇഫ് യു ആർ കൺവിക്റ്റഡ് ഫോർ ആൻ ഒഫൻസ് ഫോർ മോർ ദാൻ 2 years, എന്ത് ചെയ്യപ്പെടും? യു വിൽ ബി ജയിൽഡ് ആവുമല്ലോ. കൺവിക്റ്റഡ് ആവുമ്പോൾ ജയിൽഡ് ആവും. ഓക്കെ, കൺവിക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ എന്താവും? യുവർ MP സീറ്റ് ഓർ MLA സീറ്റ് വിൽ ബി ലോസ്റ്റ്. ഏതാ കേസ് ഓർമ്മയുണ്ടോ? ലിലി തോമസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഫൈൻ. സോ ദിസ് ആർ ദി കേസസ് ഫോർ ഡിസ്ക്വാളിഫിക്കേഷൻ. ഫൈൻ. ഓക്കെ, ഫൈൻ. നൗ ആർട്ടിക്കിൾ 1 ഡിസിഷൻ ഓൺ ഡിസ്ക്വാളിഫിക്കേഷൻ. നോക്ക്, അവിടെ ആരാ ഡിസിഷൻ എടുത്തത്? പാർലമെന്റിൽ ഒരാൾ ഡിസ്ക്വാളിഫൈ ആണോ വേണ്ടെന്നുള്ള ഡിസിഷൻ ആരാ എടുത്തത്? പ്രസിഡന്റ്. അപ്പൊ ഇവിടെ ആര് ഡിസിഷൻ എടുക്കും? ബേസ്ഡ് ഓൺ ദി റെക്കമെൻഡേഷൻ ഓഫ് ഇലക്ഷൻ കമ്മീഷൻ. ഇലക്ഷൻ കമ്മീഷന്റെ ബൈൻഡിങ് ആണോ? ബൈൻഡിങ് ആണ്. ഫൈൻ.
President used to take the decision on disqualification based on the recommendation of and the advice of election commission, which is binding. Here, governor in consultation with election commission. എല്ലാ ഡിസ്ക്വാളിഫിക്കേഷന്റെയും കേസസിൽ പ്രസിഡന്റ് ആണോ എടുക്കുക? ഏതൊന്നിലും മാറ്റമുണ്ട്? ആന്റി ഡിഫെക്ഷന്റെ ആരാണ് തിരിച്ചെടുക്കുക? സ്പീക്കർ ആണ് ഫൈനൽ അതോറിറ്റി. ഫൈൻ, അതാണ് നമ്മൾ എന്ത് ചെയ്തത്? ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. Fine, okay. So decisions on disqualifications are taken by the governor in consultation with election commission. In the case of anti-defection, it is speaker. Fair enough, okay. Now article 193. This ഓർമ്മയുണ്ടോ ഈ ആർട്ടിക്കിൾ? ഓത്ത് അഫർമേഷൻ എടുക്കുന്നതിന് മുമ്പ് സെഷൻ അറ്റൻഡ് ചെയ്താൽ പെനാൽറ്റി കൊടുക്കണം. ഓക്കെ, സെയിം മോഡൽ തന്നെയാണ് അവിടെ നിന്ന് പോണത്. Oath, before you take an on oath or affirmation, if you attend the session, you will have to provide for penalty. Fine. Article 194. Powers, privileges of the House of Legislature members and committees. Do we have parliamentary privileges in India? Are the parliamentary privileges absolute? Just rewind. Okay, നമുക്ക് നോക്കാം. പാർലമെന്റിൽ നമ്മൾ പഠിച്ച പ്രൊവിഷൻസ് നോക്കാം. പാർലമെന്ററി പ്രിവിലേജസ് ഓഫ് ഇന്ത്യ കോഡിഫൈഡ് ആണോ? അല്ല. പിന്നെ നമുക്ക് എങ്ങനെയാണത് എവോൾവ് ആയത്? ഇനീഷ്യലി നമ്മൾ എന്താ ചെയ്തത്? പാർലമെന്ററി പ്രിവിലേജസ് വാട്ട് വെയർ അവൈലബിൾ ടു ദ ബ്രിട്ടീഷ് പാർലമെന്റേറിയൻസ്, അത് തന്നെ എന്തായിരുന്നു അവൈലബിൾ ആണെന്ന് പറഞ്ഞു. 44th അമെന്റ്മെന്റിൽ നമ്മൾ എന്ത് പറഞ്ഞു? ഇതുവരെ എന്തൊക്കെ കൊടുത്തിരുന്നോ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? കണ്ടിന്യൂ ചെയ്യും നമ്മൾ പറഞ്ഞിട്ടായിരുന്നു. ദ സെയിം പ്രൊവിഷൻസ് അപ്ലൈ ഹിയർ ഓൾസോ. ഒരു വ്യത്യാസവും ഇല്ല. ഓക്കെ, യു ഡു ഹാവ് പാർലമെന്റ് അകത്ത് നോക്കുക, മെമ്പേഴ്സ് ഓഫ് ദ ലെജിസ്ലേച്ചർ ആർ പ്രൊട്ടക്ടഡ് ഫ്രം ലീഗൽ ആക്ഷൻ ഫ്രം എനിത്തിങ് സെഡ് ഓർ വോട്ടഡ് ഡ്യൂറിംഗ് പാർലമെന്റ് പ്രൊസീജിയർ. സെയിം സാധനം തന്നെ അവിടെ പറഞ്ഞത്. പാർലമെന്റിൽ എന്ത് പറഞ്ഞാലും വോട്ട് ചെയ്താലും എന്താണ്? ഒരു തരത്തിൽ എന്ത് ചെയ്യപ്പെടില്ല? ശിക്ഷിക്കപ്പെടില്ല. ദ സെയിം എന്താണ് given for MLA also. The same set of individual privileges, same set of collective privileges ആർക്കും അവൈലബിൾ ആണ്? എം പിക്ക് അവൈലബിൾ ആയതെല്ലാം എന്താണ്? MLA-ക്കും അവൈലബിൾ ആണ്. ഫൈൻ, ഓക്കെ. സോ ഈ ആർട്ടിക്കിൾ എന്താണ്? സെയിം ആണ്. ബട്ട് നമ്മൾ അവിടെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞിരുന്നു? അഡ്വക്കേറ്റ്, അറ്റോർണി ജനറലിന് എന്ത് വരും? പാർലമെന്ററി പ്രിവിലേജ് ഉണ്ടാവും എന്ന് പറഞ്ഞു. ആ സെയിം ഇവിടെ അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ജനറലിന് എന്തുണ്ട്? ആ പാർലമെന്ററി പ്രിവിലേജസ് ഉണ്ട്. ഫൈൻ, ഒരു മാറ്റവും ഇല്ല. അവിടെ എന്തൊക്കെ പാർലമെന്ററി പ്രിവിലേജസ് നമ്മൾ ഉണ്ടെന്ന് പറഞ്ഞോ, അതൊക്കെ പഠിച്ചോ, അതൊക്കെ ഇവിടെയും ആപ്ലിക്കബിൾ ആണ്. ഏതാ അഡ്വക്കേറ്റ് ജനറൽ? യെസ്, ഇറ്റ്സ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ്. ഫൈൻ, ഫെയർ ഇനഫ്. ഓക്കെ, now 195. Salaries and allowances of MLAs. Salaries and allowances of MLAs ആരായിരിക്കും തീരുമാനിക്കുക? സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ ഒക്കെ ആരായിരുന്നു? സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. അൺടിൽ അൺലെസ് പറയുന്നത് വരെ ആരായിരുന്നു? സെക്കൻഡ് ഷെഡ്യൂൾ ആയിരുന്നു. ബട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് പ്രിസ്ക്രൈബ് ചെയ്യുക? സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. ഫെയർ ഇനഫ്. ഓക്കെ, നൗ 196. ഓക്കെ, ഇവിടെ തൊട്ട് ഞാൻ കുറച്ച് റഷ് ചെയ്തത് ഇവിടെ നമുക്കൊരു 1 hour എടുക്കും. ഇനി തൊട്ടുള്ള ഒരു 3-4 ആർട്ടിക്കിൾ. ഓക്കെ, അവിടെയാണ് നമുക്ക് ന്യൂവാൻസ് തുടങ്ങുക. ബിഫോർ ദാറ്റ് വിൽ ടേക്ക് എ 5 minutes break. റിട്ടേൺ ഫാസ്റ്റ് ലൈവ് ഉള്ളത്.
Hello. Shall we start? Okay. Towards the end പോവാണ് എങ്ങോട്ട് നമ്മുടെ ഇതില് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർക്ക്. സോ ഫാർ നമ്മൾ എന്താണ്, നമുക്ക് വലിയ ഡിഫറൻസസ് ഒന്നും കാണാൻ പറ്റില്ല. നമുക്ക് ചില ഡിഫറൻസ് ഉള്ള പൊസിഷൻസ് മാത്രം ഒന്ന് റിവൈസ് ചെയ്ത് പോവാം. ഒന്ന് നമ്മൾ ഡിഫറൻസ് കണ്ട ആദ്യത്തെ പൊസിഷൻ എവിടെയായിരുന്നു? ക്രിയേഷൻ ആൻഡ് അബോളിഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ. അതിനു മുമ്പ് legislative councils upper house is not there in all the states. We said that it is only available in 6 states. ഏതൊക്കെയാണ്? UP, Bihar, Maharashtra and Andhra Pradesh. Andhra Pradesh and Telangana, Maharashtra and Karnataka. Second deals about the abolition and creation of legislative councils. We said that it starts through a procedure from the state legislative assemblies. In the state legislative assembly, എന്ത് സംഭവിക്കുന്നു? A resolution is passed in special majority and then parliament takes up the procedure and എന്താവുന്നു? Passes in simple majority. So that is okay. പിന്നെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. നമ്മൾ എവിടെ പോകുന്നു? കോമ്പോസിഷൻ പോകുന്നു. ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ അതിന് മുമ്പ് അസംബ്ലിയുടെ കോമ്പോസിഷൻ പറയുമ്പോൾ നമ്മൾ എന്ത് പറയുന്നു? ഹയർ ലിമിറ്റ് എത്രയാണ്? ലോവർ ലിമിറ്റ് എത്രയാണ്? 60. When it comes to council, higher limit എത്രയാണ്? 1/3 of the size of legislative assembly. Lower limit 40. പിന്നെ നമ്മൾ ആ കോമ്പോസിഷനെ പറ്റി പറയുന്നു. ഇനി കോമ്പോസിഷൻ റിവൈസ് ചെയ്യണോ? വേണ്ട. ഓക്കെ. നൗ ആസ് ഇറ്റ് ഗോസ് ഫോർവേഡ്, അടുത്ത ഒരു ഡിഫറൻസ് എവിടെയാണ് വരുന്നത്? എല്ലായിടത്തും പ്രസിഡന്റിനെ എന്ത് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം? ഗവർണർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഒരു വലിയ ഡിഫറൻസ് വരുന്നത് ചെയർമാന്റെ പോസ്റ്റ് വരുമ്പോഴാണ്. ഓക്കെ. എനിത്തിങ് റിലേറ്റഡ് ടു ചെയർമാൻ അവിടെ എന്തായിരുന്നു? എക്സ് ഒഫീഷ്യോ ആയിരുന്നു. ഇവിടെ വരുമ്പോഴോ ഈസ് ആൻ എലക്ടഡ് മെമ്പർ. അതായിരുന്നു മേജോറിറ്റി. നമ്മൾ എന്ത് കണ്ട്? ഡിഫറൻസ് കണ്ട്. ഓക്കെ. നൗ വാട്ട് ഹാപ്പൻസ് ടു ആൻ ഓർഡിനറി ബിൽ? എങ്ങനെയൊക്കെ പാർലമെന്റിൽ ഒരു ഓർഡിനറി ബിൽ ഉണ്ടോ, മണി ബിൽ ഉണ്ടോ, ഒരു ഫിനാൻഷ്യൽ ബിൽ 1 ഉണ്ടോ, ഫിനാൻഷ്യൽ ബിൽ 2 ഉണ്ടോ, അതെല്ലാം എവിടെയും ഉണ്ട്, ശരി. പക്ഷെ ഒരു ബില്ല് മാത്രം ഇല്ല. ഏതാണ്? ഏതൊക്കെയാണ്? ഏതാണ്? കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെന്റ് ബിൽ. ബിക്കോസ് ടു ദ പവർ ഓഫ് അമെൻഡിങ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ only belongs to the parliament. പാർലമെന്റിന് മാത്രമേ എന്തുള്ളൂ? കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാനുള്ള പവർ ഉള്ളൂ. ബാക്കി ഒരു മണി ബിൽ എടുത്താലും, ഒരു ഓർഡിനറി ബിൽ എടുത്താലും, ഫിനാൻഷ്യൽ ബിൽ 1 എടുത്താലും, ഫിനാൻഷ്യൽ ബിൽ 2 എടുത്താലും എന്താണ്? സെയിം തന്നെയാണ്. ഫൈൻ. ഓക്കെ. ബട്ട് വിൽ കം വിത്ത് സർട്ടൻ ഡിഫറൻസസ്. അതിനുശേഷമുള്ള പാസിംഗ് പ്രൊസീജിയേഴ്സിൽ വ്യത്യാസമുണ്ട്. ബട്ട് ബിഫോർ ദാറ്റ്, ലാപ്സിംഗ് ഓർമ്മയുണ്ടോ? പാർലമെന്റിൽ എപ്പോഴാണ് ഡിസോൾവ് ആകുമ്പോൾ എപ്പോഴാണ് ലാപ്സ് ആവുക? ലോക്സഭ എങ്ങാനും ആ ബില്ല് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താവും? ലെറ്റ് മീ ഗിവ് യു സം കണ്ടീഷൻസ്. A bill starts in the Lok Sabha, passes in the Lok Sabha, transmitted to Rajya Sabha, dissolved by Lok Sabha. Bill in the sambhoikkum? Lapse out. A bill starts in the Rajya Sabha and discussed in the Rajya Sabha but not touched by the Lok Sabha. എന്ത് സംഭവിക്കും? ലാപ്സ് ആവോ? ലാപ്സ് ആവില്ല. കാരണം എന്താണ്? ആ ബില്ല് എന്ത് എടുത്തിട്ടില്ല? ലോക്സഭ എടുത്തിട്ടില്ല. A bill is passed by the Lok Sabha and Rajya Sabha, reaches the president for assent. ആ സമയത്ത് ലോക്സഭ ഡിസോൾവ് ആയി. ലാപ്സ് ആവോ? ഇല്ല. When joint sitting is called upon, ലാപ്സ് ആവോ? ഇല്ല. Now let's see. നോക്ക്. A bill pending in legislative assembly shall not lapse by the reason of prorogation. പ്രൊറോഗ് ചെയ്താൽ ഏതെങ്കിലും ബില്ല് ലാപ്സ് ആവോ? എപ്പോഴാണ് ഒരു ബില്ല് ലാപ്സ് ആവുന്നുള്ളൂ? ഡിസോൾവ് ആവുമ്പോഴാണോ? ഓഫ് ദി ഹൗസ്. Effect of dissolution on bills. ആയിത്തത് a bill pending in assembly lapse. അസംബ്ലി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏതാണ്? ലോക്സഭയാണ്. ഒരു ബില്ല് അസംബ്ലിയുടെ പരിഗണനയിൽ നിൽക്കുക, അസംബ്ലി ഡിസോൾവ് ആയാൽ ആ ബില്ലിന് എന്ത് സംഭവിക്കും? ലാപ്സ് ആവും. ബിക്കോസ് സെയിം ക്രൈറ്റീരിയ. അവിടെ ലോകസഭ തൊട്ടാൽ എന്താവും? ലാപ്സ് ആവും. ഇവിടെ അസംബ്ലി തൊട്ടാൽ അത് എന്താവും? ലാപ്സ് ആവും. a bill pending in the assembly lapses. Fine. A bill is passed by the assembly, given to the legislative council. Lapse ആവോ? ആവോ? A bill is passed by the assembly and given to the legislative council. Lapse ആവോ? ആവും. Because why? It has gone through the assembly. A bill is passed by the Lok Sabha. So a bill is passed by the legislative council. ഏതാണ്? Legislative council. And passed to the legislative assembly. Legislative assembly has considered it. Lapse ആവോ? Lapse ആവും. Why? Because legislative assembly has considered it. A bill has been initiated by the legislative council.
ലാപ്സ് ആവോ? ബിക്കോസ് വൈ? അസംബ്ലി ഹാസ് നോട്ട് ടച്ച്ഡ് ഇറ്റ്. വാട്ട് എവർ, ഒന്നും കൺഫ്യൂസ് ചെയ്യണ്ട. ലോക്സഭയ്ക്ക് പകരം എന്ത് വെക്കുക? അസംബ്ലി വെക്കുക. രാജ്യസഭയ്ക്ക് പകരം എന്ത് വെക്കുക? കൗൺസിൽ വെക്കുക. ഇന്നോട് ജസ്റ്റ് വായിച്ചതൊന്ന് ക്ലിയർ ചെയ്യാം. ആ ബിൽ പെൻഡിങ് ഇൻ ദ അസംബ്ലി ലാപ്സസ്. അസംബ്ലി എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്? ലോക്സഭ ലാപ്സ് ചെയ്യുന്നു. A bill passed by the assembly but pending in the council എന്താവുന്നു? നോക്കി ആലോചിച്ച് നോക്ക്. A bill passed by the assembly and pending in the council എന്താവും? ലാപ്സ് ആവും. Okay, now a bill pending in the council but not passed by the Lok Sabha എന്ത് ചെയ്യപ്പെടും? A bill pending in the council അത് എവിടെ എത്തിയിട്ടില്ല? എവിടെ എത്തിയിട്ടില്ല? അസംബ്ലിയിൽ എത്തിയിട്ടില്ല. ലാപ്സ് ആവോ ഇല്ലയോ? കാരണം എന്താണ്? അസംബ്ലി കൺസിഡർ ചെയ്തിട്ടില്ല. അസംബ്ലി ആ ബില്ല് എന്ത് ചെയ്തിട്ടില്ല? തൊട്ടിട്ടില്ല. പിന്നെ എന്താണ് നമ്മൾ അതിനെ ലാപ്സ് ചെയ്യേണ്ട ആവശ്യം? അതെവിടെ തന്നെയാണ്? കൗൺസിലിൽ തന്നെയാണ്. അത് എന്ത് ചെയ്യില്ല? ലാപ്സ് ആവൂല. നൗ ഗവർണറിന്റെ അസെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് ലാപ്സ് ആവൂല. ഓക്കെ, a bill passed by both houses but returned to the president for reconsideration of the house. ഇവിടെ തൊട്ടൊരു സ്പെഷ്യൽ കേസ് ഉണ്ട്. ബട്ട് ബിഫോർ ദാറ്റ്, ജോയിന്റ് സിറ്റിംഗ് എന്നുള്ള ഒരു പോസിബിലിറ്റി ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഉണ്ടോ ഇല്ലയോ? ഓക്കെ, ഹെൻസ് ഫോർ ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതി വെക്കുക. there is no provision for joint sitting in the state legislature. ഓക്കെ, ഇതിപ്പം കോട്ട് ആൻഡ് അൺകോട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നോക്കി വെക്കുക. അടുത്ത സ്ലൈഡ് ആകുമ്പോഴത്തേക്ക് ഞാനത് പ്രൂവ് ചെയ്യും. ഓക്കെ, ബട്ട് എന്തില്ല? ജോയിന്റ് സിറ്റിംഗ് എന്നുള്ള പ്രൊവിഷൻ എവിടെ ഇല്ല? സ്റ്റേറ്റ് ലെജിസ്ലേച്ചറില്ല. ബട്ട് എവിടെ ഉണ്ട്? പാർലമെന്റിലുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഡ്യൂ ടു എ സ്പെസിഫിക് റീസൺ നമ്മൾ അടുത്ത സ്ലൈഡിൽ കംപ്ലീറ്റ് ചെയ്യും. ബട്ട് ഇവിടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് എന്താണ്? ജോയിന്റ് സിറ്റിംഗ് ഇല്ല. ഓക്കെ, ബട്ട് ഹിയർ there is a condition in which പ്രസിഡന്റിന് എന്ത് പോകാം? ഗവർണർ ഫോർ എക്സാമ്പിൾ a bill is passed in the ലോക്സഭ. ഒരു ബില്ല് ലോകസഭയിൽ പാസ്സായി. ആ ബില്ല് എവിടെ എത്തി? സോറി ആ ബില്ല് അസംബ്ലിയിൽ പാസ്സായി. അതെവിടെ എത്തി? കൗൺസിലിൽ എത്തി. കൗൺസിൽ എന്ത് ചെയ്തു? അത് പാസ്സായി. അപ്പൊ അതെന്തായി? ഗവർണറിലേക്ക് എത്തി. ഗവർണർ ഹാസ് എൻ ഓപ്ഷൻ ടു സെൻഡ് ഇറ്റ് ഫോർ ദ റീകൺസിഡറേഷൻ ഓഫ് ദി പ്രസിഡന്റ്. നമ്മൾ ഡീറ്റെയിൽ ആയി ചെയ്യും 200-201. ബട്ട് അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ലോജിക് എന്താണ്? എങ്ങാനോ പ്രസിഡന്റിന്റെയോ അതിന്റെ ഗവർണറിന്റെയോ ആ കൈകളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താവുന്നില്ല? ലാപ്സ് ആവുന്നില്ല. നമ്മൾ അവിടെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുക്കും. ബട്ട് നിങ്ങൾ ഇവിടെ ഓർത്ത് വെക്കേണ്ടത് എന്താണ്? a bill reaching the reconsideration stage. അതായത് ഒരു ബില്ല് ഇവിടുന്ന് പാസ്സായി, അസംബ്ലിയിൽ പാസ്സായി, കൗൺസിലിൽ പാസ്സായി, ഗവർണറിനെത്തി. ഗവർണർ ആ ബില്ല് ആരുടെ റിസർവേഷന് വേണ്ടി വെച്ചു? പ്രസിഡന്റിലേക്ക് സെൻഡ് ചെയ്തു. അങ്ങനെ ഒരു ബില്ലും എന്താവില്ല? ലാപ്സ് ആവില്ല. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യും. പക്ഷെ ലാപ്സ് ആവാത്ത ബില്ലുകളിൽ എന്തും വരും? റീകൺസിഡറേഷൻ വരും. ഏത് ബില്ലുകൾ അപ്പൊ ലാപ്സ് ആവത്തുള്ളൂ? ആ ലെയറിൽ നിൽക്കുന്ന ബില്ലുകൾ മാത്രമേ എന്താവുള്ളൂ? ലാപ്സ് ആവത്തുള്ളൂ. ഓക്കെ, ഞാൻ ഡയഗ്രമാറ്റിക്കലി ഒന്നുകൂടെ കാണിക്കാം. പറഞ്ഞോ. അത് നമ്മൾ ടേബിൾ ആക്കിയിരുന്നോ? ഇല്ല, ഇതിനല്ല ടേബിൾ ആക്കിയ, ബില്ലിനല്ലേ ടേബിൾ ആക്കിയേ. നമുക്ക് നോക്കാം. ഓക്കെ, ലെജിസ്ലേറ്റീവ് അസംബ്ലി, ലെജിസ്ലേറ്റീവ് കൗൺസിൽ. ഓക്കെ, a bill starts in legislative assembly. ഓക്കെ, ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ പരിഗണനയിലാണ്. ലാപ്സ് ആവോ? ലാപ്സ് ആവൂലേ? ലാപ്സ് ആവും. ഓക്കെ, okay, a bill starts in the legislative council, okay, and under the jurisdiction of legislative council. Okay, legislative assembly അത് എന്ത് ചെയ്തിട്ടില്ല? എടുത്തിട്ടില്ല. ലാപ്സ് ആവോ? does not lapse. fair enough. Okay, a bill passed in the legislative assembly, a bill passed by the legislative council also. പിന്നെ ആ ബില്ല് എങ്ങോട്ടാ പോവാ? ഗവർണർ അസെന്റ് ചെയ്തിട്ടില്ലായിരുന്നു. ലാപ്സ് ആവോ? ഇല്ല. ഇവിടെ ഈ സ്റ്റേജിൽ എത്തുമ്പോ പിന്നെ എന്തില്ല? നോ ലാപ്സിംഗ്. ചില സമയത്ത് ഈ ഗവർണർ എന്ത് ചെയ്യും? പ്രസിഡന്റിന് എന്ത് ചെയ്യും? റിസർവ് ചെയ്യും. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരും. ആ കേസിലും ഈ ലെവലിന്റെ മുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തില്ല? ലാപ്സിംഗ് ഇല്ല. അപ്പൊ ഈ കേസിലും എന്തില്ല? നോ ലാപ്സിംഗ്. ഫൈൻ ആണോ? ഫൈൻ. ജോയിന്റ് സിറ്റിംഗ് എന്നുള്ള പോസ്റ്റ് പ്രൊവിഷനെ ഇല്ല. ഇത് ആർക്കെങ്കിലും മനസ്സിലാവത്തുണ്ടോ? ഓക്കെ, ഇതുവരെയുള്ള എല്ലാം സെയിം ആണ്. നമ്മൾ പറഞ്ഞതല്ല, എങ്ങാനും അസംബ്ലി തൊട്ടൊരു സാധനമാണോ അതെന്താവും? ലാപ്സ് ആവും. പക്ഷെ അതിന്റെ മുകളിലേക്ക് പോയാൽ എവിടെയും എന്തില്ല?
ലാപ്സ് ഇല്ല. ഫൈൻ ആണോ? ഓക്കെ, fine. Now comes the most important part. Now ഏറ്റവും സിമ്പിൾ മെത്തേഡ്. Now we are trying to compare the power of. എല്ലാവരും ഒന്ന് തിരിച്ചു വരാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. I think it would take more than 20 minutes to convey this. Okay, നോക്ക്, ലെജിസ്ലേറ്റീവ് കൗൺസിലിന് ഒരു തരത്തിലുള്ള പവറും ഇല്ല. ഇതെന്റെ ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. നിങ്ങൾ എപ്പോഴും ആലോചിക്കേണ്ട എന്താണ്, അവസാനം ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് ആരെ ഓവർ റൈഡ് ചെയ്യാൻ പറ്റും? കൗൺസിലിന് ഓവർ റൈഡ് ചെയ്യാൻ പറ്റും. പക്ഷെ വിസാവിസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ രാജ്യസഭേനെ ലോകസഭയ്ക്ക് ഓവർ റൈഡ് ചെയ്യാൻ പറ്റുമോ? ടെക്നിക്കലി ഓവർ റൈഡ് ചെയ്യാൻ പറ്റും. ജോയിന്റ് സിറ്റിംഗ് വന്ന് ജോയിന്റ് സിറ്റിംഗിൽ എന്ത് ചെയ്യണം? ഓവർ റൈഡ് ചെയ്യണം. പക്ഷെ നാച്ചുറലി തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിനെ ആർക്ക് ഓവർ റൈഡ് ചെയ്യാം? സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് എന്ത് ചെയ്യാം? ഓവർ റൈഡ് ചെയ്യാം. സ്റ്റേറ്റ്മെന്റ് ഓക്കെ ആണോ? ഓക്കെ, a state legislative assembly can override state legislative council under all circumstances. ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് എഴുതി വെക്കാം, എന്നിട്ട് അതിലേക്ക് വരാം. The state legislative assembly can override the state legislative council in all circumstances. Fine. ഇനി നിങ്ങൾ നേരത്തെ എഴുതിയേക്കണം ജോയിന്റ് സിറ്റിംഗ് ആയിട്ടൊന്ന് കൂട്ടി വായിക്ക്. ജോയിന്റ് സിറ്റിംഗിൽ നിങ്ങൾ എന്താ എഴുതിയത്? There is no provision of joint sitting in state legislature. എപ്പോഴാണ് നമുക്ക് ജോയിന്റ് സിറ്റിംഗ് വേണ്ടത്? എന്തെങ്കിലും ഡെഡ് ലോക്ക് ഉണ്ടെങ്കിലല്ലേ. ഇവിടെ നമുക്ക് ഡെഡ് ലോക്ക് ഉണ്ടോ? ലെജിസ്ലേറ്റീവ് അസംബ്ലി can naturally override legislative council, so we do not require a joint sitting. ഇപ്പൊ രണ്ടും ക്ലബ് ആയോ? ഓക്കെ, ലെറ്റ് മീ ജസ്റ്റ് കീപ് ഇറ്റ് വൺസ് മോർ. വെരി സിമ്പിൾ. നോക്ക്, ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് അവരുടെ വിൽ ആരുടെ മുകളിൽ അടിച്ചേൽപ്പിക്കാം? കൗൺസിലിന്റെ മുകളിൽ എന്ത് ചെയ്യാം? അടിച്ചേൽപ്പിക്കാം. They can override the council. ഓക്കെ, അങ്ങനെയാണ്. പിന്നെ ജോയിന്റ് സിറ്റിംഗിന്റെ ആവശ്യമുണ്ടോ? ഫൈൻ. ഇനി നമുക്കിത് പ്രൂവ് ചെയ്യണം. എന്തുകൊണ്ട് ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് ലെജിസ്ലേറ്റീവ് കൗൺസിലിനെ എന്ത് ചെയ്യാം? ഓവർ റൈഡ് ചെയ്യാന്നുള്ളത്. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട് എ ബിൽ ഫ്രം ലെജിസ്ലേറ്റീവ് അസംബ്ലി. ഒരു ബില്ല് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു? ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾ എഴുതി പോക്കോ, a bill starts in the legislative assembly. നല്ല സ്ട്രോങ് ആയിട്ട് മനസ്സിലാക്കണേ. നമുക്ക് പതിയെ പോയാൽ മതി, പക്ഷെ അത് ക്ലിയർ ആയി മനസ്സിലാക്കി പോകണം. a bill starts in the legislative assembly. okay, passed in the legislative assembly. fine. ലെജിസ്ലേറ്റീവ് കൗൺസിലിന് എന്തുണ്ട്? 3 ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് താഴെ 3 ഓപ്ഷൻസ് ആയിട്ട് എഴുതാം. എന്തൊക്കെയാണ് ഓപ്ഷൻസ്? ഫസ്റ്റ്, ലെജിസ്ലേറ്റീവ് കൗൺസിൽ ക്യാൻ റിജക്ട് ദ ബിൽ. ഓക്കെ, അസംബ്ലി പറയുന്നതോട് ആർക്ക് യോജിപ്പില്ല? കൗൺസിലിന് എന്തില്ല? യോജിപ്പില്ല. റിജക്ട് ചെയ്യാം. രണ്ടാമത്തത്, ക്യാൻ ഹോൾഡ് ദ ബിൽ ഫോർ 3 months. ലോജിക്കൽ അല്ലേ? ഓക്കെ, രണ്ടാമത്തെ പോസിബിലിറ്റി ആണ്. ദേ ക്യാൻ ഹോൾഡ് ദ ബിൽ ഫോർ 3 months. ഓക്കെ, മൂന്നാമത്തത്, ക്യാൻ സജസ്റ്റ് സം അമെൻമെന്റ്സ്. കുറച്ച് ഭേദഗതികൾ ആ ബില്ലിലേക്ക് എന്ത് ചെയ്യുന്നു? ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. സജസ്റ്റ് അമെൻമെന്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭേദഗതികൾ കൊടുക്കുന്നു. ഫൈൻ. അപ്പൊ ഒരു ബില്ല് അസംബ്ലിയിൽ പാസ്സാവുന്നു, എങ്ങോട്ട് എത്തുന്നു? കൗൺസിലിലേക്ക് എത്തുന്നു. കൗൺസിലിന് എന്തോ ഓപ്ഷൻ ഉണ്ട്? അൾട്ടിമേറ്റ്ലി അത് എന്ത് ചെയ്യാം? റിജക്ട് ചെയ്യാം. പിന്നെ എന്ത് ചെയ്യാം? 3 months പിടിച്ചു വെക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ഓരോന്ന് എടുക്കാം. ഫസ്റ്റ്, റിജക്ഷൻ കേസ്. ഫസ്റ്റ് റിജക്ഷൻ കേസ്, അതായത് ആര് റിജക്ട് ചെയ്തു? കൗൺസിൽ റിജക്ട് ചെയ്തു. അസംബ്ലി മേ പാസ് വൺസ് മോർ
and transmit to the council. റിജക്ട് ചെയ്താലും അസംബ്ലിക്ക് എന്ത് ചെയ്യാം? വീണ്ടും അതൊന്നും കൂടെ പാസ് ചെയ്യാം. ഫൈൻ. ഇനി എന്തില്ല? റിജക്ഷന് വാല്യൂ ഇല്ല. Even if the council rejects, അത് എന്താണ്? Deemed to be passed ആണ്. അതായത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ് എന്താണ്? പിന്നെ എന്തിനാ കൗൺസിലിനല്ലേ അല്ലേ? അതായത് ഞാൻ ആദ്യമേ എന്ത് പറഞ്ഞത്? ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് ആരെ ഓവർ റൈഡ് ചെയ്യാൻ പറ്റും? കൗൺസിലിനെ ഓവർ റൈഡ് ചെയ്യാൻ പറ്റും. Even if they reject next time, it is deemed to be passed by the legislative assembly. ഇപ്പൊ ഞാൻ ഒന്നും കൂടെ പറയാവേ. ഞാൻ ആദ്യത്തിലേക്കാ പോണത്. Initially when the legislative assembly passes the bill, okay, the bill reaches the council. കൗൺസിലിൽ ഇവർക്ക് എന്ത് ചെയ്യാം? റിജക്ട് ചെയ്യാം, പിന്നെ 3 months ഹോൾഡ് ചെയ്യാം, പിന്നെ സജസ്റ്റ് അമെൻമെന്റ്സ്. രണ്ടാമത്തെ തവണ വരുമ്പോൾ അവർ റിജക്ട് ചെയ്താലും ചെയ്തില്ലെങ്കിലും അത് ഡീംഡ് ടു ബി പാസ്ഡ് ആണ്. ഇപ്പൊ നമ്മൾ ഇവിടെ എന്താ ശ്രദ്ധിക്കുന്നത്? ലെജിസ്ലേറ്റീവ് അസംബ്ലി ഈസ് ഓവർ റൈഡിങ് ദി കൗൺസിൽ. സോ അവിടെ നിങ്ങൾക്ക് എന്ത് എഴുതാം? ഡീംഡ് ടു ബി പാസ്ഡ്. ഇത്രയും ക്ലിയർ ആണോ? എടാ അവിടെ നോക്കണ്ടടാ, ബിക്കോസ് അത് ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും. ഞാൻ എവിടെ കിട്ടാത്ത? കിട്ടിയോ? നോക്ക്, ആദ്യം അസംബ്ലി പാസ് ചെയ്തു, കിട്ടി. കൗൺസിൽ റിജക്ട് ചെയ്യാം, അതുപോലെ തന്നെ എന്ത് ചെയ്യാം? അമെൻമെന്റ് കൊടുക്കാം, അല്ലെങ്കിൽ 3 months എന്ത് ചെയ്യാം? വെയിറ്റ് ചെയ്യാം. ഫൈൻ. ഇനി എന്ത് സംഭവിക്കുന്നു? ഫസ്റ്റ് കേസ് നമ്മൾ എടുക്കാണ്. റിജക്ട് ചെയ്തല്ലേ? റിജക്ട് ചെയ്താൽ അസംബ്ലി ഒന്നും കൂടെ എന്ത് ചെയ്യും? അത് പാസ് ചെയ്യും. ഇനിയിപ്പോ കൗൺസിലിന്റെ ഫ്രണ്ടിൽ വന്ന് അത് വീണ്ടും റിജക്ട് ചെയ്താലും അതെന്താവും? ഒന്നെങ്കിൽ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ റിജക്ട് ചെയ്യാം. ചെയ്താലും അതെന്താണ്? ഡീംഡ് ടു ബി പാസ് ആണ്. ഇറ്റ് ഈസ് പാസ്ഡ്. അതായത് നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? ലെജിസ്ലേറ്റീവ് അസംബ്ലി ഈസ് ഓവർ പവറിംഗ് ദി കൗൺസിൽ. ഫൈൻ ഫൈൻ. ഓക്കെ. നൗ സെക്കൻഡ് കണ്ടീഷൻ എന്തായിരുന്നു? ദേ ക്യാൻ ഹോൾഡ് ഫോർ 3 months. 3 months കഴിയുമ്പോൾ, സെക്കൻഡ് കണ്ടീഷൻ, 3 months കഴിയുമ്പോൾ വീണ്ടും അസംബ്ലി പാസ് ചെയ്താൽ, വീണ്ടും അസംബ്ലി പാസ് ചെയ്താൽ, ഓക്കെ, പിന്നെ എങ്ങോട്ട് പോവും? അത് കൗൺസിലിലേക്ക് പോവും. കൗൺസിൽ റിജക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? ഡീംഡ് ടു ബി പാസ്ഡ് ആണ്. പിന്നെ കൗൺസിലിന് വേണമെങ്കിൽ എത്രയും കൂടെ പിടിക്കാം? 1 month കൂടെ പിടിച്ചു വെക്കാം, എന്നാലും പാസ്സാണ്. ഫൈൻ. കിട്ടുന്നുണ്ടോ? നോക്ക്, ഞാൻ പറയുന്ന നോക്ക്. ഫസ്റ്റ് ഞാൻ ആദ്യം തൊട്ടാണ് വരുന്നത്. ആദ്യം തൊട്ട് a bill is passed by the legislative assembly and reaches the legislative council. എന്തൊക്കെ ഓപ്ഷൻ ഉണ്ട്? റിജക്ട് ചെയ്യാം, 3 months ഹോൾഡ് ചെയ്യാം. ഇനി നമ്മൾ ആദ്യത്തെ കേസ് എടുക്കാണ്. റിജക്ട് ചെയ്ത കേസിൽ, റിജക്ട് ചെയ്ത കേസിൽ ഒന്നും കൂടെ ആര് പാസ്സാക്കി? അസംബ്ലി പാസ്സാക്കിയാൽ നമ്മൾ എന്താ മനസ്സിലാക്കുക? ഡീം ടു ബി പാസ് ആണ്. പിന്നെ അവർ റിജക്ട് ചെയ്യോ ഹോൾഡ് ചെയ്യോ എന്തോ ഡീം ടു ബി പാസ്ഡ് ആണ്. അതെന്തായാലും ബില്ല് അവസാനം എന്താവും? പാസ്സാവും. ഇൻ കേസ് ആദ്യത്തെ കേസിൽ മോർ ദാൻ 3 months ഹോൾഡ് ചെയ്തു, 3 months കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരെന്ത് ചെയ്തു? അസംബ്ലി വീണ്ടും അത് പാസ് ചെയ്തു. പിന്നെ അവർക്ക് എന്ത് ഓപ്ഷനേ ഉള്ളൂ? ഒന്നെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം, റിജക്ട് ചെയ്യണം, റിജക്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? 1 month കൂടെ അവർക്ക് എന്ത് ചെയ്യാം? ഹോൾഡ് ചെയ്യാം. ഓക്കെ, ദേ ക്യാൻ ബി റിജക്റ്റഡ് ബൈ ദി ലെജിസ്ലേറ്റീവ് കൗൺസിൽ, 1 month ഹോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ബിൽ പാസ് ഓർ പാസ് വിത്തൗട്ട് അമെൻമെന്റ്. ഏതായാലും അവസാനം എന്താവും? ബിൽ ഡീംഡ് ടു ബി പാസ്ഡ്. ഫൈൻ ആണോ? കിട്ടിയോ? ഒന്നുകൂടെ പറയണോ? ഫൈൻ. ഓക്കെ. മൂന്നാമത്തെ കേസ്, a bill passed by legislature with amendments. ഈ അമെൻമെന്റ്സ് ആർക്ക് താല്പര്യമില്ല? അസംബ്ലിക്ക് പാടില്ല. അസംബ്ലി ഒന്നും കൂടെ ആ ബില്ല് പാസ് ചെയ്തു. പിന്നെ അവർക്ക് എന്ത് ചെയ്യാം? കൗൺസിലിലേക്ക് വരും. കൗൺസിലിലേക്ക് വരുമ്പോൾ അവർക്ക് റിജക്ട് ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? 1 month ഹോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? വീണ്ടും അമെൻമെന്റ് സജസ്റ്റ് ചെയ്യാം. എയ്തർ വേ ആ ടൈം പീരീഡ് കഴിയുമ്പോഴത്തേക്ക് അത് എന്താവും? ഏതാവും? 1 month കഴിഞ്ഞു, അല്ലെങ്കിൽ എന്താണ്? പാസ് ചെയ്ത് എന്താവും? ഡീം ടു ബി പാസ്ഡ് ആവും. നിങ്ങൾ അവസാനം എന്താ മനസ്സിലാക്കുക? എന്തായാലും പാസ്സാവും. ആർക്ക് പവർ ഇല്ല? ലെജിസ്ലേറ്റീവ് കൗൺസിൽ പവർ ഇല്ല. പക്ഷേ ഒരു ബില്ല് മാക്സിമം പീരീഡ് ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിലേക്ക് എത്ര ഹോൾഡ് ചെയ്യാൻ പറ്റും?
4 months. 3 months ആദ്യം പ്ലസ് 1 month. ഓക്കെ, ഇതിന്റെ പ്രൊസീജിയേഴ്സ് ഒരുപാട് എന്ത് ചെയ്യരുത്, ഐട്രേഷൻ കളിച്ച് എന്ത് ചെയ്യരുത്, ഇത് ചെയ്യരുത്. അപ്പൊ നിങ്ങൾക്ക് എന്നോട് റാൻഡം ആയിട്ട് ചോദിക്കാം, എന്താണ് ആദ്യം അമെന്റ്മെന്റ് കൊടുത്തു, പിന്നെ കൗൺസിലിൽ വീണ്ടും അമെന്റ്മെന്റ് പറഞ്ഞു, അപ്പൊ ഇവർ വീണ്ടും തിരിച്ച് അമെന്റ്മെന്റ് ഡിക്ലെയർ ചെയ്തു, അപ്പൊ ഇവർ വീണ്ടും അമെന്റ്മെന്റ് പറഞ്ഞു. അങ്ങനെ ആലോചിക്കേണ്ട ആവശ്യമില്ല. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എന്താ സംഭവിക്കുക? ലെജിസ്ലേറ്റീവ് കൗൺസിൽ വിൽ ബി ഓവർ പവേർഡ് ബൈ ദി ലെജിസ്ലേറ്റീവ് അസംബ്ലി. ഫൈൻ. ആൻഡ് ദ മാക്സിമം പീരിയഡ് ഫോർ വിച്ച് they can hold the bill എത്രയാണ്? 4 months. 3 months in the first instance and the 1 month in the second instance. Fine ആണോ? ഒന്നുകൂടെ പറയാം, but still എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ക്ലിയർ ആണോ? ഫൈൻ. I'll revise once more. നോക്ക്, രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ ഓർത്ത് വെക്കേണ്ടത്. The will of the legislative assembly can be powered on the legislative council. Legislative councilന് മാക്സിമം എന്താണ്? ഒന്നെങ്കിൽ സജഷൻ കൊടുക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, a maximum of 4 months എന്ത് ചെയ്യാം, ഹോൾഡ് ചെയ്യാം. ആദ്യം പാസ്സാകുമ്പോൾ ഒരു 3 months-ഉം പിന്നീട് പാസ്സാകുമ്പോൾ ഒരു 1 month-ഉം. At the end of the day എന്ത് ബില്ല് പാസ്സാവും? ബില്ല് പാസ്സാവും. And that is the reason I told you earlier. ആദ്യം എന്ത്? There is no provision for joint sitting. ഓക്കെ, അപ്പോ രാജ്യസഭയിൽ വെച്ച് നോക്കുമ്പോൾ ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ ഒരു പവർ എവിടെയാ? ഭയങ്കര കുറവാ. കാരണം എന്താണ്? ആഫ്റ്റർ ഓൾ അവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ബില്ലിന്റെ കേസ് ആലോചിച്ച് നോക്ക്. അവിടെ രാജ്യസഭയും ലോക്സഭയും എന്താണ്? ഈക്വൽ ടു ഈക്വലാ. ഓർഡിനറി ബില്ല് പാസ് ചെയ്യുമ്പോൾ അവസാനം വരെ ജോയിന്റ് സിറ്റിംഗിന്റെ വോട്ടെടുപ്പ് നടക്കുന്നത് വരെ ലോക്സഭയും രാജ്യസഭയും എന്താണ്? ഈക്വലാ അണ്ടർ ഓൾ. അപ്പോ ജനറലി നമ്മൾ എന്ത് പറയാറുണ്ട്? ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇസ് എ സെക്കൻഡറി ചേംബർ നമ്മൾ പറയാറുണ്ട്. വൈ എ സെക്കൻഡറി ചേംബർ? ബിക്കോസ് എങ്ങനെ നോക്കിയാലും ബില്ല് പാസ്സായി. ക്ലിയർ ആണോ? ഇതിൽ ഐട്രേഷൻസിൽ ഒരുപാട് സമയം കളയരുത്. എൻഡ് ലോജിക് ആണ് വേണ്ടത്. എൻഡ് ലോജിക് എന്താണ്? ആ ബിൽ വിൽ ബി പാസ്ഡ്. അസംബ്ലിയുടെ പവർ എന്ത് ചെയ്യും? കൗൺസിലിന്റെ മുകളിൽ എന്ത് ചെയ്യും? ഓവർ പറയും. അതിന്റെ മാക്സിമം എത്ര ഹോൾഡ് ചെയ്യാൻ പറ്റും? ഇനി വിസാവിസ് രാജ്യസഭയ്ക്ക് മാക്സിമം എത്ര ഹോൾഡ് ചെയ്യാൻ പറ്റും? 6 months. ഫൈൻ ആണോ? ദിസ് ഇസ് സംതിങ് റിഗാർഡിംഗ് ദി ഓർഡിനറി ബിൽ. ശ്രദ്ധിക്കുക, അതർ ദാൻ മണി ബിൽ. അപ്പൊ മണി ബില്ലിന്റെ പ്രൊവിഷൻസ് എന്തായിരിക്കും? ആർട്ടിക്കിൾ 198. മണി ബില്ല് ലോകസഭയെ തന്നെ എങ്ങനെയാണ്? ലോകസഭ പാസ് ചെയ്യുന്നു. ഓക്കെ, ലെറ്റ്സ് റിവൈസ് മണി ബില്ല്. എന്താണ് ഒരു മണി ബില്ല്? ആണോ? അതാണോ മണി ബില്ല്? ആർട്ടിക്കിൾ 110. ബ്യൂട്ടിഫുൾ. ആർട്ടിക്കിൾ 110ന്റെ ഡെഫിനിഷനിൽ വരുന്നതാണ് എന്ത്? മണി ബില്ലായിട്ട് വരുന്നത്. ഓക്കെ, ആർട്ടിക്കിൾ 110. ഹൂ ക്യാൻ ഇൻട്രൊഡ്യൂസ് ഇറ്റ്? ഓക്കെ, യൂഷ്വലി നമ്മൾ എന്ത് പറയും? ആ മിനിസ്റ്റർ. ലക്ഷ്മികാന്തിൽ എന്ത് പറയുന്നു? ആ മിനിസ്റ്റർ എന്ന് പറയുന്നു. നമുക്കത് തിരുത്താനുണ്ട് ലാസ്റ്റിലേക്ക്, നമുക്കത് വെക്കാം. ഓക്കെ, എന്താണ്? ആ മിനിസ്റ്റർ ക്യാൻ ഇൻട്രൊഡ്യൂസ്. ആ മിനിസ്റ്റർ ഫ്രം വിച്ച്? എവിടെ മാത്രം? ആ മിനിസ്റ്റർ ഇൻ ലോക്സഭ എന്ത് ചെയ്യും? ഇൻട്രൊഡ്യൂസ് ചെയ്യും. രാജ്യസഭയ്ക്ക് അതിന്റെ മുകളിലുള്ള പവർ എന്താ? ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ മാക്സിമം എത്ര ദിവസം ഹോൾഡ് ചെയ്യാം? 14 days ആണ് മാക്സിമം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പാർലമെന്റിന് അത് രാജ്യസഭയ്ക്ക് അതിൽ സജഷൻസ് കൊടുക്കാം, അല്ലാതെ അക്സെപ്റ്റ് ചെയ്യണമെന്നോ വിത്ത് ഹോൾഡ് ചെയ്യണമെന്നോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഫൈൻ. സെയിം അപ്ലൈസ് ടു പാർലമെന്റ് ഓൾസോ. മണി ബിൽ എങ്ങനെയാണോ പാർലമെന്റിൽ, അതേപോലെ തന്നെയാണ് എവിടെ സ്റ്റേറ്റ് ലെജിസ്ലേഷൻ. ഫൈനാണോ? ഒരു വ്യത്യാസവും ഇല്ല. ഓക്കെ, ബട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഓർഡിനറി ബില്ല് ആവുമ്പോഴത്തേക്കും എന്ത് മാറും? ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആരെ പോലെയല്ല, രാജ്യസഭയെ പോലെയല്ല. കാരണം രാജ്യസഭയേക്കാളും എന്താണ്? സബ്സിഡറി സ്റ്റാറ്റസ് ആണ്. കിട്ടുന്നുണ്ടോ? ഓക്കെ, ഞാൻ ഒന്നുകൂടെ എഴുതി കാണിക്കാം. ഓക്കെ, when it comes to a money bill, ഇത് പാർലമെന്റ്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. ഓക്കെ, ഓർഡിനറി ബില്ല്. ഓക്കെ, പാർലമെന്റും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലും എന്താണ്? സെയിം പ്രോസസ് ആണ്. ഓക്കെ, 14 days എല്ലാം സെയിം, നോ ഡിഫറൻസസ്. ഓക്കെ, ബട്ട് വെൻ ഇറ്റ് കംസ് ടു ആൻ ഓർഡിനറി ബിൽ, ഓക്കെ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ബിൽസ്,
വരുമ്പോൾ എന്താണ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്താണ് സബ്സിഡറി റോളാണ്. മാക്സിമം നിങ്ങൾക്ക് എത്ര ഹോൾഡ് ചെയ്യാം 4 months. ആൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ പാസ്സാവുന്ന ഒരു നിയമം എവിടെ പാസ്സായിട്ടുണ്ടാവും? കൗൺസിൽ എന്തായിട്ടുണ്ടാവും? പാസ്സായിട്ടുണ്ടാവും. ബട്ട് ഹിയർ എന്താണ് ഓൾമോസ്റ്റ് ലോക്സഭയ്ക്കും രാജ്യസഭയ്ക്കും ഈക്വൽ പവേഴ്സ് ഉണ്ട്, എക്സെപ്റ്റ് ഫോർ അത് എന്തിലേക്ക് പോകുമ്പം ജോയിന്റ് സിറ്റിംഗ്. ഓക്കെ, ബട്ട് ഹാവിംഗ് സെഡ് സോ ഈ ഫിനാൻഷ്യൽ ബിൽസ് ഉണ്ടല്ലോ അതിന് കുറച്ച് ഇൻട്രൊഡക്ഷൻ റെസ്ട്രിക്ഷൻസ് ഇല്ലേ? ഫിനാൻഷ്യൽ ബിൽ 1 എന്തായിരുന്നു? ഫിനാൻഷ്യൽ ബിൽ 1 എന്തായിരുന്നു? ആർട്ടിക്കിൾ 110 പ്ലസ് സം അതർ ജനറൽ പ്രൊവിഷൻസ്. ആർക്കേ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ? മിനിസ്റ്റർ ഇൻ ലോക്സഭയ്ക്ക് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞാൽ അത് എന്ത് തന്നെയാണ്? ഓർഡിനറി ബില്ലാണ്. ആ റെസ്ട്രിക്ഷൻസ് ഒക്കെ അവിടെ തന്നെ നിൽക്കുകയും ചെയ്യും. പ്രയർ റെക്കമെൻഡേഷൻ വേണോ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഫിനാൻഷ്യൽ ബില്ല്? വേണം, വേണ്ടേ? ഓക്കെ, നിങ്ങൾ ആ ടേബിൾ എടുക്ക്. നോക്ക്, ഫിനാൻഷ്യൽ ബിൽ 1 പ്രയർ റെക്കമെൻഡേഷൻ വേണ്ടേ? പ്രയർ റെക്കമെൻഡേഷൻ ഓഫ് പ്രസിഡന്റ് വേണ്ടേ? വേണോ? വേണമല്ലോ. ഓക്കെ, അതൊക്കെ സെയിം ആണ്. ഞാൻ ഈ ഓർഡിനറി ബില്ലിനോട് എപ്പോഴാണ് ഈക്വൽ ആക്കുന്നത്? വൺ സഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾ വാട്ട് ഇസ് അപ്ലൈഡ് ഫോർ ഫിനാൻഷ്യൽ ബിൽസ് എന്താവും? അവിടെയൊക്കെ അപ്ലൈ ആവും റെസ്ട്രിക്ഷൻസ് ഒക്കെ. അത് കഴിഞ്ഞിട്ട് സഭ പാസ് ചെയ്യുമ്പോൾ പിന്നെ എന്താണ്? ഒരു ഫിനാൻഷ്യൽ ബിൽ എന്ത് തന്നെയാണ്? ഒരു ഓർഡിനറി ബില്ല് തന്നെയാണ്. പക്ഷെ അവിടെ വരുമ്പം അസംബ്ലിയുടെ അകത്ത് വരുമ്പോൾ കൗൺസിലിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അസംബ്ലിക്ക് എന്തുണ്ട്? ഹയർ പവേഴ്സ് ഉണ്ട്. പക്ഷെ ഇവിടെ ലോക്സഭയും രാജ്യസഭയും ഓൾമോസ്റ്റ് എന്താണ്? ഈക്വൽ ആണ്. ടിൽ എവിടം വരെ? എവിടം വരെ? ജോയിന്റ് സിറ്റിംഗ് വരെ. ഫൈൻ ആണോ? ഒന്നുകൂടെ പറയണോ? ഏകദേശം മനസ്സിലായോ? ഓക്കെ, ഇനി മനസ്സിലായില്ലെങ്കിലും നിങ്ങൾ അവസാനം മനസ്സിലേക്ക് വെക്കേണ്ട 2-3 പോയിന്റ്സ് എന്തൊക്കെയാണ്? ജോയിന്റ് സിറ്റിംഗ് ഉണ്ടോ? എന്തുകൊണ്ടില്ല? എനിവേ അറ്റ് എനി കോസ്റ്റ് എന്താവും? A bill will be passed by the legislative assembly over the council. ഈ 2 വാക്ക് ഓർത്താൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യാം. പിന്നെ ഒരു വാക്ക് കൊണ്ട് ഓർത്താൽ നല്ലത്, മാക്സിമം എത്ര ഹോൾഡ് ചെയ്യാം? 4 months. 3 months in the first instance and 1 month in the second instance. Good enough? നോക്ക്, ആർട്ടിക്കിൾ 198 മണി ബിൽ, ആർട്ടിക്കിൾ 199 ഡെഫിനിഷൻ ഓഫ് മണി ബിൽ. എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ നോക്ക് വായിച്ചിട്ട്. Abolition, imposition, remission, alteration, regulation of tax, regulation of borrowing, consolidated contingent fund, എല്ലായിടത്തും ഇന്ത്യയിലുള്ളടുത്ത് എന്തായിട്ട് മാറും? സ്റ്റേറ്റ് ആയിട്ട് മാറും. ഓക്കെ, സെയിം ഡെഫിനിഷൻസ് ആർ ഗിവൻ ഫോർ ആർട്ടിക്കിൾ 110. ഫൈൻ, മനസ്സിലായോ? ഓക്കെ, now we are going into the most important territory. ആൻഡ് റീസെന്റ് ഇപ്പം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? സുപ്രീം കോടതിയിൽ ഇതിന്റെ ഹിയറിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ് ദി ബേസിക്സ് ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, എന്നാൽ മാത്രമാണ് ഇനി അങ്ങോട്ടുള്ള ന്യൂസ് പേപ്പേഴ്സിലെ ആർട്ടിക്കിൾസ് ഒക്കെ വായിച്ചാൽ എന്താവുള്ളൂ? മനസ്സിലാവുള്ളൂ. ഫൈൻ, ഓക്കെ. ബട്ട് ബിഫോർ ഗോയിങ് ഇൻ ടു ഇറ്റ് നമുക്ക് നമ്മുടെ ടേബിൾ, ആ ടേബിൾ ഒന്നുകൂടെ എടുക്കാവോ? ഐ എം സോറി, ആ ടേബിൾ ഒന്നുകൂടെ എടുക്കാവോ? ഏതാണോ ബില്ലിന്റെ ടേബിൾ? Have you taken? Okay, നമുക്ക് എത്ര തരം ബില്ലുകളായിരുന്നു ഉള്ളത്? ഓർഡിനറി ബിൽ, മണി ബിൽ, ഫിനാൻഷ്യൽ ബിൽ 1, ഫിനാൻഷ്യൽ ബിൽ 2. തൽക്കാലത്തേക്ക് നമുക്ക് ഏത് മറന്നു കളയാം? കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റിൽ മറന്നു കളയാം. കാരണം എന്താണ്? നമുക്കിവിടെ ഇല്ല. ഓക്കെ, ഈ 4 ബില്ലുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. ഓർഡിനറി ബിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഡെഫിനിഷൻ എന്താണ്? നോട്ട് റിലേറ്റഡ് ടു മണി ഓർ നോട്ട് എ മണി ബിൽ, നോട്ട് എ ഫിനാൻഷ്യൽ ബിൽ. ഓക്കെ, നൗ അടുത്തത്, അത് കഴിഞ്ഞാൽ എന്തായിരുന്നു? മണി ബില്ലിന്റെ ഡെഫിനിഷൻ എന്തായിരുന്നു? ആർട്ടിക്കിൾ 110. ഓക്കെ, പ്രയർ റെക്കമെൻഡേഷൻ വേണോ പ്രസിഡന്റിന്റെ? പ്രയർ റെക്കമെൻഡേഷൻ വേണോ? വേണം. പ്രയർ റെക്കമെൻഡേഷൻ ഓഫ് പ്രസിഡന്റ് ഉണ്ടെങ്കിലാണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ആർക്കാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക? മിനിസ്റ്റേഴ്സിനാണ് എന്ത് ചെയ്യാൻ പറ്റുക? ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക. സഭയിൽ അത് വന്നു കഴിഞ്ഞാൽ ലോകസഭയിൽ പാസ്സാവുന്നു, രാജ്യസഭയിൽ പാസ്സാവുന്നു. ഓക്കെ, രാജ്യസഭയിൽ പാസ്സാവണോ? നിങ്ങൾ എന്താ തിരുത്താത്തെ?
14 days മാക്സിമം ഹോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ അത് എന്താവും, ഡീം ടു ബി പാസ്ഡ് ആവും. ശരി, ഇനി ആരെ സ്റ്റേജിലേക്ക് അത് എത്തി, പ്രസിഡന്റ് സ്റ്റേജിലേക്ക് എത്തി. ഫൈൻ. പ്രസിഡന്റ് എന്തൊക്കെ ചെയ്യാം, അസെൻഡ് ചെയ്യാം, വിത്ത് ഹോൾഡ് ചെയ്യാം, അത്രയേ ഉള്ളൂ. ഓക്കെ, കഴിഞ്ഞു. നൗ ആ പേജ് ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മുടെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലേക്ക് വരിക. നമ്മൾ എന്ത് ചെയ്യാൻ പോണ്, അസെൻഡിങ് ഓഫ് മണി ബിൽസ് ബൈ ദി ഗവർണർ, അതൊരു ഹെഡിങ് ആയിട്ട് കൊടുക്കുക. Ascending of a money bill by governor. Now, similarly, ഒരു മണി ബിൽ എവിടെ വന്നു, ഗവർണറിന്റെ ഫ്രണ്ടിൽ വന്നു. ഗവർണറിന് എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടാവും, അസെൻഡ്, പിന്നെ എന്തൊക്കെ ചെയ്യാം, വിത്ത് ഹോൾഡ് ചെയ്യാം. സോ യു ക്യാൻ റൈറ്റ് ഹി ക്യാൻ അസെൻഡ് ദ ബിൽ, he can withhold the bill. Okay, മൂന്നാമതൊരു പോസിബിലിറ്റിയും കൂടെ ഉണ്ട് ഗവർണറിന്റെ കേസിൽ. അതെന്താണ്, ആർക്കെങ്കിലും ഗസ് ചെയ്യാവോ? റിസർവിങ് ഇറ്റ് ഫോർ ദി പ്രസിഡന്റ്. ഈ മണി ബില്ലിൽ എന്തൊക്കെയോ കുഴപ്പമുണ്ട്. ഇത് ഞാൻ നോക്കേണ്ടതല്ല, ആര് നോക്കണം, പ്രസിഡന്റ് നോക്കണം. സോ എന്താണ്, ഐ ആം റിസർവിങ് ഇറ്റ് ഫോർ ദി പ്രസിഡന്റ്. ഫൈൻ, ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ മണി ബില്ല് കറക്റ്റ് ആയേ. ഓക്കെ, നൗ തിരിച്ചു പോവാം, നമ്മുടെ ടേബിളിലേക്ക് പോവാം. നമുക്ക് ഓർഡിനറി ബില്ല് എടുക്കാം. ഓർഡിനറി ബില്ല് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, നോട്ട് എനിത്തിങ് റിലേറ്റഡ് ടു മണി ബില്ല്. ഇനി എന്ത് സംഭവിക്കുന്നു, ആർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, എനി വൺ ക്യാൻ ഇൻട്രൊഡ്യൂസ്. പ്രയർ റെക്കമെൻഡേഷൻ വേണോ, വേണ്ടല്ലോ. പ്രയർ റെക്കമെൻഡേഷൻ ഓഫ് പ്രസിഡന്റ് വേണം. ആർക്ക് വേണമെങ്കിൽ എവിടെ വേണമെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ലോക്സഭയിൽ നിന്ന് അത് പാസ്സായി. ശരി, രാജ്യസഭയിലും അതെന്തായി, പാസ്സായി. ഓക്കെ, ലോക്സഭ രാജ്യസഭയുടെ ഡൈനാമിക്സ് എന്താണ്, ലോക്സഭയിൽ പാസ് ചെയ്യുമ്പോൾ രാജ്യസഭയ്ക്ക് എന്ത് ചെയ്യാം, അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്താവാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, സജഷൻ സബ്മിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മാക്സിമം എത്ര ഹോൾഡ് ചെയ്യാം, 6 months. ഓർഡിനറി ബില്ല 6 months എന്ത് ചെയ്യാം, ഹോൾഡ് ചെയ്യാം. എന്നിട്ട് രണ്ടുപേരും ഒന്നുകിൽ ജോയിന്റ് സിറ്റിംഗിലേക്ക് എത്തി, അല്ലെങ്കിൽ എന്തായി, പാസ് ചെയ്ത് ആരുടെ ഫ്രണ്ടിലെത്തി, പ്രസിഡന്റ് എന്തൊക്കെ ചെയ്യായിരുന്നു, അസെൻഡ് ചെയ്യാം, വിത്ത് ഹോൾഡ് ചെയ്യാം, പിന്നെന്ത് ചെയ്യാം, റീകൺസിഡർ ചെയ്യാം. നമുക്ക് തിരിച്ച് എങ്ങോട്ട് വരാം, നമ്മുടെ ഗവർണറിന്റെ പവറിലേക്ക് വരാം. അടുത്ത ഹെഡിങ് എന്താണ്, ഗവർണേഴ്സ് പവർ റിലേറ്റഡ് ടു അസെൻഡിങ് ആൻഡ് ഓർഡിനറി ബിൽ / ഫിനാൻഷ്യൽ ബിൽ 1 ഫിനാൻഷ്യൽ ബിൽ 2 എന്നും കൂടെ കൊടുത്തോട്ടോ. ഗവർണേഴ്സ് പവർ ടു അസെൻഡ് ടു a ordinary bill, financial bill 1, financial bill 2. Same procedure ആണ്. ഫൈൻ, ക്ലിയർ. ഇവിടെ ഗവർണറിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അസെൻഡ് ചെയ്യാം, പിന്നെ വിത്ത് ഹോൾഡ് ചെയ്യാം, പിന്നെ പ്രസിഡന്റിലേക്ക് നിൽക്കട്ടെ, റിസർവ് നിൽക്കട്ടെ, റീകൺസിഡർ ചെയ്യാം. മണി ബില്ലിന് എന്തില്ലായിരുന്നു, റീകൺസിഡറേഷൻ ഇല്ലായിരുന്നു. അസെൻഡ് ചെയ്യാം, വിത്ത് ഹോൾഡ് ചെയ്യാം, പിന്നെ എന്ത് ചെയ്യാം, റീകൺസിഡറേഷന് വിടാം. ലാസ്റ്റ് ഓപ്ഷൻ എന്തായിരുന്നു, പ്രസിഡന്റിന് റിസർവ് ചെയ്യാം. എന്തുകൊണ്ടാണ് ഞാൻ അവസാന നിമിഷം ഫിനാൻഷ്യൽ ബില്ലും 2 അതിലേക്ക് ആഡ് ചെയ്തത്, ബില്ല് പോലെ തന്നെയാണ്. പക്ഷെ അപ്പോഴും നിങ്ങൾ ആലോചിക്കേണ്ടത് എന്താണ്, ഇനീഷ്യലി ഉള്ള റെസ്ട്രിക്ഷൻസ് എന്താണ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഫിനാൻഷ്യൽ ബില്ല് സെയിം ടേബിൾ ആണ്, ടേബിൾ എന്താണ്, ഫിനാൻഷ്യൽ ബിൽ 1 2 ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്തുണ്ട്, ആർക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, ഫിനാൻഷ്യൽ ബിൽ 1 ആർക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, മിനിസ്റ്റർ എവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, പ്രയർ റെക്കമെൻഡേഷൻ വേണോ, ഇതൊക്കെ എന്തിനുണ്ട്. ഇനി ഫിനാൻഷ്യൽ ബിൽ 2 ആണെങ്കിൽ പ്രയർ റെക്കമെൻഡേഷൻ വേണോ, വേണം. പ്രയർ റെക്കമെൻഡേഷൻ വേണോ, ഇൻട്രൊഡക്ഷന് വേണ്ട, പക്ഷെ എന്തിനു വേണം, കൺസിഡറേഷൻ സ്റ്റേജിൽ വേണം. ഓർമ്മയില്ല, പോയോ, ഓർമ്മയില്ല, കൺസിഡറേഷൻ സ്റ്റേജിൽ വേണം ഫിനാൻഷ്യൽ ബിൽ 2. ഓക്കെ, പിന്നെ അത് എന്തായിട്ട് തന്നെയാണ് മാറുന്നത്, ഓർഡിനറി ബില്ലായിട്ട് തന്നെയാണ് മാറുന്നത്. ഈ രണ്ട് സാധനവും ക്ലിയർ ആണോ?
ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറയാം. മണി ബില്ലാണെങ്കിൽ എന്ത് ഓപ്ഷൻസ് ആണ് ഗവർണറിനുള്ളത്? എന്തൊക്കെ ഓപ്ഷൻസ് ഗവർണറിനുള്ളത്? അസെന്റ്, വിത്ത്ഹോൾഡ്, റിസർവ് ഇറ്റ് ഫോർ ദി പ്രസിഡന്റ്. മണി ബില്ലോ ഫിനാൻഷ്യൽ ബിൽ 1 or 2 ആണെങ്കിൽ എന്തൊക്കെയാണ് ഓപ്ഷൻസ് ഉള്ളത്? അസെന്റ് ചെയ്യാം, വിത്ത്ഹോൾഡ് ചെയ്യാം, റീകൺസിഡർ ചെയ്യാം, പിന്നെന്താണ്? പിന്നെ പ്രസിഡന്റിന് റിസർവ് ചെയ്യാം. ഓക്കെ, നൗ വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് താഴത്തേക്ക് എഴുതുക. ബൈ വേരിയസ് സുപ്രീം കോർട്ട് ജഡ്ജ്മെന്റ്സ്, അത് ഈ സ്ലൈഡ്സിലില്ല, അതുകൊണ്ട് എഴുതണം നിർബന്ധമായിട്ടും. ബൈ വേരിയസ് സുപ്രീം കോർട്ട് ജഡ്ജ്മെന്റ്സ്, the court has reaffirmed that withholding of the bill ഒന്നുകൂടെ പറയാണ്. ബൈ വേരിയസ് സുപ്രീം കോർട്ട് ജഡ്ജസ്, ദി സുപ്രീം കോർട്ട് ജഡ്ജ്മെന്റ്സ് എന്താണ്? ദി കോർട്ട് ഹാസ് റീഅഫേംഡ് ദാറ്റ് withholding of a bill passed by the state legislature and in hand of the governor means sending it for reconsideration once more. And after it has been reconsidered by the state legislature. എടാ ഒന്ന് വായിച്ചു കൊടുക്കടാ, ഞാൻ ട്രാക്ക് പോയി, ആദ്യം തൊട്ട് വായിച്ചു. എന്റെ ട്രാക്കും പോയി, ഒന്ന് വായിക്കാവാരല്ലോ. ആ സ്റ്റേറ്റ്മെന്റ് നോക്ക്. സുപ്രീം കോടതി എന്താ പറയുന്നത്? വിത്ത് ഹോൾഡിങ്ങിന്റെ അർത്ഥം ബില്ല് എന്താക്കുക എന്നല്ല, ഡിലീറ്റ് ചെയ്യാന്നല്ല. വിത്ത് ഹോൾഡിങ്ങിന്റെ അർത്ഥം റീകൺസിഡറേഷൻ ഒന്നും കൂടെ വിടുക എന്നുള്ളതാണ്. And if the bill which has been sent for reconsideration, and a bill which has been sent for reconsideration, if passed by the assembly once more, എഴുതിയാ ഇവിടെത്തി, ഒറ്റ മിനിറ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കടാ, ഞാൻ ട്രാക്കായി. ഓക്കെ, ഒന്ന് ലാസ്റ്റ് ടൈം വായിക്ക്, എനിക്ക് ഒരു ട്രാക്ക് പോകുന്നു. അല്ല, ഒന്ന് ജസ്റ്റ് വായിക്കടാ. Passed again by the assembly, the governor has to give assent to the same. ഞാൻ ഈ മലയാളത്തിൽ പറയാം. Governor has to give the assent for the same. സുപ്രീം കോടതി എന്താണ് പറയുന്നത്? വിത്ത് ഹോൾഡിംഗ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? വിത്ത് ഹോൾഡിംഗ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? റീകൺസിഡർ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, റീകൺസിഡർ ചെയ്ത് കഴിഞ്ഞ് ആ ബില്ല് ഒന്നും കൂടെ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ, ഗവർണറുടെ കയ്യിൽ വന്നിട്ടുണ്ടെങ്കിൽ അസെന്റ് ചെയ്യണം. എന്തിനായിരിക്കും സുപ്രീം കോടതി ഇങ്ങനെ ഒരു വേർഡിക്റ്റ് കൊടുത്തിട്ടുണ്ടാവുക? എല്ലാ ഗവർണേഴ്സും, കുറെ ഗവർണേഴ്സ് എന്ത് ചെയ്യുന്നു? ബില്ല് എന്ത് ചെയ്യുന്നു? അവിടെ വെക്കും. അല്ലെങ്കിൽ ചുമ്മാ റീകൺസിഡറേഷൻ വെച്ചിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നു? വീറ്റോ ഇടുന്നു. ഫൈൻ, ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ, നൗ ലെറ്റ് മീ ജസ്റ്റ് ആണ്. മണി ബില്ലാണെങ്കിൽ, ഇനി മണി ബില്ലിന്റെ കേസിൽ ഇനി ഇങ്ങനെ ചോദിക്കരുത്, മണി ബില്ലിന്റെ കേസിൽ വിത്ത് ഹോൾഡിംഗ് ചെയ്താൽ അത് ഇതാവും ചോദിക്കരുത്. കാരണം എന്താണ്? മണി ബില്ലിന്റെ കേസിൽ ഞാൻ എന്താ എഴുതിയത്? മണി ബില്ലിന്റെ കേസിൽ ഒന്നെങ്കിൽ അസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ വിത്ത് ഹോൾഡ് ചെയ്യാം,
അല്ലെങ്കിൽ പ്രസിഡന്റ് വിടാം. അവിടെ വിത്ത് എന്ന് പറഞ്ഞാൽ റീകൺസിഡറേഷൻ അല്ല, കാരണം അവിടെ എന്തില്ല, റീകൺസിഡറേഷൻ എന്നുള്ള പോസിബിലിറ്റിയേ ഇല്ല. ഫൈൻ. ബട്ട് വെൻ ഇറ്റ് കംസ് ടു an ordinary bill, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ബിൽ 1, ഫിനാൻഷ്യൽ ബിൽ 2, നമ്മൾ എന്താണ്, അസെന്റ് ചെയ്യാം, വിത്ത് ചെയ്യാം, റീകൺസിഡർ ചെയ്യാം, പ്രസിഡന്റിന് റിസർവ് ചെയ്യാം. വിത്ത് ഹോൾഡിംഗ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, റീകൺസിഡറേഷൻ ആണ്. അങ്ങനെ റീകൺസിഡർ ചെയ്ത് തിരിച്ചൊരു ബില്ല് വന്നിട്ടുണ്ടെങ്കിൽ ഗവർണർ എന്ത് കൊടുക്കണം, ഒപ്പിട്ടു. ആൻഡ് ദിസ് ഇസ് നോട്ട് സംതിങ് സെഡ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല പറയുന്നത്, അതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞിട്ടുള്ള എന്താണ്, സുപ്രീം കോടതി ജഡ്ജ്മെന്റ് ആണ്. ഫൈൻ ആണോ? ഇസ് ഇറ്റ് ഫൈൻ? രണ്ട് കേസ് ഓക്കെ ആണോ? ഓക്കെ. നോക്ക്, ഇത് ഇത്തിരി കൺഫ്യൂസിംഗ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, മണി ബില്ലും ഓർഡിനറി ബില്ലും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഡിഫറൻഷിയേറ്റ് ഇല്ല. ഒന്നും കൂടെ വായിച്ചു നോക്ക്, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയും. ഒന്ന് മനസ്സിലാലോചിച്ച് നോക്ക്. ഐ തിങ്ക് നിങ്ങൾ കൺഫ്യൂസ് ആവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഒത്തിരി ടൈം തന്നത്. ഫൈൻ, ലെറ്റ്സ് കം വൺസ് അഗൈൻ. മണി ബില്ലാണ്. മണി ബില്ല് ഗവർണറിന്റെ ഫ്രണ്ടിൽ വന്നു. ഗവർണറിന് എന്തൊക്കെ ഓപ്ഷൻ ഉണ്ട്? അസെന്റ് ചെയ്യാം, വിത്ത് ചെയ്യാം, പ്രസിഡന്റിന് റിസർവ് ചെയ്യാം. ഓർഡിനറി ബില്ലോ ഒരു ഫിനാൻഷ്യൽ ബില്ലോ ഗവർണറിന്റെ ഫ്രണ്ടിൽ വന്നാൽ ഗവർണറിന് എന്തൊക്കെ ചെയ്യാം? അസെന്റ് ചെയ്യാം, വിത്ത് ചെയ്യാം, റീകൺസിഡർ ചെയ്യാം. റീകൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? സുപ്രീം കോടതി എന്താണ് പറയുന്നത്? വിത്ത് ഹോൾഡിംഗ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? റീകൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? റീകൺസിഡർ ചെയ്ത് വീണ്ടും ആ അസംബ്ലി അക്സെപ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് കൊടുക്കണം? അസെന്റ് ചെയ്യാം. സ്വാഭാവികമായിട്ടുള്ള ഒരു ഡൗട്ട് മനസ്സിൽ തോന്നുന്നില്ല. ഇനി നിങ്ങൾ ടേബിൾ എടുക്ക്, അപ്പുറത്തെ ടേബിൾ എടുക്ക്, നമ്മുടെ പണ്ടത്തെ ടേബിൾ. ഓക്കെ, അന്ന് ഞാനൊരു പോയിന്റ് പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഓർഡിനറി ബില്ലിൽ ഒരു റീകൺസിഡറേഷൻ ഇല്ലേ? ഫിനാൻഷ്യൽ ബിൽ 1 ഒരു റീകൺസിഡറേഷൻ ഇല്ലേ? ഫിനാൻഷ്യൽ ബിൽ 2 റീകൺസിഡറേഷൻ ഇല്ലേ? അങ്ങനെ റീകൺസിഡറേഷൻ കഴിഞ്ഞു വന്നാൽ, പ്രസിഡന്റ് റീകൺസിഡറേഷൻ കഴിഞ്ഞു വന്നാൽ പ്രസിഡന്റും എന്ത് ചെയ്യണം? ഒപ്പിട്ട് കൊടുക്കണം. കിട്ടിയില്ല? ഒന്നുകൂടെ പറയാം. നോക്ക്, ഓർഡിനറി ബില്ലിന്റെ അവസാനം 3 ഓപ്ഷൻ ഉണ്ടല്ലോ. എന്തൊക്കെയാണ്? അസെന്റ് ചെയ്യുക, വിത്ത് ഹോൾഡ് ചെയ്യുക, റീകൺസിഡറേഷൻ കൊടുക്കുക. If the bill has been sent for reconsideration by the president and Lok Sabha or the Raj Sabha approves it, again, then the president has to give assent to it. Okay, അവിടെ എവിടെയെങ്കിലും ഒരു സ്പേസ് ഉണ്ടാക്കിയിട്ട് ഈ ലൈൻ എഴുതിക്കോ. For money bill, financial bill 1 and financial bill 2. For money bill, financial bill 1 and financial bill 2. I'm sorry. എല്ലാവരും തിരുത്താത്തെ. Thank you. ഇതാണ് for ordinary bill, financial bill 1, financial bill 2. Thank you. Okay. President has 3 options. എന്തൊക്കെയാണ് ഓപ്ഷൻസ്? അസെന്റ്, വിത്ത് ഹോൾഡ്, പിന്നെന്താണ്? റീകൺസിഡറേഷൻ. When a bill is sent for reconsideration by the president, and it has been again passed by the parliament,
when the bill has been sent by the, ഞാൻ അത് റിപ്പീറ്റ് ചെയ്യാണ്, എന്താണ്, when the reconsideration by the president and it had been again approved by the അല്ലെങ്കിൽ by the parliament, passed by the parliament, president has to give assent for the same. ഫൈൻ ഫൈൻ. ഇതിവിടെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മൾ എവിടെ പറയുമായിരുന്നു? പ്രസിഡന്റിൽ പറയുമായിരുന്നു. മനസ്സിലായോ? സ്റ്റക്കായോ? അസെന്റ്, ഹാസ് ടു ഗീവ് അസെന്റ്. റീകൺസിഡറേഷൻ കഴിഞ്ഞൊരു ബില്ല് വന്നാൽ പ്രസിഡന്റ് എന്ത് ചെയ്തിട്ടുണ്ടാവണം? നിർബന്ധമായിട്ടും അത് എന്തിനു കൊടുത്തിട്ടുണ്ടാവണം? അസെന്റ് കൊടുത്തിട്ടുണ്ടാവണം. ഫെയർ ഇനഫ്? ഓക്കെ. നൗ ഒരു കൺഫ്യൂഷൻ കൂടെ വരാം. ഞാൻ നേരത്തെ പറഞ്ഞ വിത്ത് ഹോൾഡിങ്ങിന്റെ സാധനം ഉണ്ടല്ലോ, വിത്ത് ഹോൾഡിംഗ് മീൻസ് റീകൺസിഡറേഷൻ ആണെന്നുള്ളത്, അത് പ്രസിഡന്റിന് ആപ്ലിക്കബിൾ ആണോ? അല്ല, അത് ഗവർണറിന് മാത്രമാണ് ആപ്ലിക്കബിൾ. കാരണം എന്താണ്? സുപ്രീം കോടതി ഏത് കേസിലാണ് അത് പറഞ്ഞത്? ഗവർണറായിട്ട് ബന്ധപ്പെട്ട കേസിലാണ് പറഞ്ഞത്. ഫൈൻ ആണോ? ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അതോ ഷട്ടറായോ? ഓക്കെ, ലെറ്റ്സ് കം വൺസ് അഗൈൻ. നമുക്ക് തിരിച്ചു, നമ്മൾ കഴിഞ്ഞു. ഇനി നമുക്ക് പ്രസിഡന്റിന്റെ ഇതും കൂടെ ഉള്ളൂ, അസെന്റും കൂടെ ഉള്ളൂ, പ്രസിഡന്റിന്റെ റിസർവേഷനും കൂടെ പറയാനുള്ളൂ. നമ്മൾ ഗവർണറിന്റെ സ്റ്റേജിലുള്ള എല്ലാം കഴിഞ്ഞു. ലെറ്റ്സ് ടേക്ക് എ മണി ബിൽ. ഒരു മണി ബില്ലാണ്. മണി ബില്ലാണെങ്കിൽ ഗവർണറിന് എന്തൊക്കെ ചെയ്യാം? അസെന്റ് ചെയ്യാം, വിത്ത് ഹോൾഡ് ചെയ്യാം, പിന്നെ എന്ത് ചെയ്യാം? റിസർവ് ചെയ്യാം. ഇഫ് ഇറ്റ്സ് ആൻ ഓർഡിനറി ബിൽ ഓർ എ ഫിനാൻഷ്യൽ ബിൽ 1 ഓർ എ ഫിനാൻഷ്യൽ ബിൽ 2, എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട്? അസെന്റ് ചെയ്യാം, വിത്ത് ഹോൾഡ് ചെയ്യാം, റീകൺസിഡർ ചെയ്യാം, പിന്നെ വിത്ത് ഹോൾഡ് എന്ന് പറഞ്ഞാൽ റീകൺസിഡറേഷൻ എന്ന് ആര് പറഞ്ഞു? സുപ്രീം കോർട്ട് പറഞ്ഞു. റീകൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഗവർണർ നിർബന്ധമായിട്ട് എന്ത് ചെയ്തോട്ടുണ്ടാവണം? അസെന്റ് ചെയ്ത്. ഫെയർ ഇനഫ്? ഇത്രയും സിമ്പിൾ ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കിയിട്ട് പറ, അല്ലെങ്കിൽ നമുക്ക് അടുത്തയിലേക്ക് പോവാം. Fair enough? Okay, last one more point. I just missed one more point. When a bill endangers the position of High Court, when a bill endangers the position of High Court, High Court inde പവേഴ്സിനെയോ പൊസിഷനെയോ എന്തെങ്കിലും എൻഡേഞ്ചർ ചെയ്യുന്ന ഒരു ബിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി പാസ്സാക്കിയാൽ മാൻഡേറ്ററിലി ഗവർണർ എന്ത് ചെയ്തിട്ടുണ്ടാവണം? പ്രസിഡന്റിന് അത് റിസർവ് ചെയ്തിട്ടുണ്ടാവണം. The Constitution says when a bill endangering the status of High Court, the position of High Court, is passed by the state legislative, the governor has to mandatorily, mandatory ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്, governor has to mandatorily reserve it for the president. അവിടെ വേറെ ഓപ്ഷൻ ഇല്ല. ഈ ഒരു ഒറ്റ കേസിലാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് പറയുന്നുള്ളൂ? നിർബന്ധമായും നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം? റിസർവ് ചെയ്തിട്ടുണ്ടാവണം. പോയിന്റ് കിട്ടിയോ? ഫൈൻ. വേറെ ഒറ്റ കേസിലും ഇവൻ നിങ്ങൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് അങ്ങനെയൊന്നും പറയുന്നില്ല. ഈ ഒരു ഒറ്റ കേസിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് പറയാണ് എന്ത്? ഹൈക്കോർട്ടിന്റെ പൊസിഷൻ എൻഡേഞ്ചർ ചെയ്യുന്ന എന്തെങ്കിലും ഒരു ബില്ല് സഭ പാസ്സാക്കിയാൽ, ഏത് സഭ? അസംബ്ലിയോ കൗൺസിലോ പാസ്സാക്കിയാൽ ഗവർണറിന് പിന്നെ എന്തില്ല? ആ ബില്ല് പിടിച്ചു വെക്കാൻ എന്ത് ചെയ്യാൻ പറ്റൂല. അത് ആർക്ക് നിർബന്ധമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവണം? പ്രസിഡന്റ് റിസർവ് ചെയ്തിട്ടുണ്ടാവണം. ഇത് ഭയങ്കര സ്റ്റാർ മാർക്ക് ചെയ്തിട്ട് നോട്ട് ചെയ്ത് വെക്കുക. കാരണം ഇത് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന ഒരു എക്സെപ്ഷൻ ആയതുകൊണ്ട് എക്സാമിന് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. ഫൈൻ ആണോ? ഇസ് ഇറ്റ് ഫൈൻ? ക്ലീൻ ആണോ? ഓക്കെ, നമുക്ക് ഒന്നും കൂടെ ജസ്റ്റ് റിവൈസ് ചെയ്യാം. ഓക്കെ, മണി ബില്ലാണെങ്കിൽ ഗവർണറിന് എന്തൊക്കെ ചെയ്യാം? അസെന്റ് ചെയ്യാം, വിത്ത് ഹോൾഡ് ചെയ്യാം, റീകൺസിഡറേഷൻ കൊടുക്കാം. റിസർവേഷൻ കൊടുക്കാം. താങ്ക് യു. അടുത്തത് പിന്നെ ഓർഡിനറി ബില്ല്, ഫിനാൻഷ്യൽ ബില്ലാണെങ്കിൽ അസെന്റ് ചെയ്യാം, വിത്ത് ഹോൾഡ് ചെയ്യാം, റീകൺസിഡറേഷൻ വിടാം, റിസർവേഷൻ വിടാം. ഇനി ബിൽ എൻഡേഞ്ചറിങ് ഹൈക്കോർട്ടിന്റെ പൊസിഷൻ ആണെങ്കിൽ മാൻഡേറ്ററി എന്ത് ചെയ്തിട്ടുണ്ടാവണം?
പ്രസിഡന്റ് എന്ത് ചെയ്തിട്ടുണ്ടാവണം? റിസർവ് ചെയ്തിടണം. ഓക്കെ ആണോ? 200 ഓക്കെ ആണോ? Now we are going to the stage of president. Okay, bills reserved for considerations. Consideration of whom? President. ഇപ്പൊ ബില്ല് ആരുടെ കൺസിഡറേഷനിൽ നിൽക്കുകയാണ്? പ്രസിഡന്റിന്റെ കൺസിഡറേഷനിൽ നിൽക്കണം. ഇപ്പൊ 2 തരം ബില്ലല്ലേ പ്രസിഡന്റിന്റെ മുമ്പിൽ വരിക? ആ 2 തരം ബില്ല് ഏതൊക്കെയാണ്? ഒന്ന് മണി ബിൽ. ഓക്കെ, സോ മണി ബിൽ ഇൻ ഫ്രണ്ട് ഓഫ് ദി പ്രസിഡന്റ്. മണി ബിൽ റിസർവ്ഡ് ഫോർ പ്രസിഡന്റ്. പ്രസിഡന്റ് എന്തൊക്കെ ചെയ്യാം? പ്രസിഡന്റ് എന്തൊക്കെ ചെയ്യായിരിക്കും? അസെന്റ് ചെയ്യാം, പിന്നെ വിത്ത് ഹോൾഡ് ചെയ്യാം. കാരണം എന്തില്ല? മണി ബില്ലിന് എന്തില്ല? റീകൺസിഡറേഷൻ ഇല്ല. സോ പ്രശ്നമൊന്നുമില്ല. അക്സെപ്റ്റ് ചെയ്യാം, അസെന്റ് ചെയ്യാം, വിത്ത് ഹോൾഡ് ചെയ്യാം. വിത്ത് ഹോൾഡ് ചെയ്യാം, അതാ വിത്ത് ഹോൾഡ് ചെയ്യാം. ഇവിടെ വിത്ത് ഹോൾഡ് എന്ന് പറഞ്ഞാൽ പ്രസിഡന്റിന് വിത്ത് ഹോൾഡ് ഇല്ല. ഗവർണറിന്റെ കേസിലാണ് എന്ത് പറഞ്ഞത്? വിത്ത് ഹോൾഡ് റീകൺസിഡറേഷൻ ആണ്. റിജക്ട് എന്ന് പറഞ്ഞാൽ വിത്ത് ഹോൾഡ് എന്ന് പറഞ്ഞാൽ റിജക്ട് ആണ്. മനസ്സിലായത്? അല്ലല്ല, അത് വീറ്റോ, പോക്കറ്റ് വീറ്റോ, അത് വേറെ. ഫൈൻ, ഫെയർ ഇനഫ്. ഓക്കെ, നെക്സ്റ്റ് ഏതാ? അസെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒപ്പിട്ട് കൊടുത്തു, ഡൺ. വിത്ത് ഹോൾഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ആടെ നിൽക്ക്, അതിനി പാസ് ചെയ്യല്ല, നിർത്തി, ആ ബില്ല് അവിടെ നിന്നു. അല്ല, അതിന് ശേഷം വേറെ എന്തോ ചോദിച്ചതാ, അത് പിന്നീട് പ്രസിഡന്റിന്റെ പവർ പഠിക്കാനുള്ളതാ. റിജക്ട് ചെയ്യാന്നാണ്. ഓക്കെ, ആ ഡൗട്ട് ഉണ്ടോ? റിജക്ട് ചെയ്യാൻ തന്നെയാണ്. ഓക്കെ, നോ വിത്ത് ഹോൾഡ് ദ അസെന്റ് എന്നാട്ടോ, അപ്പോൾ റിജക്ട് ചെയ്യാൻ. ഫൈൻ, ഓക്കെ. നൗ ഈ കേസിൽ കൺഫ്യൂഷൻ ഇല്ലല്ലോ. മണി ബില്ല് വരുന്നു, ഒന്നെങ്കിൽ അസെന്റ് ചെയ്യുക, വിത്ത് ഹോൾഡ് ചെയ്യുക. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. പ്രസിഡന്റ് ആരുടെ എയ്ഡ് ആൻഡ് അഡ്വൈസിൽ അവിടെ ആക്ട് ചെയ്യുക? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഓഫ്. ഏത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിലാ? യൂണിയൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് പറയുന്ന പോലെയാണ് ആരെ ആക്ട് ചെയ്യുക? പ്രസിഡന്റ് ആക്ട് ചെയ്യുക. ഫൈൻ, അതുകൊണ്ട് എഴുതണോ? പ്രസിഡന്റ് ആക്ട്സ് ഓൺ ദി എയ്ഡ് ആൻഡ് അഡ്വൈസ് ഓഫ് യൂണിയൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. ഫെയർ ഇനഫ്. ഇനിയാണ് നിങ്ങൾ ഏറ്റവും ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ഓക്കെ, ഡോണ്ട് ലൂസ് ട്രാക്ക്. ഓക്കെ, ഒറ്റ സംതിങ് നമുക്ക് പറഞ്ഞു പോകണം. നമുക്ക് when a money bill is reserved, an ordinary bill or a financial bill is reserved and reached in front of the president. Okay ആണോ? ഓർഡിനറി ബിൽ ഓർ എ ഫിനാൻഷ്യൽ ബിൽ എന്താണ്? is reserved for the president. Fine. Okay, now ആദ്യം കേൾക്കുക. പ്രസിഡന്റിന്റെ കയ്യിൽ ഒരു ഓർഡിനറി ബില്ലോ ഒരു ഫിനാൻഷ്യൽ ബില്ലോ എത്തുമ്പോഴത്തേക്കും പ്രസിഡന്റ് എന്ത് ചെയ്യാം? അത് അസെന്റ് ചെയ്യാം. 2 എന്ത് ചെയ്യാം? വിത്ത് ഹോൾഡ് ചെയ്യാം. 3 എന്ത് ചെയ്യാം? റീകൺസിഡറേഷന് വിടാം. അപ്പൊ അത് എഴുതിക്കോ, അസെന്റ്, വിത്ത് ഹോൾഡ്, റീകൺസിഡറേഷൻ. അസെന്റ് വിത്ത് ഹോൾഡിന്റെ സംശയമില്ലല്ലോ. Now we coming to reconsideration. If the president reconsiders, sends for reconsideration of a bill, okay, if the president sends a bill for reconsideration, the legislative assembly has to consider the bill within 6 months.
ഇപ്പൊ എന്താ എഴുതിയത്? പ്രസിഡന്റ് റീകൺസിഡറേഷന് കൊടുത്താൽ എന്ത് ചെയ്യണം? അവരെന്ത് ചെയ്യണം? റീകൺസിഡറേഷൻ 6 മാസത്തിനുള്ളിൽ ആര് റീകൺസിഡർ ചെയ്യണം? അസംബ്ലി റീകൺസിഡർ ചെയ്യണം ആൻഡ് പ്രസന്റ് ഇറ്റ് ടു ദി പ്രസിഡന്റ്. ആൻഡ് ഇവിടെയാണ് ഗെയിം തുടങ്ങുക. ഗെയിം അല്ല, ഗെയിം തുടങ്ങുക അവസാനിക്കുന്ന ഒന്നിച്ചാണ്. നോക്ക്, ദ പ്രസിഡന്റ് മേ ഓർ മേ നോട്ട് ഗീവ് അസെന്റ്. ബാക്കി എല്ലാ റീകൺസിഡറേഷൻസിലും നമ്മൾ എന്താ പറഞ്ഞത്? അസെന്റ് ചെയ്യണം. പക്ഷേ ഈ കേസിൽ റീകൺസിഡർ പ്രസിഡന്റ് റിസർവ് ചെയ്തൊരു കേസിൽ എന്താണ്? റീകൺസിഡർ ചെയ്യാൻ പറഞ്ഞ ഒരു കേസിൽ തിരിച്ചു വന്നാൽ പ്രസിഡന്റ് മേ ഓർ മേ നോട്ട് ഗീവ് ആൻ അസെന്റ്. ഫൈൻ, that sums up everything. ബട്ട് അതിനു മുമ്പ് ഞാൻ അതൊന്നും കൂടെ വരച്ച് പറഞ്ഞുതരാം. ഉച്ചയ്ക്ക് ക്ലാസ് ഇല്ലല്ലോ? എത്ര മണിക്കാ? എത്ര നേരമുള്ള എക്സാമാ? ഹാഫ് ആൻ അവർ അല്ലേ ഉള്ളൂ? ഫൈൻ. നോക്ക്, അബിൽ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു? അസംബ്ലിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് പോകുന്നു. ഫൈൻ, അത് അവിടെ നിന്ന് പാസ് ചെയ്ത് ഗവർണറിലേക്ക് എത്തുന്നു. ഐ എം ടോക്കിംഗ് അബൌട്ട് ആ മണി ബിൽ കേട്ടോ. ഗവർണറിന് എന്തൊക്കെ ചെയ്യാം? അസെന്റ് ചെയ്യാം, വിത്ത്ഹോൾഡ് ചെയ്യാം, പിന്നെ റിസർവ്. ഇത് വായിക്കേണ്ട റിസർവ് എന്നാണ്, റീകൺസിഡറേഷൻ അല്ല. റിസർവ് ചെയ്താൽ എങ്ങോട്ട് പോയി? പ്രസിഡന്റിലേക്ക് പോയി. പ്രസിഡന്റ് എന്തൊക്കെ ചെയ്യാം? അസെന്റ് ചെയ്യാം, ഫെയർ ഇനഫ്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇങ്ങനെ ഒരു ഡയഗ്രാം ആക്കി വെക്കുക. ആ ബില്ല് അസംബ്ലിയിലും കൗൺസിലിലും പാസ്സായി ഗവർണറിന്റെ ഫ്രണ്ടിലെത്തി. ഗവർണറിന് എന്തൊക്കെ ചെയ്യാം? അസെന്റ് ചെയ്യാം, വിത്ത്ഹോൾഡ് ചെയ്യാം, റിസർവ് ചെയ്യാം. ഓക്കെ, റിസർവ് ചെയ്താൽ ആരിലേക്ക് എത്തി? പ്രസിഡന്റിലേക്ക്. പ്രസിഡന്റ് എന്തൊക്കെ ചെയ്യാം? അസെന്റ് ചെയ്യാം, വിത്ത്ഹോൾഡ് ചെയ്യാം. ഇവിടെ മൊത്തത്തിൽ എന്തില്ല? എവിടെയും എന്തില്ല? എന്താ ഇല്ലാത്ത? നോ റീകൺസിഡറേഷൻ. ഫെയർ ഇനഫ്. ഓക്കെ ആണോ? ഇതല്ലേ കുറച്ചുകൂടെ എളുപ്പം? ഫൈൻ. ഇനി ഓർഡിനറി ബിൽ, ഫിനാൻഷ്യൽ ബിൽ 1, ഫിനാൻഷ്യൽ ബിൽ 2. ഫൈൻ, ഹൗസിൽ എന്തായി? പാസ്സായി. ഇത് കഴിഞ്ഞോ? വരച്ചു. ഫെയർ. ഓക്കെ ആണോ? മനസ്സിലായോ? ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മണി ബില്ലിന്റെ ഇടയ്ക്ക് ഈ വാക്ക് കണ്ട അപ്പത്തെ എടുത്ത് ഒഴിവാക്കിക്കൊള്ളാം. മണി ബില്ലിന് എന്തില്ല? റീകൺസിഡറേഷൻ ഇല്ല. ഇനി സാധാരണ ഓർഡിനറി ബിൽ, ഫിനാൻഷ്യൽ ബിൽ ഹൗസ് പാസ് ചെയ്തു, ഗവർണറിന്റെ ഫ്രണ്ടിലെത്തി. ഗവർണറിന് എന്തൊക്കെ ചെയ്യാം? അസെന്റ് ചെയ്യാം, വിത്ത്ഹോൾഡ് ചെയ്യാം, റീകൺസിഡർ ചെയ്യാം, പിന്നെ റിസർവ് ചെയ്യാം. റീകൺസിഡർ ചെയ്താൽ വീണ്ടും വന്നാൽ അസെന്റ് കൊടുക്കണം. വിത്ത്ഹോൾഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? വിത്ത്ഹോൾഡ് എന്ന് പറഞ്ഞാൽ അത് റീകൺസിഡർ ആണ്. റീകൺസിഡർ ചെയ്ത് വന്നാൽ അസെന്റ് കൊടുക്കണം. അത് ഏത് പ്രകാരമാണ്? സുപ്രീം കോടതി ജഡ്ജ്മെന്റ് പ്രകാരം. ഫൈൻ, ഒന്നുകൂടെ പറയാം. ഒരു ഓർഡിനറി ബില്ലോ, ഒരു ഫിനാൻഷ്യൽ ബിൽ 1ഓ, ഒരു ഫിനാൻഷ്യൽ ബിൽ 2ഓ നമ്മുടെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ വിത്ത്ഹോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ റീകൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ റിസർവ് ചെയ്യാം. റീകൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ അത് എന്താണ്?
റീകൺസിഡർ ചെയ്ത് തിരിച്ചു വന്നാൽ അസെന്റ് കൊടുക്കണം ഗവർണർ. സിമിലർലി വിത്ത്ഹോൾഡ് ചെയ്ത് എന്ന് പറഞ്ഞാൽ റീകൺസിഡർ അസെന്റ് ചെയ്യണം. ഇനി റിസർവ് ചെയ്താൽ പ്രസിഡന്റിലേക്ക് എത്തി. പ്രസിഡന്റ് എന്തൊക്കെ ചെയ്യാം? അസെന്റ് ചെയ്യാം, വിത്ത്ഹോൾഡ് ചെയ്യാം, റീകൺസിഡർ ചെയ്യാം, പിന്നെ ഇന്നൊന്നുമില്ലല്ലോ അല്ലെ. ഓക്കെ, റീകൺസിഡർ ചെയ്യാൻ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? റീകൺസിഡർ ചെയ്യാൻ പറഞ്ഞാൽ 6 monthsനുള്ളിൽ ഹൗസ് വീണ്ടും എന്ത് ചെയ്യണം? റീകൺസിഡർ ചെയ്യണം. അത് കഴിഞ്ഞ് വീണ്ടും പ്രസിഡന്റിലേക്ക് തിരിച്ചു വരുമ്പോൾ അസെന്റ് ചെയ്യണമെന്നുണ്ടോ? മേ ഓർ മേ നോട്ട് അസെന്റ്. അരമണിക്കൂർ. ഫൈൻ ഫൈൻ. നോക്ക്, യു സ്റ്റാർട്ടിംഗ് ഫ്രം ദി ഹൗസ്. Okay, a bill is passed by the house and reaches the governor. Governor has the option to give assent to it, have withhold the assent to it, can send for reconsideration, can reserve the bill. Withholding means Supreme Court judgment prakaram endana? It amounts to reconsideration. And if it is reconsidered and passed again by the house, it means it has to be given an assent by governor. കിട്ടില്ല. കം വിത്ത് മീ. നോക്ക്, ഗവർണർ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട്? അസെന്റ്, വിത്ത്ഹോൾഡ്, റീകൺസിഡർ, റിസർവ്. റിസർവ് അവിടെ നിൽക്കട്ടെ. റീകൺസിഡർ ചെയ്ത് ബില്ല് തിരിച്ചു വന്നാൽ ഗവർണർ എന്ത് കൊടുക്കണം? അസെന്റ് ചെയ്യണം. വിത്ത്ഹോൾഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? റീകൺസിഡർ എന്ന് ആര് പറഞ്ഞു? സുപ്രീം കോർട്ട് പറഞ്ഞു. റിസർവ് ചെയ്താൽ പ്രസിഡന്റ് ഫ്രണ്ടിലെത്തി. വാട്ട് ക്യാൻ പ്രസിഡന്റ് ഡു? അസെന്റ്, he can withhold, he can send for reconsideration. If he sends for reconsideration, the house has to pass the bill, consider the bill within 6 months and present it to president, and president may or may not give assent for the same. ഏതാ? ഇല്ല. എവിടെയുള്ളൂ? ഗവർണറിന്റെ കേസിലേ ഉള്ളൂ. ആർക്കില്ല? പ്രസിഡന്റിന്റെ കേസിൽ. ഇസ് ഇറ്റ് വെരി ക്ലിയർ? വെരി വെരി ക്ലിയർ. വൺസ് മോർ പറയണോ? വൺസ് മോർ പറയാം, പക്ഷെ ഇച്ചിരി ലേറ്റ് ആവുന്നേ ഉള്ളൂ. പ്രസിഡന്റ് ചെയ്യണം എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. എന്നാ ചെയ്തിരിക്കണം. ആ ബില്ല് ഇത് പോവും, ലാപ്സ് ആയി പോവും. ഫൈൻ ഫൈൻ. ഈ മേ ഓർ മേ നോട്ട് എന്ത് ചെയ്യാ? ഓർത്ത് വെക്കുക. ഫൈൻ. ഒന്നും കൂടെ പറയണോ? ഇസ് ഇറ്റ് ഓക്കെ? ഫൈൻ. ഓക്കെ. സോ വി ഹാവ് കംപ്ലീറ്റഡ് ദി അസെൻഡിങ് ഓഫ് ദി ബിൽ ഓൾസോ. സോ ആർട്ടിക്കിൾ 201 ആൻഡ് 200 നമ്മൾ എന്തായി? കംപ്ലീറ്റ് ആയി. ഫൈൻ. നൗ വാട്ട് ഈസ് എ സ്ട്രൈക്കിംഗ് ഫാക്ട്? നമ്മൾ ഇതിൽ കാണുന്ന മൊത്തത്തിൽ ഒരു സ്ട്രൈക്കിംഗ് ഫാക്ട് എന്താണ്? അല്ല, എവിടെങ്കിലും ഒരു ടൈം പീരീഡ് മെൻഷൻ ചെയ്തോ? ഒരൊറ്റ ടൈം പീരീഡ് നമ്മൾ മെൻഷൻ ചെയ്തോളൂ. 6 months. അത് ഏതിന്റെ കേസിലാണ്? പ്രസിഡന്റ് റീകൺസിഡർ ചെയ്യുന്ന. വേറെ ഗവർണർ എത്ര നാളും കൊണ്ട് അസെന്റ് ചെയ്യണം? എത്ര നാളും കൊണ്ട് വിത്ത്ഹോൾഡ് ചെയ്യണം? how much time it has to be sent for reconsideration? എത്ര നാൾ പിടിച്ചെടുക്കും? എന്തെങ്കിലും ഒരു ടൈം ലിമിറ്റ് നമ്മൾ പറഞ്ഞോ? Hence this was a problem faced by the state legislature, state governments. State legislature bill പാസ് ചെയ്യും. ആര് ഹോൾഡ് ചെയ്യും? ഗവർണർ ഹോൾഡ് ചെയ്യും. ബിക്കോസ് ദർ ഇസ് നോ ടൈം പീരീഡ്. അസെന്റ് കൊടുക്കണോ? എത്ര ടൈം കൊണ്ട് അസെന്റ് കൊടുക്കണം എന്ന് എന്ത് ചെയ്തിട്ടില്ല? പറഞ്ഞിട്ടില്ല. ഓക്കെ. ഹെൻസ് ദ സുപ്രീം കോർട്ട് ഇൻ സ്റ്റേറ്റ് ഓഫ് തമിഴ്നാടു വേഴ്സസ് ഗവർണർ ഓഫ് തമിഴ്നാടു എന്ത് കൊടുത്തു? ടൈം ലിമിറ്റ്സ് കൊടുത്തു. പക്ഷെ നിങ്ങൾ ഇതിപ്പോ എഴുതണ്ട. വൈ? ദിസ് ഇസ് കറന്റ്ലി ഇൻ ദി കോർട്ട്. ഓക്കെ. ചിലപ്പോൾ ഇതെന്താവാം? സ്ക്രാപ്പ് ആവാം. സ്ക്രാപ്പ് ആവുകയാണെങ്കിൽ എന്താണ്? പിന്നെ നമ്മൾ വെറുതെ സമയം കളയണ്ട. ഇൻ കേസ് ഇത് എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് ഓർ നെക്സ്റ്റ് വീക്ക് അതിന്റെ വെർഡിക്റ്റ് വരും. വെർഡിക്റ്റ് വന്നിട്ട് എന്താണ്? സോളിഡിഫൈ ആവുകയാണെങ്കിൽ നമുക്കിതൊരു എക്സ്ട്രാ സെഷനിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് കവർ ചെയ്യാം. എത്ര മാത്രമേ നമ്മൾ മനസ്സിലാക്കുന്നുള്ളൂ? സുപ്രീം കോർട്ട് ഇസ് ഗിവിംഗ്, ഫോർ എക്സാമ്പിൾ നോക്ക്, ഫോർ റിസർവേഷൻ ഓഫ് ബിൽസ് ഓഫ് പ്രസിഡന്റ് കൺസിഡറേഷൻ അഗെയിൻസ്റ്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റർ അഡ്വൈസ് വിച്ച് ഹാസ് ടു occur within 3 months.
നിങ്ങൾക്ക് അനന്തകാലത്തേക്ക് ബിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഹോൾഡ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ വെക്കാൻ പറ്റൂല. യു ഹാവ് ടു ആക്ട് വിത്തിൻ 3 months. യു ഹാവ് ടു ആക്ട് വിത്തിൻ 1 month. റിട്ടേൺ ചെയ്താൽ 3 monthsനുള്ളിൽ റിട്ടേൺ ചെയ്യണം. There has been a time period given for the same. Okay? The similarly time period ആർക്കും കൊടുത്തു? പ്രസിഡന്റിനും കൊടുത്തു. എല്ലാവർക്കും എന്ത് കൊടുത്തു? സുപ്രീം കോടതി എന്ത് കൊടുത്തു? ടൈം പീരീഡ് കൊടുത്തു. എന്താണ് ഇതിലെ കുഴപ്പം? What is the primary problem in this? The constitution as it is not prescribing any time limit. This is like amending the constitution. ഒരു ജുഡീഷ്യൽ വെർഡിക്റ്റ് എന്ത് ചെയ്യാണ്? അമെൻഡിങ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആവാണ്. ഇതാണ് ഗവൺമെന്റ് എവിടെ അവതരിപ്പിച്ച വാദം? സുപ്രീം കോടതിയിൽ അവതരിപ്പിച്ച വാദം. ആരാണ് അങ്ങനെ ഒരു ടൈം ലിമിറ്റ് പ്രിസ്ക്രൈബ് ചെയ്യേണ്ടെങ്കിൽ ആരാണ് ടൈം ലിമിറ്റ് പ്രിസ്ക്രൈബ് ചെയ്യേണ്ടത്? ആരാണ്? പാർലമെന്റ് itself. They only have the power to amend the constitution. This amounts like being a എന്താണ്? Amending of constitution by the judiciary. Okay, so we'll just hold down to it. Okay, നമുക്ക് വെയിറ്റ് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിന് കഴിഞ്ഞ ബാച്ചിന് ഞാനിത് പ്രിലിംസിന് 3 ദിവസം മുമ്പാണ് എടുത്തത്. ഓക്കെ, ബിക്കോസ് ആ സമയമാകുമ്പോൾ ഈ വേർഡിക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഏപ്രിലിൽ വേർഡിക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഫോർ സേക്ക് ഞാൻ എന്ത് ചെയ്തു, കവർ ചെയ്ത് പോവുക ചെയ്തു. ഓക്കെ, റിസർവ് ഫാക്ട് അതിനുശേഷം ഈ ആർട്ടിക്കിളും കൂടെ ഞാൻ കവർ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. എക്സാക്ട്ലി ഈ ആർട്ടിക്കിളിൽ നിന്ന് ക്വസ്റ്റ്യൻ വരികയും ചെയ്തു. ഓക്കെ, sometime it happens, luck. Okay, but we'll deal this after the outcome of the Supreme Court. Fine. So we go into the next part. ഇനി എല്ലാം കംപ്ലീഷൻ ആണ്. ഓക്കെ, നോക്ക്, ആനുവൽ ഇത് ബിൽസിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കഴിഞ്ഞില്ലേ? അസെന്റ് ആ ടഫ് പാർട്ട് കഴിഞ്ഞു. ഇനി എല്ലാം ഫോർമാലിറ്റി ആണ്. നോക്ക്, ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അവിടെ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ലേ ചെയ്ത ആരായിരുന്നു? പ്രസിഡന്റ്. ഇവിടെ ആരായിരിക്കും? ഗവർണർ. ഓക്കെ, ഓഫ് എവറി ഫൈനാൻഷ്യൽ ഇയർ. ഇവിടെയും ഫൈനാൻഷ്യൽ ഇയർ. ബിഫോർ ബോത്ത് ഹൗസസ് ഓഫ് ദ ലെജിസ്ലേച്ചർ ഓഫ് എ സ്റ്റേറ്റ് എന്തൊക്കെയാണ്? റെസീപ്റ്റ്സ്, എക്സ്പെൻഡിച്ചർ. അതിനെ നമ്മൾ എന്ത് വിളിക്കും? ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് വിളിക്കും. എവറിത്തിങ് ദി സെയിം. അവിടെ ആര് ലേ ചെയ്തു? അവിടെ ആര് ലേ ചെയ്തു? പ്രസിഡന്റ്. ഇവിടെ ആര് ലേ ചെയ്യുന്നു? ഗവർണർ. ദാറ്റ്സ് ഇറ്റ്. ബാക്കി ഈ സ്ലൈഡ് മൊത്തം നോക്ക്. ഏത് നോക്കണം? എക്സ്പെൻഡിച്ചർ ചാർജ്ഡ് അപ്പോൺ ദി കൺസോളിഡേറ്റ് ഫണ്ട് ഓഫ് സ്റ്റേറ്റ് ഉണ്ട്, മെയ്ഡ് ഫ്രം ദി കൺസോളിഡേറ്റ് ഫണ്ട് ഓഫ് ദി സ്റ്റേറ്റ് ഉണ്ട്. എന്തായിരുന്നു ഡിഫറൻസ്? എക്സ്പെൻഡിച്ചർ ചാർജ്ഡ് അപ്പോണും മെയ്ഡ് അപ്പോണും തമ്മിലുള്ള വ്യത്യാസം എന്തായിരുന്നു? ചാർജ്ഡ് മീൻസ് ചാർജ്ഡ് മീൻസ് ഇൻഡിപെൻഡൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട്, ബോഡികൾക്ക് ഇൻഡിപെൻഡൻസ് കൊടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യില്ല? ഓൺലി ഡിസ്കഷൻ, നോ വോട്ടിംഗ്. മെയ്ഡ് മീൻസ് ദർ ഇസ് വോട്ടിംഗ് ആൻഡ് അതും നമ്മൾ എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ആയിട്ട് കാണിക്കണം. ദ സെയിം പ്രൊസീജിയേഴ്സ്. ഓൺലി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ലേ ചെയ്യുന്ന ആരാണ്? ഇതാണ്. സെയിം പ്രൊസീജിയേഴ്സ് വാ. നോക്ക്, ഇവിടുത്തെ ബഡ്ജറ്റിന്റെ പ്രിപ്പറേഷൻ എപ്പോൾ സ്റ്റാർട്ട് ചെയ്യും? ഒരു സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ ആ സമയം ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? അവർ മന്ത്രിമാർ എന്താ ആവശ്യം? ഒരേ മിനിസ്ട്രീസ് ഡിമാൻഡ് ഓഫ് ഗ്രാൻസ് അവർക്ക് ആവശ്യപ്പെടും, ഫിനാൻസ് മിനിസ്റ്ററിലേക്ക് ആവശ്യപ്പെടും. നെഗോഷിയേറ്റ് ചെയ്തിട്ട് അവർ ബഡ്ജറ്റ് പ്രഖ്യാപിച്ച് ഇവിടുത്തെ ഫിനാൻസ് മിനിസ്റ്റർ എന്ത് ചെയ്യും? ബഡ്ജറ്റ് പ്രഖ്യാപിക്കും. പിന്നെ എങ്ങോട്ട് പോകും? സെക്കൻഡ് സ്റ്റേജ് എന്താണ്? ബഡ്ജറ്റിന്റെ സെക്കൻഡ് സ്റ്റേജ് എന്താണ്? ബഡ്ജറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് റിലേറ്റഡ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി, പിന്നെ ബഡ്ജറ്റ് സ്ക്രൂട്ടിനി, കട്ട് മോഷൻസ് എക്സെട്ര എല്ലാം കഴിഞ്ഞിട്ട് ബഡ്ജറ്റ്. സെയിം പ്രോസസ് ആണ് ഇവിടെയും നടക്കും. ഫൈൻ. നൗ വാട്ട് ഈസ് ദി എക്സ്പെൻഡിച്ചർ ചാർജ്ഡ് ഓൺ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് സ്റ്റേറ്റ്? അവിടെ എക്സ്പെൻഡിച്ചർ ചാർജ് ഓൺ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ എന്തൊക്കെയായിരുന്നു? സുപ്രീം കോടതി ജഡ്ജസിന്റെ സാലറീസ്, അലവൻസസ്, പെൻഷൻസ്. പിന്നെ ഹൈക്കോടതി ജഡ്ജസിന്റെ പെൻഷൻ മാത്രം. ഗുഡ്. പിന്നെ സി എ ജിയുടെ സാലറീസ്, അലവൻസസ് ഒക്കെ എക്സ്പെൻഡിച്ചർ ചാർജ്. പിന്നെ പ്രസിഡന്റിന്റെ ഓഫീസ്, പിന്നെ സ്പീക്കർ, വെർഡിക്സിന്റെ സംസ് ലേറ്റ് ഫോർ ജഡ്ജ്മെന്റ്സ് ആൻഡ് വെർഡിക്സ്, സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, ചെയർമാൻ, ഡെപ്യൂട്ടി ചെയർമാൻ, ലോൺ എടുത്തത്, ഇതൊക്കെയാണ് വരിക. നൗ ലെറ്റ്സ് ചെക്ക് ഹിയർ. ഗവർണർ, പ്രസിഡന്റുമാരും ഗവർണർ, ചെയർമാൻ, ഡെപ്യൂട്ടി ചെയർമാൻ, സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ. ഓക്കെ, നൗ ഡെപ്റ്റ് ചാർജസ്. നൗ അത് കഴിഞ്ഞാൽ ഇതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ആരാണ്? സാലറീസ് ആൻഡ് അലൗവൻസസ് ഓഫ് ദി ജഡ്ജസ്. ആ പോയിന്റ് എഴുതിക്കോ.
the salaries and allowances of the judges, the salaries and allowances of the judges are charged upon the consolidated fund of the state, while pensions of the High Court judges are charged upon the consolidated fund of India. ഇതേ സ്റ്റേറ്റ്മെന്റ് അവിടെ എഴുതിച്ചിട്ടുണ്ടായിരുന്നു. ഫൈൻ, ഓക്കെ. ബാക്കിയൊക്കെ സെയിം. ഇവിടെ CAG വേണോ? ഇല്ല, കാരണം ഇവിടെ CAG പോലെ ഒരു ബോഡി ഇല്ല. ഫൈൻ, ഓക്കെ. ഇവിടെ CAG ഇല്ലല്ലോ. CAG ഇവിടെ സ്റ്റേറ്റിന്റെയും CAG അക്കൗണ്ട്സ് ആരാ നോക്കുന്നത്? CAG തന്നെയാണ് നോക്കുന്നത്. ഫൈൻ, അത് അവിടെ വരുമ്പോൾ നോക്കാം. ഓക്കെ, സോ ദാറ്റ്സ് വാട്ട് എക്സ്പെൻഡിച്ചർ കൺസേൺ ഫ്രം. Now Article 3, procedure in legislation with regard to estimates. No demand of grants can be passed. No demand of grants shall be made except on the recommendation of governor. എന്തുകൊണ്ടാ? Why? No demand, പറഞ്ഞോ. മണി ബിൽ. ഡിമാൻഡ് ഓഫ് ഗ്രാന്റ് എന്ന് പറഞ്ഞാൽ എന്താ? മണി ബില്ലിന് ആരുടെ പ്രയർ റെക്കമെൻഡേഷൻ വേണം? ഗവർണറിന്റെ. So no demand of grants shall be made on the recommendation of, only on the shall be made except on the recommendation of governor. കിട്ടിയില്ലേ? ഈ ഏതാ ഡിമാൻഡ് ഓഫ് ഗ്രാന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അത് എന്തായിട്ട് ബന്ധപ്പെട്ട സാധനമാണ്? ബഡ്ജറ്റ്, മണി ബില്ലായിട്ട്. ഫൈൻ, ഓക്കെ. ഏറ്റവും അവസാനം ബഡ്ജറ്റിന്റെ അവസാനം എന്തുണ്ടാവും? ഒരു അപ്രോപ്രിയേഷൻ ബില്ലും ഉണ്ടാവും, ഫിനാൻസ് ബില്ലാണ്. ഫിനാൻസ് ബിൽ എന്തായിട്ട് ഡീൽ ചെയ്യുന്നതാണ്? റെസീപ്റ്റ്സ്, ടാക്സസ്. അപ്രോപ്രിയേഷൻ ബില്ലാണ് എക്സ്പെൻഡിച്ചർ ആയിട്ട് ബില്ല് ചെയ്യുന്നത്. നോക്ക്, എനി ഡിമാൻഡ് ഫോർ ഗ്രാന്റ്സ് ആയിട്ട് അപ്രോപ്രിയേഷൻ ബിൽ ഇസ് പുട്ട് ഫോർവേഡ് ആൻഡ് മണി കനോട്ട് ബി വിത്ഡ്രോൺ വിത്തൗട്ട് അപ്രോപ്രിയേഷൻ ബിൽ ബീങ് പാസ്ഡ്. എന്തെങ്കിലും ചെലവ് നടത്തണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അപ്രോപ്രിയേഷൻ ബില്ല് പാസ് ചെയ്തിട്ടുണ്ടാവണം. അതായത് ആ മണി ബില്ല് പാസ് ചെയ്തിട്ടുണ്ടാവും. ഫൈൻ, ഓക്കെ. 205 സപ്ലിമെന്ററി അഡീഷണൽ എക്സസ് ഗ്രാന്റ്സ്. എന്തായിരുന്നു സപ്ലിമെന്ററി ഗ്രാന്റ്സ്? പൈസ തികഞ്ഞില്ല. ഓക്കെ, അതായത് നമ്മളൊരു പ്രോഗ്രാം 600 കോടി കൊടുത്തു MG നരേയ്ക്ക്, പക്ഷെ എന്തില്ല? തികഞ്ഞില്ല. സോ ഇൻ സെപ്റ്റംബർ മന്ത് ആവുമ്പോൾ, ഇൻ ദ മന്ത് ഓഫ് സെപ്റ്റംബർ യു വിൽ ആസ്ക് ഫോർ അഡീഷണൽ amount of money, that is supplementary grant. What was additional grant? New service. You are adding a new service, that is additional grant. What is excess grant? You have already used the money. Now you are adu vaga irthana. Adinana excess grant, and it has to be approved by the Public Accounts Committee. Adu ningalku endu manasilakam? Aa parayna financial committees, all such financial committees also exist in states also. Fine. Now, what is vote on account? Vote on account എന്തായിരുന്നു? Yes, earlier the budget used to be declared on March. Should not be passed by March end. അപ്പോൾ 2 monthsലെ കാശ് എന്ത് ചെയ്യായിരുന്നു? നേരത്തെ എടുക്കായിരുന്നു. So what was the difference between budget and vote on account? Vote on account is for 2 months, and moreover vote on account only includes the expenditure. Budget includes both expenditure and receipt. Now what was vote of credit? Aliyente vera per endairunnu? Blank check. Unexpected ആയിട്ടുള്ള ഒരു നീഡ് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് വരും? Vote of credit. An exceptional credit for some exceptional എന്തെങ്കിലും ഇത് വരുമ്പോൾ കൊടുക്കാനായിട്ട്. Nothing, same പാർലമെന്റിലുള്ള സെയിം തന്നെ ഇവിടെ കണ്ടിന്യൂ ചെയ്യും. ഫിനാൻഷ്യൽ ബിൽസ്. ഓക്കെ, ഫിനാൻഷ്യൽ ബിൽസ് ഏതൊക്കെയാണ്? ഫിനാൻഷ്യൽ ബിൽ 1, ഫിനാൻഷ്യൽ ബിൽ 2. ഫിനാൻഷ്യൽ ബിൽ 1 ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് പ്രയർ റെക്കമെൻഡേഷൻ വേണോ?
Who can introduce it? Ministers can introduce it. Okay. Now, in the agathu keriyal pinne adu endai? Ordinary bill. Financial bill 2. Introduction prior recommendation veno? Venda. Pagaram endu venam? Consideration venam. Same procedures. No vyathyasam. Fine. Rules of procedures. Okay. ഓരോ ഹൗസുകൾക്ക് എന്തുണ്ടാക്കാം? അവരവരുടെ rules ഉണ്ടാക്കാം. They can make their own rules. Just like Lok Sabha can make their own rules, Rajya Sabha can make their own rules, Assembly and Council can also make their own rules. Fine. Okay. Same article തന്നെയാണ് ഫിനാൻഷ്യൽ ബൈ ലോ, റെഗുലേഷൻസ് ബൈ ലോ. മറ്റേ റെഫർ ചെയ്താൽ മതി, നോർമൽ തന്നെ. ലാംഗ്വേജ് അവിടെ എന്തായിരുന്നു? പാർലമെന്റിൽ ഏതൊക്കെ ലാംഗ്വേജ് ആയിരുന്നു? ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്. ലോക്കൽ ലാംഗ്വേജ് ഉപയോഗിക്കാൻ പറ്റുമോ? ഉപയോഗിക്കാം. സ്പീക്കറിന്റെ ഇത് വേണം. സിമിലർലി ഇവിടെ നോക്ക്, ഇംഗ്ലീഷ് ഓർ ഒഫീഷ്യൽ ഓർ എനി ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ദി സ്റ്റേറ്റ്. സ്പീക്കർ ഓർ ചെയർമാൻ അലൗ ഫോർ മദർ ടങ് ഓൾസോ. ഇപ്പൊ കേരളത്തിലെ ഒരു MLA എന്ത് സംസാരിക്കണം? തുളു സംസാരിക്കണം വിചാരിച്ചോ? എന്ത് ചെയ്താൽ മതി? സ്പീക്കറിന് അനുമതി എടുത്തു. ഫൈൻ. നൗ ആർട്ടിക്കിൾ 211. 211 എന്ന് വായിച്ചു നോക്ക്. Similar to Parliament may not discuss the conduct of our Supreme Court judges. Similarly, in state legislature also, you cannot discuss the conduct of God. It's the same power ആണോ? പാർലമെന്റിനും സ്റ്റേറ്റ് ലെജിസ്ലേഷനും ഈ കേസിൽ സെയിം പവർ ആണോ? പാർലമെന്റിന് ഒരു കേസിൽ ഡിസ്കസ് ചെയ്യാം. ഏതിലാ? അല്ലല്ലോ, അത് ഓക്കെ, അത് ഒബ്വിയസ്ലി ഉണ്ട്. അത് നല്ല പോയിന്റ് ആണ് കാണിച്ചത്. സുപ്രീം കോർട്ടും ഹൈക്കോർട്ടും മാത്രമേ പറയുന്നുള്ളൂ ഡിസ്റ്റിങ് കോർട്ട്. അത് പാർലമെന്റിനും പറ്റും, സ്റ്റേറ്റ് ലെജിസ്ലേഷനും പറ്റും. ബട്ട് പറഞ്ഞുകൊണ്ട് റിമൂവലിന്റെ കേസിൽ ആർക്ക് ഡിസ്കസ് ചെയ്യാം? അങ്ങനെ ഒരു പവർ സ്റ്റേറ്റ് ലെജിസ്ലേഷനുണ്ടോ? സുപ്രീം കോർട്ടിന്റെ റിമൂവൽ ആയാലും, ജഡ്ജിന്റെ റിപ്പോർട്ട് റിമൂവൽ ആയാലും, ഹൈക്കോർട്ട് ജഡ്ജിന്റെ റിമൂവൽ ആയാലും അത് ആര് തന്നെയാണ് ചെയ്യുന്നത്? ഹൂ ഡസ് ഇറ്റ്? പാർലമെന്റ്. സോ അങ്ങനെ ഒരു എക്സെപ്ഷൻ എന്തില്ല? ഇവിടെ ഇല്ല. ഇവിടെ അബ്സല്യൂട്ടാ. ശ്രദ്ധിച്ചോ? In the case of Supreme Court and High Court, they also cannot discuss the conduct of a judge of a Supreme Court or High Court. But on one condition they can discuss. ഏത് condition ആണ്? Their removal. പക്ഷെ അങ്ങനെ ഒരു സാധനം എന്തില്ല? ഇവിടെ ഇല്ല. Because they are not dealing with the removal. Fine. Okay. Now, similarly, courts cannot inquire into the proceedings of state legislature. നമ്മൾ അന്ന് അവിടെ പറഞ്ഞല്ലോ, എന്ത് ചെയ്യാൻ പറ്റില്ല? സുപ്രീം കോടതിക്ക് ആരുടെ അഫയേഴ്സിൽ വരാൻ പറ്റില്ല? പാർലമെന്റിന്റെ അകത്തുള്ള അഫയേഴ്സിലേക്ക് വരാൻ പറ്റില്ല. എങ്ങനെ? പാർലമെന്റിന് ജുഡീഷ്യറിയിൽ കമന്റ് ചെയ്യാൻ പറ്റാത്തതുപോലെ സെയിം ഇവിടെയും എന്ത് ചെയ്യാൻ പറ്റില്ല? കമന്റ് ചെയ്യാൻ പറ്റൂല. ഫൈൻ. ഓക്കെ. സെയിം പ്രൊവിഷൻസ്. ഓർഡിനൻസ് മേക്കിംഗ് പവേഴ്സ് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? എന്തായിരുന്നു ഓർഡിനൻസ്? എമർജൻസി കണ്ടീഷൻസിൽ. അപ്പൊ നോക്ക്, ഗവർണർ എപ്പോഴൊക്കെ ആയിരിക്കും ഒരു ഓർഡിനൻസ് ഡിക്ലെയർ ചെയ്യുക? എമർജൻസി വരുമ്പോൾ. ഓക്കെ. ബട്ട് കണ്ടീഷൻ എന്താണ്? അല്ല, ഡിസൊല്യൂഷൻ ആകുമ്പോഴാണോ? വെൻ ബോത്ത് ദി ഹൗസസ് ഓർ നോട്ട് ഇൻ സെഷൻ ഓർ വൺ ഓഫ് ദി ഹൗസസ് നോട്ട് ഇൻ സെഷൻ. ബോത്ത് ഹൗസസ് സെഷൻ ആണെങ്കിൽ ഓർഡിനൻസ് ഇറക്കാൻ പറ്റുമോ? ഇല്ല. ഇനി വൺ ഹൗസ് എങ്കിലും ഫംഗ്ഷനിങ് ആണെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇറക്കാൻ പറ്റുള്ളൂ. മാക്സിമം എത്രയാണ് കിട്ടുക? ഒരു ഓർഡിനൻസിന്റെ കാലാവധി എത്രയാണ്? 7.5. എങ്ങനെയാണ് 7.5 വരുന്നത്? 6 months a gap പ്ലസ് 6 weeks കൂടെ കിട്ടും അസംബ്ലി റീകൺവീൻ ചെയ്യുമ്പോൾ. നോ ഡിഫറൻസസ്. ദ സെയിം പ്രോസസ് ആണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഫൈൻ. ഓർഡിനൻസ് പ്രോസസ്സും ഫൈൻ. നൗ വിൽ കം ടു ദി ലാസ്റ്റ് പാർട്ട്. എന്താണ്? ലെജിസ്ലേറ്റീവ് കൗൺസിൽ വേണോ വേണ്ടയോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഡു വി റിക്വയർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ? ഇത്രയും കേട്ടതിൽ നിന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമ്മൾ ഇതേപോലെ ഡിസ്കസ് ചെയ്തു, എന്താണ് രാജ്യസഭ വേണോ വേണ്ടിയോ എന്നുള്ളത്. ഡു വി റിക്വയർ എ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഓർ നോട്ട്? വൈ? എക്സ്പെർട്ടീസ് കിട്ടും. ഓക്കെ. പിന്നെ വേണ്ട. വൈ? ലെജിസ്ലേറ്റീവ് അസംബ്ലി വെറുതെ ഓവർ റൈഡ് ചെയ്യുമല്ലേ, പിന്നെ എന്തിനാ നമുക്കൊരു കൗൺസിൽ? അങ്ങനെ ചിന്തിക്കാം. ഓക്കെ. വേറെ എന്തെങ്കിലും ആർഗ്യുമെന്റ്സ് ഉണ്ടോ? ഹ്യൂജ് എക്സ്പെൻസ് ആണ്.
എത്ര ഒരു 10-40 MP നമ്മൾ കാറ് അതുപോലെ ആ സൗകര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരികയാണ്, ഒരുക്കി കൊടുക്കണം. ഹ്യൂജ് എക്സ്പെൻസ് ഉണ്ട്, ബേർഡൻ ടു എക്സ്ചക്കർ ആണ്. ഓക്കെ, എനിക്ക് ഇവിടെ ഒരു ആർഗ്യുമെന്റേ കിട്ടിയുള്ളൂ. ഏതാണ്? വേണം എന്നുള്ളതിന് ഒരു ആർഗ്യുമെന്റ് കിട്ടിയുള്ളൂ. ഇനി എന്താ ആർഗ്യുമെന്റ് വേണം എന്നുള്ളതിന്? ചിന്തിച്ചു നോക്ക്. പ്രൊവിഷൻ വെച്ച് ഏതാ? അതാ നോക്ക്, ഡെമോക്രസിയിലെല്ലാം ഇറ്റ്സ് നോട്ട് അബൌട്ട് പാസിംഗ് ദ ബിൽ. ഇഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ മൃഗീയ ഭൂരിപക്ഷം ഉണ്ടെന്ന് വിചാരിച്ചോ, ആർക്ക് ചെക്ക് ചെയ്യാൻ പറ്റും? ജനങ്ങളെ ആർക്ക് അറിയിക്കാൻ പറ്റും? കൗൺസിൽ ക്യാൻ ലെറ്റ് നോ ദി പീപ്പിൾ ആൻ എറോണിയസ് ബിൽ ഇസ് ബീങ് പാസ്ഡ് ബൈ ദി അസംബ്ലി എന്നുള്ളത്. അതിനൊരു ഇൻഫർമേഷൻ വാല്യൂ എപ്പോഴും എന്തുണ്ട്? ഉണ്ട്. 2 കഴിഞ്ഞോ? Now let's see. Providing representation to teachers, graduates. See, ഞാൻ പറയുന്നില്ല, അവർ ഇലക്ടറേറ്റ് ആണ്, പക്ഷെ അവർ ആരായിരിക്കും ഇലക്ടറേറ്റ് ചെയ്യാൻ സാധ്യത കൂടുതൽ? അവരുടെ അകത്തുള്ള ടീച്ചേഴ്സും ഗ്രാജുവേറ്റ്സിനായിരിക്കും. രാജ്നാഥ് സിംഗ് ഫസ്റ്റ് ടൈം എങ്ങനെയാണ് അയാൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്? കിട്ടുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞത് it opens up the ladder towards the helm of political affairs in the country. മനസ്സിലായോ? സെക്കൻഡ്, hasty legislation and prevents majoritarianism. ഇയാൾ പറഞ്ഞ പോയിന്റ്, it gives information to the people. അതാണല്ലോ ഡെമോക്രസിയുടെ വാല്യൂ. ഓക്കെ. 3, voice root to grass root democracy. അത് നിങ്ങൾ പറഞ്ഞില്ല. എങ്ങനെ voice to grass root democracy? Think, how does it become a voice to? എല്ലാവർക്കും വോട്ട് ഉണ്ട്. ഓക്കെ, പക്ഷെ സ്പെസിഫിക്കലി ഒരു സാധനങ്ങൾ എടുത്ത് പറയണം. പെർഫെക്റ്റ്. 1/3 ഇത് എവിടെന്നാ വരുന്നത്? ലോക്കൽ ബോഡീസ് ആണ്. സോ ഇറ്റ് ഗിവ്സ് സൗണ്ട് ടു ദി, ബട്ട് there are issues. വോട്ടർ ടേൺ ഔട്ട് എത്രയാ? 8%. പീപ്പിൾ ആർ ലീസ്റ്റ് ഇൻട്രസ്റ്റഡ്. ദേ ഡോണ്ട് കെയർ അബൌട്ട് ലെജിസ്ലേറ്റീവ് കൗൺസിൽ. 8% ആണ് ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയുടെ അകത്തുള്ള ഇത്. ഗ്രാജുവേറ്റ്സിന് ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ബിൽഡ് ചെയ്താലുള്ള കുഴപ്പം എന്താണ്? ഇന്ന് ഗ്രാജുവേറ്റ്സിന് ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ബിൽഡ് ചെയ്യാന്ന് വിചാരിച്ചോ, എല്ലാരും ഗ്രാജുവേറ്റ്സ്. ഫൈൻ. ഗ്രാജുവേറ്റ്സ് ആർ നോ മോർ എ റെയർ ബ്രീഡ്. ഓക്കെ. നൗ ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ പ്രോസസ്സ് ഉണ്ടാക്കുന്നത് ലെങ്തി അല്ലേ? ആദ്യം സ്റ്റേറ്റിൽ നിന്ന് ഉണ്ടാക്കണം, സ്റ്റേറ്റിൽ നിന്ന് ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്യണം, പാസ് ചെയ്തിട്ട് എവിടെ പോകണം? പാർലമെന്റിൽ പോകണം. പിന്നെ പാർലമെന്റ് അത് എന്ത് ചെയ്യണം? പലപ്പോഴും എന്ത് സംഭവിക്കും? മേ ബി there are opposition governments in center and state. സ്റ്റേറ്റിന് വേണമെങ്കിലും ചിലപ്പോൾ സെന്റർ എന്ത് ചെയ്യില്ല? അത് അക്സെപ്റ്റ് ചെയ്യില്ല. സോ പൊളിറ്റിക്സ് ക്യാൻ ഓൾസോ കം ഇൻ ദ വേ. ഓക്കെ. 3, ബാക്ക് ഡോർ എൻട്രി ഫോർ ഫെയിൽഡ് പൊളിറ്റീഷ്യൻ. അസംബ്ലിയിലെ ഇലക്ഷനിൽ തോറ്റാൽ നേരിട്ട് എങ്ങോട്ട് കിട്ടാം? എങ്ങോട്ട് വരും? കൗൺസിലിലേക്ക് വരും. It will defeat the purpose for which we have brought it. Okay. Now, issue of opposition gains control of the legislative council. ഇപ്പൊ സപ്പോസ് ഓപ്പോസിഷൻ ആണ് കംപ്ലീറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ വന്നെന്ന് വിചാരിച്ചോ, അസംബ്ലിയിൽ എന്താണ് ഇതാന്ന് വിചാരിച്ചോ, എപ്പോഴും എന്തായിരിക്കും? ഒരു ഇംബാലൻസ് ആയിരിക്കും. ഓക്കെ. നമ്മൾ പോയിന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇതിങ്ങനെ സംഭവിക്കുന്നല്ല, പോയിന്റ് ഉണ്ടാക്കുകയാണ്. ഓക്കെ. നൗ എക്സ്പെൻസീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ലാക്ക് ഓഫ് സബ്സ്റ്റാൻഷ്യൽ പവേഴ്സ്. ലാക്ക് ഓഫ് സബ്സ്റ്റാൻഷ്യൽ പവേഴ്സ് എന്ന് പറയുമ്പോൾ it can be overridden at any cost. Okay. So how do we reimagine the legislative councils? ഒന്ന് ചിന്തിച്ച് പറ. How do you reimagine it? നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു സിറ്റുവേഷൻ ബെറ്റർ ആക്കാൻ? Do we require a reform? അതിൽ ആർക്കെങ്കിലും എതിരെ അഭിപ്രായം ഉണ്ടോ? We do require a reform, but how do we reimagine this? നമുക്ക് വേണമെങ്കിൽ പവേഴ്സ് കൂട്ടി കൊടുക്കണം എന്ന് പറയാം. പക്ഷെ എന്നാൽ പോലും സ്ട്രക്ചറലി ഈ ബോഡിക്ക് ഒരു പ്രശ്നമുണ്ട്. ഇതിന്റെ റോളിനൊരു പ്രശ്നമുണ്ട്. ഈ രാജ്യസഭ എന്താ? എസെൻഷ്യലി അതെന്താ? സെക്കൻഡ് ഹൗസ്, ഇറ്റ് ഈസ് ദി ഹൗസ് ഓഫ് ദി സ്റ്റേറ്റ്സ്. അതിന് റോൾ ഉണ്ട്, ഒരു ഫെഡറൽ റോൾ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്താണ് ആവേണ്ടത്? കുറച്ചും കൂടെ പറഞ്ഞോ, സൗണ്ട് പറഞ്ഞോ, കറക്റ്റ്. ലോക്കൽ ബോഡീസ്, ബ്യൂട്ടിഫുൾ. നോക്ക്, എല്ലാ ലോക്കൽ ബോഡീസിന്റെ കാര്യങ്ങളെയും നോക്കുന്ന ഒരു ബോഡി ആയിട്ട് നമുക്ക് ആരെ ബിൽഡ് ചെയ്യാം? ലെജിസ്ലേറ്റീവ് കൗൺസിലിനെ ബിൽഡ് ചെയ്യാം.
എങ്ങനെ? എല്ലാ സ്റ്റേറ്റ്സിന്റെയും കാര്യങ്ങൾ നോക്കുന്ന ബോഡിയാണ് ആര്? രാജ്യസഭ. അതുപോലെ തന്നെ എല്ലാ ലോക്കൽ ബോഡീസിന്റെയും ഈ ടീച്ചറും മറ്റേ ഇതൊക്കെ എടുത്തു കളഞ്ഞിട്ട് ഇതിനെന്താക്കി മാറ്റുക? ഒരു തരം എന്താണ് ഡീസെൻട്രലൈസ്ഡ് ബോഡി ഫോർ എന്താക്കി മാറ്റുക? ലോക്കൽ ബോഡീസ് ആക്കി മാറ്റുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലോക്കൽ ബോഡിന്ന് ഒരാൾക്ക് എങ്ങോട്ട് വരാം? കൗൺസിലിലേക്ക് വരാം. കൗൺസിലിൽ നിന്ന് ഒരാൾക്ക് എന്ത് ചെയ്യാം? പിന്നെ പൊളിറ്റിക്സിലേക്ക് മുന്നോട്ട് വരാം. അപ്പൊ കൂടുതൽ സബ്സ്റ്റാൻഷ്യൽ പവർ എന്ത് ചെയ്യാൻ പറ്റും? കൊടുക്കാൻ പറ്റും. റിമൂവ് ദിസ് എന്താണ് ടീച്ചർ കോൺസ്റ്റിറ്റ്യുവൻസി, അതുപോലെ തന്നെ ഗ്രാജുവേറ്റ് കോൺസ്റ്റിറ്റ്യുവൻസി, അതൊക്കെ റിമൂവ് ചെയ്യുക. കാരണം അതൊക്കെ അന്ത കാലത്ത് ആവശ്യമുള്ളതായിരുന്നു. ഇന്ന് നമുക്ക് അതിന് എന്തായിട്ട് റീഇമാജിൻ ചെയ്യണം? ഒരു ലോക്കൽ ബോഡിയുടെ ഒരു കൺസോർട്ടിയമായിട്ട് എന്ത് ചെയ്യണം? അതിനെ റീഇമാജിൻ ചെയ്യണം. ഹെൻസ് വി റീച്ച് ടു എ കൺക്ലൂഷൻ: reform the legislative council, doing away with graduates and teacher constituency and creating more space for local body representation. ഏതാ? അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷൻ, വീരപ്പ മൊയ്ലിയുടെ അണ്ടർ. പോയിന്റ് കിട്ടിയോ? ലാസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പോയിന്റ് ആണ്. ലെജിസ്ലേറ്റീവ് കൗൺസിൽസിനെ എങ്ങനെ റീഇമാജിൻ ചെയ്യുക? ലോക്കൽ ബോഡീസിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ബോഡി ആയിട്ട് എന്ത് റീഇമാജിൻ ചെയ്യുക? എങ്ങനെ പോലെ? രാജ്യസഭ ബീയിങ് എ റെപ്രസെന്റേറ്റീവ് ബോഡി ഫോർ ഏതാവുന്ന പോലെ? സ്റ്റേറ്റ് ആവുന്ന. ഇസ് ദാറ്റ് ഇറ്റ്? മനസ്സിലായോ? ഓക്കെ, ഐ തിങ്ക് അവർ സിലബസ് ഫോർ ഇതാണ് നിങ്ങളുടെ GS2 സിലബസ്. ഇത്രയും പോയിന്റ് ആണ് നമുക്ക് കവർ ചെയ്യാനുള്ളത് മെയ് ആകുമ്പോഴത്തേക്കും. പാർലമെന്റ് ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, സ്ട്രക്ചർ, ഫംഗ്ഷനിങ്, കണ്ടക്ട് ഓഫ് ബിസിനസ്, പവേഴ്സ് ആൻഡ് പ്രൈസസ്, ഇഷ്യൂസ് അറൈസിംഗ് ഔട്ട് ഓഫ് ദം. ഓക്കെ, ബോത്ത് ഫോർ പ്രിലിംസ് ആൻഡ് മെയിൻസ് എന്ത് ചെയ്തു? കവർ ചെയ്തു. ഇനിയുണ്ട്. ഫൈൻ. ഓക്കെ, നെക്സ്റ്റ് വീക്ക് വിൽ സ്റ്റാർട്ട് വിത്ത് എക്സിക്യൂട്ടീവ്. ആൻഡ് ബിലീവ് മീ എനിക്കുള്ളത് ടോട്ടൽ ഒരു 1100 സ്ലൈഡ്സ് ആണ്. ഇതിൽ ഇപ്പൊ തന്നെ എത്രയായി? 200 സ്ലൈഡ്സ് ആയി. ഓൾമോസ്റ്റ് 1/5 എന്തായി? കഴിഞ്ഞു. ആൻഡ് ദ മോസ്റ്റ് ടഫസ്റ്റ് പാർട്ട് ഓഫ് ദി ഗെയിം ഇസ് ഓവർ. ഫൈൻ. ഓക്കെ, സോ താങ്ക് യു. ഓക്കെ, നിങ്ങൾ അവിടെ ഇരിക്കും.